ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽ ആഖിബത്തു ലിൽ മുത്തഖീൻ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമൂരിനാ വഅഇദ്നാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമൂരിനാ വഅഇദ്നാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. അല്ലാഹുമ്മ അൽഹിംനാ മറാശിദ ഉമൂരിനാ വഅഇദ്നാ മിൻ ശുറൂരി അൻഫുസിനാ വമിൻ സയ്യിആതി അഅമാലിനാ. പ്രിയപ്പെട്ട ശ്രോതാക്കളെ, ഞങ്ങളുടെ ഇന്നത്തെ സെഷൻ ഉദ്ദേശിക്കുന്നത് ബയോഎത്തിക്സ്, അതുമായി ബന്ധപ്പെട്ട ഇസ്ലാമിക ശരീഅത്തുമായിട്ടുള്ള ചേർത്തിയുള്ള ചർച്ചകളാണ്. വളരെ ഹ്രസ്വമായി ഈ വിഷയത്തിൽ ചെറിയ ചില ചോദ്യങ്ങൾക്ക് മാത്രം ഉത്തരം കണ്ടെത്താനുള്ള ശ്രമമാണ് പ്രാഥമികമായിട്ട് ഇതുമായി ബന്ധപ്പെട്ട് ചെയ്യുന്നത്. ബയോഎത്തിക്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് മനുഷ്യനും അവൻ്റെ ജൈവ പ്രകൃതിയും തമ്മിലുള്ള ബന്ധങ്ങളുമായി ബന്ധപ്പെട്ട നിയമാവലികൾക്കാണ് ബയോഎത്തിക്സ് എന്ന് പറയുന്നത്. ഇത് സമൂഹത്തിലെ അല്ലെങ്കിൽ നമ്മുടെ അക്കാദമിക ലോകത്തെ ചർച്ചകളിലും റിസർച്ചുകളിലും പഠനങ്ങളിലും ചികിത്സയിലും എല്ലാം വരുന്ന ഒരു ഏരിയയാണ്. പ്രാഥമികമായി നമ്മൾ ഇന്ന് ചർച്ച കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഒരു മനുഷ്യ ജീവിതത്തിൻ്റെ അന്ത്യഘട്ടങ്ങളിൽ, മരണവുമായി ബന്ധപ്പെട്ട ജീവിതത്തിൻ്റെ അവസാന കാലഘട്ടത്തിൽ ചികിത്സയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളിലെ ചില എത്തിക്കൽ ഡിലമകൾ, അതായത് നമ്മുടെ നൈതികമായ ചില ചോദ്യങ്ങൾക്ക് പരിശുദ്ധ ശരീഅത്തുമായി ബന്ധപ്പെട്ട് ഉത്തരങ്ങൾ കണ്ടെത്താൻ കഴിയുമോ എന്നുള്ള ചെറിയ ചർച്ചയാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഈ വിഷയത്തിൽ 3-4 വിഷയങ്ങൾ ഞാൻ ഇതിൻ്റെ ഒരു ഇൻട്രൊഡക്ഷനായിട്ട് പറയാം. പിന്നെ ആ വിഷയത്തിലുള്ള ചില കാര്യങ്ങളിൽ നമ്മുടെ ഉസ്താദ് അതിൻ്റെ കോൺട്രിബ്യൂഷൻ നൽകുന്നതായിരിക്കും. പൂർണ്ണമായ തീർപ്പുകളോ ഉത്തരങ്ങൾ പൂർണ്ണമായി കണ്ടെത്താനോ ഉള്ള ഒരു സാഹചര്യമോ അതിനുള്ള സമയമോ നമുക്കില്ല. ചില ചോദ്യങ്ങൾ ഉന്നയിക്കുകയും അതുമായി ചെറിയ ചർച്ചകൾ നടത്തുകയും പിന്നീട് നമുക്ക് കൂടുതൽ ഡിസ്കഷനിലേക്ക് പിന്നീട് പോകാവുന്ന രീതിയിലാണ് ഈ ചർച്ച തുടങ്ങാൻ ഉദ്ദേശിക്കുന്നത്. ആധുനിക വൈദ്യശാസ്ത്രം വളർന്നു വന്നത് ഒരുപാട് കടമ്പകളിലൂടെ കടന്നിട്ടാണെങ്കിലും ഇന്ന് നമ്മുടെ സമൂഹത്തിൽ, ഇപ്പം നമ്മുടെ സമൂഹം എന്ന് പറയുമ്പോൾ നമ്മൾ ജീവിക്കുന്ന സാഹചര്യങ്ങളിലും ഭൂരിപക്ഷം മനുഷ്യരും സ്വന്തം ആരോഗ്യത്തിൻ്റെ സംരക്ഷണത്തിനും രോഗങ്ങളുടെ ചികിത്സക്കും രോഗങ്ങളുടെ പ്രതിരോധത്തിനും ഈവൻ രോഗനിർണയത്തിനടക്കം ആധുനിക വൈദ്യശാസ്ത്രത്തെയാണ് പൂർണ്ണമായിട്ടും അല്ലെങ്കിൽ ഭൂരിപക്ഷം ആളുകളും ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രാഥമികമായ പ്രശ്നം, നമ്മുടെ സമൂഹത്തിൽ നേരത്തെ ഉണ്ടായിരുന്ന ചികിത്സാ രീതികൾ, ഇപ്പോൾ ഹോമിയോപ്പതി, യുനാനി, ആയുർവേദ ചികിത്സ, ഇതൊക്കെ കാലങ്ങളായിട്ട് നമ്മുടെ സമൂഹത്തിൽ ഉണ്ടായിരിക്കെ തന്നെ ചില കുതിച്ചുചാട്ടങ്ങൾ ആധുനിക വൈദ്യശാസ്ത്രം കഴിഞ്ഞ നൂറ്റാണ്ടിൽ ഉണ്ടാക്കിയെടുത്തത് മറ്റുള്ള വൈദ്യശാസ്ത്രങ്ങളെ ഒരുപാട് പിറകോട്ട് നീങ്ങാൻ കാരണമായി തീർന്നു. പക്ഷെ നമ്മുടെ ശരീരത്തിൻ്റെ ചർച്ചകളിലും അല്ലെങ്കിൽ നമ്മുടെ സാമൂഹിക കാര്യങ്ങളിൽ നമ്മൾ ഉൾക്കൊള്ളുന്ന കാര്യങ്ങളും അത് ബന്ധപ്പെടുത്തി ദീനിൻ്റെ അല്ലെങ്കിൽ ശരീഅത്തിൻ്റെ ഹുക്കുമുകളും തമ്മിലുള്ള വലിയൊരു ഗ്യാപ്പ് ഉണ്ടോ എന്നുള്ള സംശയമാണ് ഇത്തരമൊരു സെഷന് നമ്മൾ തുടക്കം കുറിക്കാൻ കാരണം. നിങ്ങൾ ഇപ്പോൾ വളരെ പ്രശസ്തരായിട്ടുള്ള പണ്ഡിതന്മാരുടെ, ഇപ്പോൾ നമ്മുടെ മുൻഗാമികളായിട്ടുള്ള ഒരു കഴിഞ്ഞ 10 വർഷമോ 20 വർഷം മുമ്പ് വരെ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെയൊക്കെ ഫതാവകളൊക്കെ വായിക്കുമ്പോൾ അതിലുള്ള വൈദ്യശാസ്ത്രപരമായ ചോദ്യങ്ങളിൽ അവർ കൊടുക്കുന്ന ഉത്തരങ്ങൾ പലപ്പോഴും യുനാനി വൈദ്യശാസ്ത്രത്തെയോ അല്ലെങ്കിൽ ആയുർവേദത്തെയൊക്കെ മുൻനിർത്തിയുള്ള ഉത്തരങ്ങൾ നൽകുന്നത് കാണാൻ കഴിയാറുണ്ടായിരുന്നു. ഇതിൻ്റെ കാരണം ആധുനിക വൈദ്യശാസ്ത്രത്തെക്കുറിച്ച് പണ്ഡിതന്മാർക്കിടയിലുള്ള അറിവ് വളരെ കുറവാവുകയും ആധുനിക വൈദ്യശാസ്ത്രം പ്രാക്ടീസ് ചെയ്യുന്ന ആളുകളുടെ ഇടയിൽ ശരീരത്തിൻ്റെ ഇത്തരം നിയമങ്ങളെക്കുറിച്ചുള്ള ചെറിയ അറിവില്ലായ്മയൊക്കെ കാരണമായി തീർന്നിട്ടുണ്ടാവാം. ഈ ഗ്യാപ്പിനെ എങ്ങനെ നമുക്ക് ചെറുതാക്കി എടുക്കാമെന്നുള്ള ചർച്ചയാണ് പ്രാഥമികമായിട്ടും ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
നമ്മുടെ സാധാരണ രോഗം വന്നാൽ ചികിത്സിക്കാൻ ചെറിയ മരുന്നുകൾ, ഇഞ്ചക്ഷനുകൾ, സിറപ്പുകൾ, കഷായങ്ങൾ, അരിഷ്ടങ്ങൾ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ ശീലിക്കുന്ന രീതികളിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ആധുനിക വൈദ്യശാസ്ത്രം അവയവങ്ങളുടെ സപ്പോർട്ട് സിസ്റ്റങ്ങൾ, അതായത് അവയവം ഫെയിലാകുന്ന സമയത്ത് അതിനെ താങ്ങി നിർത്താനുള്ള ഉപകരണങ്ങളും അതിനെ നിലനിർത്താനുള്ള സാങ്കേതിക വിദ്യയും വികസിപ്പിച്ചെടുത്തു എന്നുള്ളതാണ് കഴിഞ്ഞ നൂറ്റാണ്ടിൻ്റെ വലിയ കുതിച്ചുചാട്ടം എന്ന് ഞാൻ പറയാൻ കാരണം. നമ്മൾ പഴയ കാലത്തെക്കുറിച്ച് നൊസ്റ്റാൾജിക്കായിട്ട് അന്ന് നന്നായിരുന്നു എന്ന് പറയുന്നുണ്ടെങ്കിലും മനുഷ്യന്റെ ആയുർദൈർഘ്യത്തിലൊക്കെ ഉണ്ടായ വലിയ മാറ്റങ്ങൾ, ആയുർദൈർഘ്യം കൂടാനുണ്ടായ കാരണങ്ങളൊക്കെ ഈ ചികിത്സയിലുണ്ടായ ഈ കുതിച്ചുചാട്ടങ്ങളാണ്. പക്ഷെ അതിൻ്റെ ഒരു പ്രശ്നം, നമ്മൾ ഓർഗൻ സപ്പോർട്ട് എന്ന് പറയുമ്പോൾ ആ അവയവങ്ങളെ സപ്പോർട്ട് ചെയ്യുക, താങ്ങി നിർത്തുക എന്ന് പറയുമ്പോൾ പലപ്പോഴും നമുക്കറിയാം. അപ്പോൾ ഉദാഹരണമായിട്ട് ഒരാൾ ഭക്ഷണം കഴിക്കാൻ കഴിയാത്ത അവസ്ഥയിൽ, ഫീഡിങ് ബുദ്ധിമുട്ടായി, ബോധം കുറഞ്ഞ അവസ്ഥയിൽ അയാൾക്ക് ഭക്ഷണം എടുക്കാൻ കഴിയുന്നില്ല, ഈ കഴിക്കുമ്പോൾ കൊടുക്കുന്ന ഭക്ഷണം ആൾക്ക് ഇറക്കാൻ പറ്റാത്ത അവസ്ഥ അല്ലെങ്കിൽ അറിയാൻ പറ്റാത്ത അവസ്ഥ ഉണ്ടാകുമ്പോൾ ട്യൂബ് ഇട്ടിട്ട് ഭക്ഷണം കൊടുക്കാൻ തുടങ്ങിയത് അധികകാലമായിട്ടില്ല. ഇത് ഒരു ഫെയിൽ ചെയ്തുകൊണ്ടിരിക്കുന്ന, അതായത് മരണത്തിലേക്ക് അടുത്തുകൊണ്ടിരിക്കുന്ന രോഗിക്ക് ഭക്ഷണം കിട്ടാൻ കാരണമാകും അയാളുടെ ജീവിതം കൂടുതൽ നിലനിൽക്കാൻ കാരണമായി തീരും ചെയ്യുന്നുണ്ട്. ഇത് ബാക്കി ഇപ്പോൾ ആധുനിക വൈദ്യശാസ്ത്രം മാത്രം അല്ലാത്തവരും മെല്ലെ മെല്ലെ അഡോപ്റ്റ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. അതല്ലെങ്കിൽ വെള്ളം കുടിക്കാനോ വെള്ളം കുടിപ്പിക്കാനോ പറ്റാത്ത അവസ്ഥയിൽ ഫ്ലൂയിഡുകളായിട്ട് നേരെ രക്തക്കുഴലിലേക്ക് കുത്തിവെച്ചിട്ട് ഡ്രിപ്പുകൾ പോലെ കൊടുക്കാൻ തുടങ്ങിയത് ഒരു പുതിയ പ്രതിഭാസമാണ്. പണ്ടത്തെ ഒരു 100-200 വർഷങ്ങൾക്ക് മുമ്പ് ഇതിനെക്കുറിച്ച് ആലോചിക്കാൻ പറ്റില്ലായിരുന്നു. അതുപോലെ ഇതിപ്പോൾ ഞാൻ ഭക്ഷണത്തിൻ്റെ വെള്ളത്തിൻ്റെ കാര്യം പറഞ്ഞു, അതെൻ്റെ ഏറ്റവും ചെറിയ ഇതാണ്. അടുത്ത കഥ പറയാൻ വേറെ ഒരു, നമുക്കറിയാം, കിഡ്നി ഡയാലിസിസ് സംഗതികൾ നമ്മൾ വളരെ എല്ലാവർക്കും പരിചിതമായിട്ടുള്ളൊരു സംഗതിയായി മാറിയിട്ടുണ്ട്. കിഡ്നി ഫെയിലാവുകയും മൂത്രത്തെ പുറന്തള്ളാനോ അല്ലെങ്കിൽ മൂത്രം പുറന്തള്ളപ്പെടുന്നുണ്ടെങ്കിലും അതിലൂടെ പൂർണ്ണമായ ശരീരത്തിൻ്റെ വേസ്റ്റുകൾ പുറത്തേക്ക് വരാനോ പറ്റാത്ത ഘട്ടങ്ങളിൽ കിഡ്നിയുടെ പ്രവർത്തനം ഡയാലിസിസ് മെഷീൻ ഏറ്റെടുത്തിട്ട് രക്തത്തെ ഫിൽട്ടർ ചെയ്തിട്ട് അത് ക്ലീൻ ചെയ്ത് ശരീരത്തിന്റെ പ്രവർത്തനം നിലനിർത്തുകയും ജീവൻ നിലനിർത്തുകയും ചെയ്യുന്ന ഒരു സാങ്കേതിക വിദ്യ ഡയാലിസിസ് എന്ന സംഗതി നമ്മുടെ സമൂഹത്തിൽ നിലനിൽക്കുന്നുണ്ട്. പിന്നൊന്ന്, മനുഷ്യന്റെ ഹൃദയം സ്തംഭിക്കുന്ന അവസരം വരുമ്പോൾ, ഹൃദയസ്തംഭനം അല്ലെങ്കിൽ കാർഡിയാക് അറസ്റ്റ് എന്ന് പറയുന്ന ഘട്ടങ്ങളിൽ കൃത്രിമമായി നെഞ്ചിന് CPR, കാർഡിയോപൾമണറി റീസസിറ്റേഷൻ കൊടുത്ത് കൃത്രിമ ശ്വാസം കൊടുത്ത് രോഗിയെ ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരുന്ന സാങ്കേതിക വിദ്യ വളരെ പഴക്കം ചെന്നതല്ല, വളരെ ആധുനികമായിട്ടുള്ള സംഗതിയാണ്. പല ആളുകളും പെട്ടെന്ന് കുഴഞ്ഞു വീണ് കാർഡിയാക് അറസ്റ്റ് ആൾക്കാർ പലരും ജീവിതത്തിലേക്ക് തിരിച്ചു വരാൻ ഇത് കാരണമായി തീർന്നിട്ടുണ്ട്. അതിനുശേഷം ശ്വാസകോശത്തിന്റെ പ്രവർത്തനത്തിൽ കാര്യമായ വ്യതിയാനം വരികയും ഓക്സിജൻ അകത്തേക്ക് എടുക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യാനുള്ള നമ്മുടെ ശ്വാസകോശങ്ങളുടെ കഴിവിനെ കാര്യമായി ബാധിക്കുന്ന അവസ്ഥകളിൽ വെന്റിലേഷൻ എന്ന് പറഞ്ഞ വെന്റിലേറ്ററുകൾ ഉപയോഗിച്ച് ശരീരത്തിന്റെ ജീവൻ നിലനിർത്താനും ഉപാപചയ പ്രവർത്തനങ്ങളുടെ പുരോഗതിയിൽ മാറ്റങ്ങളില്ലാതെ നിലനിർത്താനും പറ്റുന്ന ഒരു സംവിധാനം നമ്മളിൽ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ ഏറ്റവും ആധുനികമായിട്ടുള്ള അത് ഹാർട്ടിന്റെ പ്രവർത്തനങ്ങൾ നിലക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ബുദ്ധിമുട്ട് വരുന്ന സമയത്തൊക്കെ എക്മോ, എക്സ്ട്രാ കോർപ്പോറൽ മെംബ്രെയിൻ ഓക്സിജനേഷൻ, ഓക്സിജൻ ഡെലിവറി ശരീരത്തിന്റെ സെല്ലുകളിലേക്ക് എത്തിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറന്തള്ളുകയും ചെയ്യുന്നത് ശ്വാസകോശത്തിനപ്പുറത്തേക്ക് പോകുന്ന എക്മോ എന്ന് പറഞ്ഞ സംവിധാനം കൂടെ നമ്മുടെ സമൂഹത്തിൽ ഇട്ടായിട്ടുണ്ട്. ഈ ആധുനിക വൈദ്യശാസ്ത്രത്തിന്റെ അവൈലബിലിറ്റി ഏകദേശം എല്ലായിടത്തും എത്തിയിട്ടില്ലെങ്കിലും മേജർ സിറ്റികളിലൊക്കെ എക്മോയും അവൈലബിൾ ആയിട്ടുണ്ട്. ഇതിന്റെ ഒരു ഗുണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തിരിച്ചു വരാൻ സാധ്യതയുള്ള അസുഖങ്ങൾ, ഒരു ഘട്ടം കഴിഞ്ഞാൽ നമുക്ക് ചികിത്സിച്ച് മാറ്റാവുന്ന അസുഖങ്ങളിൽ നമ്മൾ രോഗിയുടെ ജീവിതം നിലനിർത്തി അസുഖം ഭേദമാകുന്ന സമയത്ത് ഈ സപ്പോർട്ടുകൾ വിത്ഡ്രോ ചെയ്യാൻ പറ്റുന്ന ഘട്ടം ഉണ്ടാവാറുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഭക്ഷണം കഴിക്കാൻ പറ്റാത്ത ഘട്ടത്തിലുള്ള ബോധരഹിതനായ രോഗി ട്യൂബിട്ട് ഭക്ഷണം കഴിച്ച് അയാളുടെ അസുഖം കുറഞ്ഞു വരാൻ 1-2 മാസം കഴിഞ്ഞാൽ ഈ ട്യൂബ് ഊരാൻ പറ്റാറുണ്ട്. ശ്വാസകോശത്തിന് ന്യൂമോണിയ വന്നതിന് ശേഷം വെന്റിലേറ്റർ പോയി മരുന്നുകൾ ഉപയോഗിച്ച് ന്യൂമോണിയ ചികിത്സിച്ച് ന്യൂമോണിയ വ്യത്യാസം വന്ന് തുടങ്ങുന്ന സമയത്ത് വെന്റിലേഷന് പുറത്തെടുത്തേക്ക് ശ്വാസം കഴിക്കാൻ പറ്റുന്ന ഘട്ടം വരാറുണ്ട്. അത് ഡയാലിസിസ് പെട്ടെന്ന് വന്ന ഒരു മലേറിയ കാരണം, മലമ്പനി കാരണം അല്ലെങ്കിൽ എലിപ്പനി കാരണം കിഡ്നി ഫെയിലാവുന്ന സമയത്ത് ഡയാലിസിസ് ചെയ്ത് ഡയാലിസിസ് ഒരു സമയം കഴിയുമ്പോൾ മൂത്രം വന്ന് തുടങ്ങുമ്പോൾ നിർത്താൻ പറ്റുന്ന ഘട്ടം ഉണ്ടാവാറുണ്ട്. പക്ഷെ ഇതിനൊരു മറുപുറമുണ്ട്. ആ മറുപുറം ചില രോഗികൾ ഇതിൽ നിന്ന് രക്ഷപ്പെടാൻ പറ്റാത്ത ഘട്ടത്തിലേക്ക് പോകുന്നൊരവസ്ഥയുണ്ട്. ഉദാഹരണമായിട്ട് അയാൾ കോമയിൽ പോയ രോഗി കോമയിൽ നിന്ന് എണീക്കുന്നില്ല. അപ്പൊ ഈ
ട്യൂബ് ഫീഡിങ്ങുമായിട്ട് നമ്മൾ തുടർന്നുകൊണ്ടേയിരിക്കും. ആ മൂക്കിലിട്ട ട്യൂബ്, അതിലൂടെ ഭക്ഷണം തുടരുന്നു. രോഗിയെ ചികിത്സിക്കുന്ന ആൾക്കാർ ആ രോഗി വേറൊരു കാരണം കൊണ്ട് മരിക്കുന്നവരെ ചിലപ്പോൾ ഇതേ ചികിത്സ അല്ലെങ്കിൽ ഇതേ സപ്പോർട്ട് തുടരേണ്ട അവസ്ഥ ഉണ്ട്. ഡയാലിസിസിന്റെ കാര്യം തന്നെ. പക്ഷേ ഡയാലിസിസ് എല്ലാ കിഡ്നി അസുഖങ്ങളും പൂർണ്ണമായിട്ടും ഭേദമാക്കാൻ പറ്റില്ല. എല്ലാവർക്കും കിഡ്നി മാറ്റി വെക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. അപ്പോൾ ഡയാലിസിസ് മരണം വരെ തുടരുന്ന അവസ്ഥ. ആഴ്ചയിൽ 3 പ്രാവശ്യമോ അല്ലെങ്കിൽ ചിലപ്പോൾ 4 പ്രാവശ്യം വരെയൊക്കെ ഡയാലിസിസ് ചെയ്തിട്ട് ജീവൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന ആൾക്കാരുണ്ട്. നിർത്താൻ പറ്റുന്നില്ല. ഡയാലിസിസ് നിർത്തുമ്പോൾ ഇയാൾക്ക് വീണ്ടും ശ്വാസം മുട്ട് വരുന്നു, അല്ലെങ്കിൽ മൂത്രം പോവാത്തതിൻ്റെ അസ്വസ്ഥതകൾ വരുന്നു, ബോധം നഷ്ടപ്പെടുന്നു, പൊട്ടാഷ്യം കൂടിയിട്ട് ഹാർട്ടിൻ്റെ ഇടിപ്പ് കുറയുന്നു. ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ കാരണം ഡയാലിസിസ് തുടരേണ്ടി വരുന്നു. ഇതൊക്കെ സ്വാഭാവികമായിട്ട് എല്ലാവർക്കും പറഞ്ഞാൽ മനസ്സിലാവുന്ന സംഗതിയാണ്. പക്ഷെ ശ്വാസകോശത്തിന്റെ പ്രശ്നം, ഇതുപോലെ രോഗി ശ്വാസം പ്രോപ്പർലി എടുക്കാൻ പറ്റാത്ത അവസ്ഥ, ഓക്സിജൻ പ്രോപ്പർലി അയാളെ രക്തത്തിലേക്ക് എത്താൻ പറ്റാത്ത അവസ്ഥയിൽ വെന്റിലേറ്റ് ചെയ്ത രോഗി വെന്റിലേറ്റർ തിരിച്ചെടുക്കാൻ പറ്റാത്ത അവസ്ഥയിൽ തുടരേണ്ടി വരുന്ന അവസ്ഥ, ഇത് ആളുകൾക്ക് വളരെ കൺസേൺ ആണ്. പ്രശ്നങ്ങൾ ഉണ്ടാവും. രോഗി ജീവനോടെ തന്നെയാണോ ഇരിക്കുന്നത്, മരിച്ചിട്ടുണ്ടോ എന്നുള്ള സംശയങ്ങൾ തുടങ്ങും. ഇതുമായിട്ട് ബന്ധപ്പെട്ട ചെലവുകൾ ഉണ്ടാക്കുന്ന കടുത്ത വിഷമങ്ങൾ ഉണ്ടാവും. രോഗി സഫറിങ്സിലൂടെ കടന്നു പോകുന്ന ഫീലിംഗ് ജനങ്ങൾക്ക് ഉണ്ടാവും. അപ്പോൾ ആളുകൾ കുറെ കൺസേൺസ് ഉണ്ടാവും. ഇതെങ്ങനെയെങ്കിലും ഉരി കിട്ടാൻ വേണ്ടി പല രീതിയിലുള്ള പ്രഷറുകളും വിഷമങ്ങളും ആശുപത്രിയിലും പുറത്തൊക്കെ ആൾക്കാർ ഉണ്ടാക്കിക്കൊണ്ടിരിക്കും. ആദ്യം പറഞ്ഞ സംഗതികൾക്ക് അതേ സംഗതിയാണ് ഇതും. ഒരു ലൈഫ് സപ്പോർട്ട്, ഒരു ഓർഗനെ സപ്പോർട്ട് ചെയ്യുന്ന കാര്യമാണ്. ഇതിന്റെ കാര്യത്തിൽ മാത്രം നമുക്ക് കുറെ സന്ദേഹങ്ങളും വിഷമങ്ങളും പ്രശ്നങ്ങളും നോക്കാം. ഇതിൽ 2 ഉദാഹരണങ്ങൾ ഞാൻ പറയാൻ ഉദ്ദേശിക്കുകയാണ് ഉസ്താദിന് സംസാരിക്കുന്നതിന് മുമ്പായിട്ട്. ഒന്ന്, നമ്മുടെ സുപ്രീം കോടതിയിൽ വന്ന ഒരു കേസ് ഉണ്ടായിരുന്നു, അരുണ ഷോൺബാഗ് കേസ്. ചിലർക്കെങ്കിലും പത്രം വായിക്കുന്ന ആൾക്കാർക്ക് അറിയുന്നുണ്ടാവും. അതായത് മുംബൈ KEM ഹോസ്പിറ്റലിൽ ഒരു അക്രമകാരിയായ ഒരാള് റേപ്പ് ചെയ്യാൻ ശ്രമിക്കുകയും അതുപോലെ നെഞ്ച് അമർത്തിയിട്ട് കഴുത്തമർത്തി ഞെക്കിക്കൊല്ലാൻ ശ്രമിക്കുകയും ചെയ്തൊരു സ്ത്രീ, ഒരു നേഴ്സ്. ഒരു അബോധാവസ്ഥയിൽ വർഷങ്ങളോളം അതേ ആശുപത്രിയിലെ റൂമിൽ കടന്ന സംഭവം. 42 വർഷത്തോളം അതേ അവസ്ഥയിൽ വെജിറ്റേറ്റീവ് സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ മരിച്ചതിന് തുല്യം ജീവിതം എന്ന് പറയുന്ന പോലെ ഒരവസ്ഥയിൽ കടന്നൊരു സംഗതി ഉണ്ടായിട്ടുണ്ടായിരുന്നു. അപ്പൊ അവരെ ജീവിതം അവസാനിപ്പിക്കാൻ പെർമിഷൻ ചോദിച്ചുകൊണ്ട് അന്നൊരു പൊതുപ്രവർത്തക നമ്മുടെ കോടതിയുടെ മുമ്പിൽ പോയൊരു സംഭവം ഉണ്ടായിരുന്നു. അന്ന് 2015 ഒരു ലാൻഡ്മാർക്ക് വെർഡിക്റ്റ് നമ്മുടെ ബഹുമാനപ്പെട്ട സുപ്രീം കോടതി അതിൽ നടത്തിയ നിരീക്ഷണങ്ങൾ ദയാവധം എന്ന സംഗതിയെക്കുറിച്ചുള്ള ചർച്ചകളിലേക്ക് നമ്മുടെ ഇന്ത്യയിൽ ചർച്ച തുടക്കം കുറിച്ചത് അന്നാണ്. ദയാവധത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ഒരു ഇന്ത്യൻ സാംസ്കാരിക അവസ്ഥ, ഇന്ത്യൻ സംസ്കാരം, ഭാരതീയ സംസ്കാരം, അല്ലെങ്കിൽ ശരീഅത്ത് നിയമങ്ങളുള്ള മുസ്ലിം സംസ്കാരം നിലനിൽക്കുന്ന ആളുകൾക്ക് ദയാവധം എന്ന് പറയുമ്പോൾ അങ്ങനെ ഒന്നിനെ കുറിച്ച് ആലോചിക്കാൻ പോലും കഴിയാത്ത സംഗതിയാണ്. അതിനെക്കുറിച്ച് ചിന്തിക്കേണ്ട എന്നാണ് സാധാരണ പറയാം. പക്ഷെ അറിഞ്ഞോ അറിയാതെയോ നമ്മൾ ഈ ദയാവധം എല്ലാ മാസമോ ദിവസങ്ങളോ ചെയ്തുകൊണ്ടേയിരിക്കുന്നുണ്ട് ഈ ആശുപത്രികളിൽ. അതിന് ചൂട്ടുപിടിക്കുന്ന ആൾക്കാർ നമ്മളൊക്കെ തന്നെയാണ്. ഡോക്ടർമാരെ കുറിച്ചല്ല പറയുന്നത്, പബ്ലിക്കിനെ കുറിച്ച് ഞാൻ പറയുന്നത്. വെന്റിലേറ്റർ, ഇതിപ്പോ ഈ രോഗിയോട് അന്ന് പറഞ്ഞത് രോഗിക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്ന ഭക്ഷണത്തിന്റെ ട്യൂബ് എടുത്തു മാറ്റിയിട്ട് അവരെ മരിക്കാൻ വിടണമെന്നായിരുന്നു. അത് നമുക്ക് മനസ്സിലാവും. ഭക്ഷണം കൊടുക്കാതെ എങ്ങനെ ഒരാളെ നമ്മൾ കൊല്ലാൻ പാടുണ്ടോ എന്ന് ചോദിക്കും. അതേസമയം ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്ന ട്യൂബ് ഊരണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാർക്ക് ഒരു വിഷമവും തോന്നൂല. ഇതിൽ രണ്ടിലും ശരീരത്തിന്റെ ഹുക്കുമ് വ്യത്യാസം ഉണ്ടോ എന്നാണ് എൻ്റെ ചോദ്യം, പ്രാഥമികമായിട്ട് ചോദ്യം. രണ്ടും ഒരേ സംഗതിയാണ്. ഒരാൾക്ക് ഭക്ഷണം കൊടുത്തുകൊണ്ടിരുന്ന ആൾ മരിക്കണമെങ്കിൽ ഒരു 4-5 ദിവസം ചിലപ്പോൾ പിടിച്ചു തരും. പക്ഷെ ഓക്സിജന്റെ ഊരി കഴിഞ്ഞാൽ അപ്പം തന്നെ മരിക്കും. ഈ 2 വ്യത്യാസമുള്ളൂ. ഒന്ന് പെട്ടെന്നുണ്ടാകുന്നതാണ്. ഇപ്പോൾ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുന്ന രോഗിയുടെ ഡയാലിസിസ് നിർത്താൻ വേണ്ടിയുള്ള തീരുമാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഡയാലിസിസ് നിർത്തി കഴിഞ്ഞാൽ ചിലപ്പോൾ 5-6 ദിവസം വലിയ കുഴപ്പമില്ലാതിരിക്കും. 5-ാമത്തെ 6-ാമത്തെ ദിവസം ശ്വാസം മുട്ടിയോ അല്ലെങ്കിൽ പൊട്ടാഷ്യത്തിന്റെ രക്തത്തിൽ വല്ലാതെ കൂടിയിട്ട് അയാൾ ഹാർട്ടിന്റെ സ്തംഭനം വന്നിട്ട് അയാൾ മരിക്കും. ഈ പെട്ടെന്നുണ്ടാകുന്ന മരണം കുറച്ച് 10-15 ദിവസം. ഈ രണ്ടിലും നമ്മൾ സപ്പോർട്ട് വിത്ഡ്രോ ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന വ്യത്യാസം എന്താ? മറിഞ്ഞ കാര്യം മറിഞ്ഞ വിളിക്ക് ചോദിക്കുക, നേരിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞ പോലെയാണ്. വലിയ വ്യത്യാസമൊന്നുമില്ല ഇതിന് തമ്മിൽ. ഈ ചോദ്യത്തിന്റെ ഉത്തരം ചെയ്യാൻ പാടില്ല എന്നാണെങ്കിൽ ഈ രോഗികൾ എന്ത് ചെയ്യും? അവര് വെന്റിലേറ്ററിൽ വർഷങ്ങളോളം കിടക്കും ചെയ്യും. പ്രത്യേകിച്ച് ലോകത്തിനോ ബെനിഫിറ്റ് ഒന്നും ഉണ്ടാവില്ല, കുടുംബത്തിനോ തീരാ സാമ്പത്തിക ബാധ്യതയും, ആശുപത്രിയിൽ ഒരു ബെഡ് എപ്പോഴും ഇങ്ങനെ ഒക്കുപേടായി കിടക്കും. ഈ പ്രശ്നങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കിടയിലാണ് നമ്മൾ ഇതിൽ ഇസ്ലാമിക ശരീഅത്തിന് എന്ത് പറയേണ്ടെന്നുള്ള ചോദ്യം ചോദിക്കുന്നത്. അപ്പോൾ ഞാൻ ചോദ്യങ്ങൾക്ക് തുടക്കിടാണ്. ഈ വിഷയത്തിൽ ഞാൻ 3 കാര്യങ്ങളാണ് ഇതിൽ പ്രധാനം ഉദ്ദേശിക്കുന്നത്. ഒന്ന്, നമുക്ക് ഇങ്ങനെയുള്ള ഘട്ടങ്ങളിൽ പല രോഗികളും, ഇപ്പോൾ നിങ്ങൾക്ക് വീടുകളിലൊക്കെ പ്രായമായ സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർ പറഞ്ഞു വെക്കുന്ന ഒരു പരിപാടി അഡ്വാൻസ് ഡയറക്റ്റീവ് എന്ന് പറയും.
അവർ നേരത്തെ പറഞ്ഞു വെക്കും, എനിക്ക് അസുഖമായി കഴിഞ്ഞാൽ എന്നെ ആശുപത്രി കൊണ്ടുപോവുകയാണെങ്കിൽ തന്നെ ICUവിൽ കയറ്റണ്ട, ICU കയറ്റുകയാണെങ്കിലും വെന്റിലേറ്റ് ചെയ്യണ്ട. ഇങ്ങനെ നേരത്തെ പറഞ്ഞു വെക്കുന്ന ചില ആൾക്കാരുണ്ട്. നല്ല പിന്നെ ഒരു കൺസേൺ ആണ് അത്. പക്ഷെ നമ്മുടെ ഇന്ത്യൻ നിയമവ്യവസ്ഥയിൽ അതിന് വലിയ റോളൊന്നുമില്ല. അതങ്ങനെ ആർക്കെങ്കിലും തീരുമാനം എടുക്കണമെങ്കിൽ മജിസ്ട്രേറ്റും കൂടെ അറിഞ്ഞിട്ട് എല്ലാവരും കൂടി ഇരുന്ന് സൈൻ ചെയ്ത് പേപ്പറൊക്കെ എഴുതി വെച്ചാലേ അതിന് വാലിഡിറ്റി ഉള്ളൂ. അല്ലെങ്കിൽ ലീഗൽ വാലിഡിറ്റി ഇല്ല. അങ്ങനെ ഒരാൾ പറഞ്ഞു എന്നുണ്ട് അങ്ങനത്തെ വസിയത്തുകൾക്കൊന്നും. ഇനി വാലിഡിറ്റി ഉണ്ടെന്ന് വിചാരിക്കാം, രോഗി രക്ഷപ്പെടാവുന്ന ഒരു അസുഖത്തിൽ ഒരു ഡയാലിസിസ് 2 ഡയാലിസിസ് ചെയ്ത് രക്ഷപ്പെടാവുന്ന സംഗതിയിൽ ഉമ്മ അങ്ങനെ പറഞ്ഞു എന്നുള്ള കാര്യം കൊണ്ട് മക്കൾക്ക് ഇതിന് പിൻവാങ്ങാൻ പറ്റുമോ എന്നുള്ളൊരു ചോദ്യമാണ്. ചെയ്യാതിരിക്കാൻ പറ്റുമോ എന്നുള്ളത്. അത് ഒരു ഉമ്മ അങ്ങനെ ഒരു വസിയത്ത് ചെയ്തിട്ടുണ്ട്, ഞങ്ങളോട് ചെയ്യാൻ താല്പര്യമില്ല എന്ന് പറയുന്ന മക്കളുണ്ട്. ഇതൊരു ക്വസ്റ്റ്യനാണ്. ഇത് അഡ്വാൻസ് ഡയറക്റ്റീവ് എന്ന് അതിന് പറയാം. രണ്ടാമത്തത് വിത്ത് ഹോൾഡിങ് ട്രീറ്റ്മെന്റ് എന്നാണ്. നമ്മൾ രോഗി കുറച്ച് നമുക്ക് വലിയ പ്രതീക്ഷയില്ല അസുഖത്തിൽ രക്ഷപ്പെടുന്നു, പക്ഷെ ചെയ്തു നോക്കിയാൽ രക്ഷപ്പെടാനും സാധ്യതയുണ്ട്. പക്ഷെ ഫെയിലായി കഴിഞ്ഞാൽ ഇതേ അവസ്ഥയിൽ തുടരാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വിത്ത് ഹോൾഡ് ചെയ്യാം, ചികിത്സ വേണ്ടെന്ന് വെക്കുക, അതാണ് വിത്ത് ഹോൾഡിംഗ് എന്ന് പറയാം. അങ്ങനെ ഒരു ഇത്, അതായത് നമ്മൾ ജീവൻ രക്ഷിക്കാൻ സാധ്യതയുള്ള ഒരു സംവിധാനത്തെ നമ്മൾ വേണ്ടെന്ന് വെക്കുക. ഇതിന് ശരീരത്തിന്റെ സമ്മതം കിട്ടുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. മൂന്നാമത്തത് വിത്ഡ്രോവലാണ്. കൊടുത്തുകൊണ്ടിരിക്കുന്ന കച്ചിത്തുരുമ്പിനെ നമ്മൾ വെട്ടിയിടുക, അതാണ് വിത്ഡ്രോവൽ എന്ന് പറയാം. ഇപ്പൊ കിണറ്റിലേക്ക് ഒരാൾ വീഴാൻ പോകുന്നു വിചാരിക്കും. ഒരു വയസ്സായ ഉപ്പാണ്, 88 വയസ്സായിട്ടുണ്ട്, അയാൾ ഒരു പണിക്കും പോണില്ല, വീട്ടിൽ കിടന്നുറങ്ങുന്നു, നിസ്കരിക്കുന്നു, ഇത്ര മാത്രമേ ഉള്ളൂ. അയാൾ കിണറ്റിലേക്ക് വീഴാൻ പോകുമ്പോൾ അയാൾ പെട്ടെന്ന് വഴിയിൽ വലിയ കിണർ, അയാളുടെ കിണറാന്ന് ഇരിക്കാം, ഒരു കമ്പുമ്മ പിടിച്ചവിടെ നിൽക്കുന്നുണ്ട്. ആർക്കും അയാൾ ഇറങ്ങി രക്ഷപ്പെടുത്താൻ പറ്റുന്ന ആരും അവിടെ ഇല്ല. അയാളിട്ട് വീണിട്ട് മരിക്കണമില്ല താഴത്തേക്ക്. അങ്ങനെയുള്ള ഘട്ടത്തിൽ ഇങ്ങനെ കുടുങ്ങി നിന്ന് ഇയാൾ ഇങ്ങനെ കരഞ്ഞുകൊണ്ടിരിക്കാന്നിരിക്കാം. അപ്പൊ നമ്മൾ ആ കമ്പ് മെല്ലെ വെട്ടിക്കൊടുക്കുക എന്നുള്ള പരിപാടി ഉണ്ടല്ലോ. താഴോട്ട് സുഖമായിട്ട് മരിച്ചോട്ടെ, വെള്ളത്തിലിറങ്ങി, അല്ല അയാൾ ഇവിടെ രക്ഷപ്പെട്ടുകൊണ്ട് അയാൾ ഇവിടെ പിന്നെ റോക്കറ്റ് ഉണ്ടാക്കാനൊന്നും പോകുന്നില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ ചെയ്യുന്ന ഇതാണ് വിത്ഡ്രോവൽ. അത് ഞാൻ സിമ്പിളായിട്ട് മനുഷ്യന്മാർക്ക് മനസ്സിലാവുന്ന ഭാഷ പറഞ്ഞതാണ്. പക്ഷെ ഒരർത്ഥത്തിൽ ഇത് തന്നെയാണ് നമ്മൾ ചെയ്യുക. നമ്മൾ റൈസ് ട്യൂബ് ഊരിയിട്ട് ഭക്ഷണം കഴിക്കണ്ട, 2 ദിവസം കഴിക്കാതാവുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ ആൾ മരിച്ചോളൂ എന്ന് വിചാരിക്കുക. അല്ലെങ്കിൽ ഓക്സിജൻ അല്ലേ, വെന്റിലേറ്റർ അങ്ങ് ഊരിക്കോ, എന്തായാലും വലിയ ബോധമില്ലാതെ കിടക്കുകയാണ്, കുറേ ദിവസമായി വലിയ മെച്ചമൊന്നുമില്ല, കുറേ കാശ് ചെലവാകുന്നുണ്ട്, അതങ്ങ് ഊരിയേക്കെന്ന് പറയാം. ഇതൊക്കെ സാധാരണയായിട്ട് നടക്കുന്ന സംഗതി കേട്ടോ. ഇതിൽ പ്രായമുള്ള ആൾക്കാരും പണ്ഡിതന്മാരും ഒക്കെ ഇത് അഭിപ്രായം ഊരിക്കോ എന്ന് പറയാറുണ്ട്. അത്ഭുതകരമായിട്ട് പറയാറുണ്ട്. ധൈര്യമായിട്ട് ഊരിക്കോ, അയാൾ എന്തായാലും വലിയ കാര്യമൊന്നും ഉണ്ടാവില്ല, വെറുതെ ഇങ്ങനെ കിടത്തിയിട്ട് കാര്യമുണ്ടോ, പൈസ കുറേ ആവുന്നില്ലേ. ഈ പൈസ ആവലൊക്കെ നമ്മളെ ശരീരത്തിൽ ഹുക്കുമ് തീരുമാനിക്കാൻ ഒരിക്കലും കാരണമാവാൻ പാടില്ല. കാരണം ഇപ്പോൾ വിദേശ നാടുകളിൽ, ഇസ്ലാമിക ശരീഅത്ത് കോടതികളുടെ നാടുകളിലൊക്കെ ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ, പൈസൻ്റെ പേര് ചെയ്ത് കഴിഞ്ഞാൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് കിട്ടും, ഡോക്ടർക്കും കിട്ടും, കുടുംബക്കാർക്കും കിട്ടും. നമ്മളിവിടെ അതൊന്നും ഒരു ഉളുപ്പില്ലാതെ നമ്മൾ ഉമ്മത്ത്, പ്രത്യേകിച്ച് ഉമ്മത്ത് മുസ്ലിമത്ത്, മരിക്കണ സമയത്ത് കാണണം, കെലിമ ചൊല്ലി കൊടുക്കണം എന്നൊക്കെ വിചാരിച്ചിട്ട് ബോധമില്ലാത്ത ആൾക്കാരാണെന്നുള്ളത് കൊണ്ട് കാരണം മാത്രം ഈ സപ്പോർട്ട് വിത്ഡ്രോ എന്നുള്ള കടുത്ത ബാധകം ഞാൻ വിചാരിക്കാതാണ്. ഞാൻ അത് തീർപ്പല്ല എൻ്റെ, ഞാൻ പറയണം, നിങ്ങളെ തലച്ചോറിലേക്ക് ഒരു വെളിച്ചിടാൻ വേണ്ടിയിട്ടാണ് ചോദിക്കുന്നത്. ഇങ്ങനെ ചെയ്യാൻ പറ്റുമോ എന്നുള്ളതാണ്. ഇതിന് ദീനിൽ പെർമിഷൻ ഉണ്ടോ എന്നുള്ളതാണ്. ഇതാണ് നമ്മുടെ ചോദ്യത്തിന്റെ 3 ചോദ്യങ്ങൾ. ഇത്രയേ ഉള്ളൂ. ഇതിന് ഇൻഷാ അല്ലാഹ് ഉസ്താദിന്റെ ഇത് കൂട്ടി ഞാൻ പിന്നെ എൻ്റെ ഭാഗം കൂടെ ഇൻഷാ അല്ലാഹ് പിന്നീട് അവതരിപ്പിക്കാം. അസ്സലാമു അലൈക്കും. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹി വഅലാ ആലിഹിൽ ഫായിസീന ബിറിദ്വാനില്ലാഹി അമ്മാ ബഅദ്. റബ്ബി ഇശ്റഹ് ലി സദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി വസദ്ദിദ് ലിസാനി വഹ്ദി ഖൽബി ബിഹഖി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. اللهم يا من بيده مقاليد القضاء والامر اليه يرجى الامر كله يا فتاح يا عليم استعينا فتاح قريب يا فتاح يا عليم. ആദരണീയരായ ഡോക്ടർ, മറ്റു പ്രിയപ്പെട്ട കൂട്ടുകാർ, ഇതൊരു ചർച്ചയാണെന്ന് തുടക്കത്തിൽ പറഞ്ഞു. ഡോക്ടറെ സംബന്ധിച്ചിടത്തോളം ദിവസവും ICUവിൽ വർക്ക് ചെയ്യണ ഡോക്ടറാണ്. ചോദ്യം ചോദിക്കാൻ വളരെ എളുപ്പമാണ്, പക്ഷെ അതിന് മറുപടി പറയുക എന്നത് ഒറ്റടിക്ക് മറുപടി പറയാൻ സാധിക്കില്ല. ആദ്യമായി ഒരു മുഖദ്ദിമ എന്ന നിലക്ക് ചെറിയൊരു വിഷയം പറഞ്ഞ് ഡോക്ടറുടെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. വിശുദ്ധ ഇസ്ലാമിൻ്റെ ശരീഅത്ത് നിയമങ്ങൾ നമുക്കറിയാം. അതിൽ പ്രധാനമായ ലക്ഷ്യങ്ങൾ നമുക്ക് കിതാബോധിയവരാണ്. ജമുൽ ജവാമിയുമൊക്കെ ളുറൂറിയ്യ്, ഹാജിയ്യ്, തഹ്സീനിയ്യ് എന്ന് പറയുന്ന അനിവാര്യമായത്, ആവശ്യമായത്, അഭികാമ്യമായത് എന്ന 3 കാര്യങ്ങളാണ് പ്രധാന ലക്ഷ്യങ്ങളുള്ളത്. അതിൽ അനിവാര്യമായ
കാര്യങ്ങളെ കുല്ലിയാത്തുൽ ഹംസ് അല്ലെങ്കിൽ കുല്ലിയാത്തു സിത്ത് എന്ന പേരിൽ അറിയപ്പെടുന്ന ഈ 6 കാര്യങ്ങളെ സംരക്ഷിക്കാനാണ് ശരീഅത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഇത് നാം ആദ്യം മനസ്സിലാക്കണം. അഥവാ ഹിഫ്ദുദ്ദീൻ, ദീനിൻ്റെ സംരക്ഷണം, ഹിഫ്ദുൻ നഫ്സ്, ശരീരത്തിൻ്റെ സംരക്ഷണം, ഹിഫ്ദുൽ അഖ്ൽ, ഹിഫ്ദുൻ നസബ്, ഹിഫ്ദുൽ മാല്, ഹിഫ്ദുൽ ഇർദ്. ഇങ്ങനെ പ്രധാനപ്പെട്ട 6 കാര്യങ്ങളുടെ സംരക്ഷണമാണ് ഇസ്ലാമിക ശരീഅത്തിൻ്റെ ആത്യന്തിക ലക്ഷ്യം. ഇതിൽ രണ്ടാമതായി ഇമാമികൾ നമ്മെ പഠിപ്പിച്ചത് പ്രധാനമായും ഹിഫ്ദുൻ നഫ്സ് അഥവാ ശരീരത്തിൻ്റെ സംരക്ഷണം. ഈ ശരീരത്തിൻ്റെ സംരക്ഷണത്തിന് വേണ്ടിയാണ് വിശുദ്ധ ഇസ്ലാമിൻ്റെ കാഴ്ചപ്പാടുകൾ നമ്മൾ നോക്കുമ്പോൾ ജീവിതത്തിൽ ഭക്ഷിക്കാൻ പാടില്ലാത്ത ഹറാമായ പല കാര്യങ്ങളും ശരീരത്തിന് ഡേഞ്ചർ വരുന്ന സന്ദർഭത്തിൽ, അഥവാ വിശന്ന് ഭക്ഷിക്കാൻ ഹലാലായ ഒന്നും ലഭിക്കുന്നില്ല, ഈ ഒരു സന്ദർഭത്തിൽ വിശുദ്ധ ഇസ്ലാം പറയുന്നത് നമുക്കറിയാം. അൽ-ബഖറ 173 നമ്പർ, ഇന്നമാ ഹറമ അലൈക്കുമുൽ മൈത്തത വദ്ദമ തുടങ്ങിയ ആയത്ത് ഫമനിൽ തുറ വൈറ ഭാഗ്യം വല ആദ്യം വല ഇസ്മാലി എന്ന പോലെ സൂറത്ത് മാഇദ 3 ഹുരിമത്ത് അലൈക്കുമുൽ മൈത്തത്തു വദ്ദമ വലഹ്മുൽ ഖിൻസീരി അതിൻ്റെ അവസാനം പറഞ്ഞു ഫമനിൽ തുറ ഫി മഹ്മസത്തിൻ വൈറ മുതജാനിഫിൽ ഇസ്മിൻ ഫഇന്നല്ലാഹു ഗഫൂറുർ റഹീം. അഥവാ വിശന്ന് നിൽക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഹലാലായ ഒന്നും ലഭിക്കുന്നില്ല എങ്കിൽ, ഹറാമ് മാത്രമേ കിട്ടുന്നുള്ളൂ എങ്കിൽ അതവൻ ഭക്ഷിക്കണമെന്നും ഭക്ഷിക്കൽ നിർബന്ധമാണെന്നും ഇസ്ലാം അവനെ നിർദ്ദേശിക്കുന്നു. എന്തേ കാരണം? വലാ തഖ്തുലു അൻഫുസകും, നിങ്ങളെ സ്വശരീരങ്ങളെ നിങ്ങൾ വധിക്കരുത് എന്ന് വിശുദ്ധ ഖുർആൻ പറയുന്നുണ്ട്. ഒന്നും കൂടി പറയട്ടെ, ഒരു ഗർഭമുള്ള സ്ത്രീ മരണപ്പെട്ടു, ഗർഭസ്ഥ ശിശു മരണപ്പെട്ടിട്ടില്ല എങ്കിൽ എന്ത് ചെയ്യണമെന്നാണ് ഇസ്ലാം പറയുന്നത്? ഇസ്ലാം പറയുന്നത് ആ കുട്ടി ജീവിക്കുമെന്ന് പ്രതീക്ഷയുണ്ടെങ്കിൽ ഈ സ്ത്രീയെ മറമാടരുത്. ഇപ്പം തന്നെ മരണം ഉറപ്പാകുന്നത് വരെ അവിടെ നിർത്തണം. അതല്ലെങ്കിൽ വൈകുമെങ്കിൽ പിന്നെ ആ നിലക്കാണ് മറമാടിയതെങ്കിൽ പോലും കുട്ടിയുടെ ജീവൻ പ്രതീക്ഷയുണ്ടെങ്കിൽ പിന്നെ കബറ് മാന്തി കബറ് തുറന്ന് ആ സ്ത്രീയെ ഓപ്പറേഷൻ ചെയ്ത് എടുക്കണമെന്നാണ് ഇസ്ലാമിൻ്റെ നിയമം. അതിപ്പോൾ ചെറിയൊരു കുട്ടിയെ സംബന്ധിച്ചാണ്. അപ്പോൾ ഇതൊക്കെ അറിയിക്കുന്നത് ശരീര സംരക്ഷണമാണ് ഇതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത്. കൂട്ടത്തിൽ നമ്മൾ ചർച്ച വെക്കുന്ന ശരീര സംരക്ഷണത്തിൻ്റെ ഭാഗമായി ചികിത്സ എന്നത്, ആ ചികിത്സയുമായി ചെറിയ ഒരു വിഷയം മനസ്സിലാക്കിയിട്ട് നമുക്ക് ഡോക്ടറുടെ ചോദ്യത്തിലേക്ക് വരാം. ശരീര സംരക്ഷണത്തിൻ്റെ ഭാഗമായുള്ളതാണ് ചികിത്സ. ചികിത്സയുടെ അടിസ്ഥാന നിയമം എന്താണ്? ചികിത്സയുടെ അടിസ്ഥാന നിയമം എന്ന് പറയുന്നത് അയിമ്മത്ത് നമ്മെ പഠിപ്പിച്ചു, വൈസന്നു തദാബി, ചികിത്സ സുന്നത്താണ്. അവരതിന് തെളിവ് പറയുന്നത് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, തദാവു, നിങ്ങൾ ചികിത്സിക്കണേ, ഫഇന്നല്ലാഹ ലം യദഅ ദാഅൻ ഇല്ലാ വദഅ ലഹു ദവാഅൻ വൈറൽ ഹറം. സ്പീഡിൽ പറഞ്ഞു പോവാണ്. വാർദ്ധക്യമല്ലാത്ത എല്ലാത്തിനും എന്ത് രോഗമുണ്ടെങ്കിലും ആ രോഗത്തിനൊക്കെ അല്ലാഹു തആല മരുന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. മറ്റൊരു ഹദീസിൽ പറഞ്ഞു, മാ അൻസലല്ലാഹു ദാഅൻ ഇല്ലാ അൻസല ലഹു ശിഫാഅൻ. അല്ലാഹു തആല ഏത് രോഗം ഇറക്കിയിട്ടുണ്ടോ അതിനൊക്കെ അല്ലാഹു തആല അതിനൊക്കെ ശിഫയും അല്ലാഹു തആല ഇറക്കിയിട്ടുണ്ട്. പക്ഷെ ആ ശിഫയിലേക്ക് നമ്മൾ എത്തണമെങ്കിൽ ചിലപ്പോൾ വളരെ പെട്ടെന്ന് എത്തിയേക്കാം, ചിലപ്പോൾ ഇനിയും വൈദ്യശാസ്ത്രം വികസിക്കേണ്ടി വരും. ഇങ്ങനെ വികസിച്ചു കൊണ്ടേയിരിക്കുന്നു. ആ രൂപത്തിൽ ഏത് രോഗത്തിനും ചികിത്സയുണ്ട് എന്ന് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചു. ഇതൊരു വശം, അടിസ്ഥാന വിധി സുന്നത്താണ്. എന്നാൽ മരണരോഗമാണെന്ന് ബോധ്യപ്പെട്ട അല്ലാഹുവിൻ്റെ ആരിഫീങ്ങളായ ആളുകൾ, അവരെ സംബന്ധിച്ചിടത്തോളം എനിക്ക് ഇനി ചികിത്സ വേണ്ട എന്ന് വെച്ച്, കാരണം അവർക്ക് ഏകദേശം ഒരു ബോധ്യപ്പെട്ടു ഇത് മരണരോഗമാണെന്നും ഞാൻ ഉടനടി മരിക്കുമെന്ന് ബോധ്യപ്പെട്ട ആരിഫീങ്ങളായ അല്ലാഹുവിൻ്റെ ഇഷ്ടദാസന്മാരായ ആളുകളെ പോലുള്ളവർക്ക് അവർക്ക് തവക്കുലിൻ്റെ മർത്തബ, അതും നാം പഠിച്ചവരാണ്. അത് ഫളീലത്തുള്ള മർത്തബയാണ്. മഹാനരായ സിദ്ദീഖുൽ അക്ബർ റളിയല്ലാഹു അൻഹു രോഗിയായി കിടക്കുന്ന സന്ദർഭത്തിൽ അലാ നദൂലക ബി ത്വബീബ്, ഒരു ഡോക്ടറെ നമ്മൾ വിളിക്കല്ലേ എന്ന് ചോദിച്ചപ്പോൾ മഹാനരായ സിദ്ദീഖുൽ അക്ബർ തങ്ങൾ പറഞ്ഞത്, ഖദ് റആനി, ഡോക്ടർ എന്നെ കണ്ടിട്ടുണ്ട്, എൻ്റെ വിഷയമൊക്കെ അറിഞ്ഞിട്ടുണ്ട്. ഡോക്ടർ എന്ന് പ്രയോഗിച്ചത് മുശാക്കലത്തിന് വേണ്ടിയാണ്. അപ്പോൾ എന്താണ് ഡോക്ടർ പറഞ്ഞതെന്ന് ചോദിച്ചപ്പോൾ, ഇന്നി ഫഅലു ലിമാ ഉരീദ്, ഞാൻ ഉദ്ദേശിച്ചത് ഞാൻ ചെയ്തു കൊള്ളും എന്ന് ഡോക്ടർ പറഞ്ഞേക്കണം. ഇത് ഒരു സംഭവം. നഫീസത്തുൽ മിസ്രി റളിയല്ലാഹു അൻഹയുടെ സംഭവം നമുക്കറിയാം. അപ്പോൾ അതൊരു തവക്കുലിൻ്റെ മർത്തബയാണ്. അവരെ നമ്മൾ മാറ്റിവെക്കുക.
അത് നമ്മളെ ചർച്ചയിലേക്കില്ല. അപ്പോൾ അടിസ്ഥാന വിഷയം സുന്നത്താണ്. ഏത് ചികിത്സ എന്നത് സുന്നത്താണ്. എന്നാൽ നിർബന്ധമായ ഘട്ടമുണ്ടോ ഇല്ലേ? ഡോക്ടർ ഒരു ചോദ്യം, ഒന്നാമത്തെ ചോദ്യം വന്നിരുന്നത്, ഒരു സ്ത്രീ പറഞ്ഞു എന്നെ ഇനി എവിടേക്കും കൊണ്ടുപോകണ്ട, ഞാൻ ഇവിടെ നിന്ന് ആണ്ട് മരിച്ചു പോയിക്കോളാം, എന്നാൽ അതിന് വഴങ്ങി കൊടുക്കാൻ പറ്റില്ല എന്നുള്ള ഒരു ചോദ്യം ചോദിച്ചിരുന്നു. എന്നാൽ ചികിത്സ ഉജൂബുള്ള രൂപം ഉണ്ടോ ഇല്ലേ? ഉണ്ട് എന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നു. ഇമാം ഷർബാനിയും അലി ഷബറാം മല്ലിസിയും പിന്നെ ഇമാം ബഗവിയും അടങ്ങുന്ന ഒരുപാട് പണ്ഡിതന്മാരത് രേഖപ്പെടുത്തിയത് കാണാം. അഥവാ 2 നിബന്ധനകൾ. ചികിത്സിച്ചില്ലെങ്കിൽ ജീവനാശം സംഭവിക്കുമെന്നോ അല്ലെങ്കിൽ ശരീരത്തിൻ്റെ ഏതെങ്കിലും അവയവങ്ങൾക്ക് കേടുപാടുകൾ സംഭവിക്കുമെന്നോ നമുക്കൊരു പേടി വന്നു, ഒരു ഹൗഫ് വന്നു. മറ്റൊന്ന് ചികിത്സ ഫലം ചെയ്യുമെന്നുള്ള ഉറപ്പും. എങ്കിൽ ചികിത്സിക്കൽ ഉജൂബാണെന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നുണ്ട്. അപ്പോൾ ഇതിൽ നമുക്ക് മനസ്സിലായത് എല്ലാ സന്ദർഭത്തിലും ചികിത്സ ഉജൂബില്ല. ഇങ്ങനെ 2 നിബന്ധനകളെത്താൻ, ചികിത്സിച്ചില്ലെങ്കിൽ ജീവനാശം സംഭവിക്കുകയോ അല്ലെങ്കിൽ അംഗവൈകല്യമൊക്കെ സംഭവിക്കുകയോ ചെയ്യുമെന്ന് നമുക്കൊരു പേടി വരികയും എന്ന പോലെ തന്നെ ഈ ചികിത്സ ഫലം ചെയ്യുമെന്ന് ഉറപ്പ് ലഭിക്കുകയും ചെയ്താൽ മഹാന്മാർ പറയുന്നത് കാണാം, ലൗ ഖതഅ ബി ഇഫാദത്തി തദാവി വജബ, ചികിത്സ ഫലിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ വജബ. അപ്പം തന്നെ പറഞ്ഞു, അയിമ്മത്ത് പറഞ്ഞു, വല അല്ല മഹല്ലഹു ശിഫാഉ മിമ്മാ യുഖാഫു മിന്നു തലഫു. ആ ഒരു സന്ദർഭത്തിലാണ്, അഥവാ നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്ന് പേടിയുണ്ടെങ്കിൽ. ഇതൊരു വശം. അപ്പം അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകുന്നത്, ഈ പറഞ്ഞ ഒന്നാമത്തെ ചോദ്യത്തിൽ പറഞ്ഞ സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഈ ഒരു അവസ്ഥയാണെങ്കിൽ, അഥവാ ചികിത്സിക്കുന്നില്ലെങ്കിൽ ഈ ഒരവസ്ഥയിലേക്ക് എത്തുമെന്നും ചികിത്സ ഫലം ചെയ്യുമെന്ന് ഉറപ്പുള്ള സന്ദർഭമാണെങ്കിൽ ഒരിക്കലും നമ്മൾ അതിന് വഴങ്ങിക്കൊടുക്കാൻ പാടില്ല. അത് മഹാപാതകമാകും. നമ്മളെ അത് പിന്നെ ഒരു വധത്തിലേക്ക്, ഒരു മരണത്തിലേക്ക് നമ്മൾ അതിനൊരു കാരണക്കാരാകും. അത് നമ്മൾ പേടിക്കേണ്ട ഒരു സംഗതിയാണ്. കാരണം വാപ്പയെ കൊന്നവൻ അല്ലെങ്കിൽ ഉമ്മയെ കൊന്നവൻ, ഉമ്മ മരിക്കാൻ കാരണമായവന് അനന്തരം പോലും ഇല്ല എന്ന് അയിമ്മത്ത് രേഖപ്പെടുത്തിയതാണ്. പിന്നെ വിഷയത്തിലേക്ക് വരുന്നതിൻ്റെ മുമ്പ് ഒന്ന് മനസ്സിലാക്കാനുള്ളത്, രോഗിയായ ആളെ സംബന്ധിച്ചിടത്തോളം ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മളെ ശരീഅത്ത് പഠിപ്പിക്കുന്നത് മരണത്തെ കൊതിക്കല് ഖറാഅത്താണെന്ന്. നമുക്ക് ഈ ജീവിതത്തോടു കൂടി ജീവിതം അവസാനിക്കുന്നില്ല, ഇനി പ്രധാനപ്പെട്ട ജീവിതം വരുന്നേ ഉള്ളൂ എന്ന ഒരു ബോധ്യത്തോടു കൂടെയാണ് ഒരു മുസ്ലിമിൻ്റെ ജീവിതം. അതുകൊണ്ട് തന്നെ ഹബീബാഹി നബി തങ്ങൾ പറഞ്ഞു, ലാ യതമന്ന അഹദുക്കും ബിൽ മൗത്ത് ലിദുൻ നസല ബി. ദുന്യവിയായ എന്തെങ്കിലും രോഗങ്ങളോ അല്ലെങ്കിൽ സാമ്പത്തിക നഷ്ടമോ എന്തെങ്കിലുമൊക്കെ വന്ന കാരണം കൊണ്ട് ഒരിക്കലും മരണത്തെ കൊതിക്കരുത് എന്നും, ഫൈൻഖാന ലാബുദ്ധ മുതമന്നിയൻ, അങ്ങനെ കൊതിച്ചേ പറ്റൂ എന്ന ഒരു അവസ്ഥയിലേക്ക് എത്തിയാൽ, അല്ലാഹുമ്മ അഹ്യിനി മാ കാനത്തിൽ ഹയാത്തു ഖൈറല്ലി വതവഫനി മാ കാനത്തിൽ വഫാത്തു ഖൈറല്ലി എന്ന് പറയാനാണ് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നമ്മെ പഠിപ്പിച്ചത്. മാത്രമല്ല വിശുദ്ധ ഖുർആനും ഹദീസും ഒക്കെ ശമക്കുള്ള പ്രതിഫലം ധാരാളം പറഞ്ഞു. യാ അയ്യുഹല്ലദീന ആമനു ഇസ്തഈനു ബിസ്സബ്രി വസ്സലാ ഇന്നല്ലാഹ മഅസ് സ്വാബിരീൻ. മാത്രമല്ല നബി തങ്ങൾ പഠിപ്പിച്ചു, ഇന്നല്ലാഹ ഖാൽ ഇദബ്തലൈതു അബ്ദി ബിഹബീബതൈഹി ഫസബറ അവൽതുഹു മിൻഹുൽ ജന്ന. ഞാൻ ഏതെങ്കിലും ഒരു അടിമയുടെ 2 കണ്ണ് ഞാൻ അതിൻ്റെ കാഴ്ച നഷ്ടപ്പെടുത്തി, അവൻ അതിൽ ആ കാരണമായി അവൻ ക്ഷമിച്ചു എങ്കിൽ അവൽതുഹു മിൻഹുൽ ജന്ന, ഞാൻ അവനിക്ക് സ്വർഗം പകരം നൽകുമെന്ന് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഹദീസിലൂടെ നമ്മൾ പഠിപ്പിക്കുന്നുണ്ട്. ഒരൊറ്റ ഹദീസ് കൂടി പറഞ്ഞ്, അജബല്ലി അംറിൽ മുഅ്മിൻ, മുഅ്മിനിൻ്റെ കാര്യം വളരെ അത്ഭുതം തന്നെ. ഇന്ന അംറഹു കുല്ലഹു ഖൈർ. ഒരു ചോദ്യം അതായിരുന്നു, അഥവാ അവസാന ഘട്ടത്തിലാണ്, അതല്ലെങ്കിൽ പിന്നെ കിണറ്റിൽ വീഴാണ്, ഒരു കച്ചി തുരുമ്പ് കിട്ടിയിരുന്നു, അതങ്ങ് അറുത്ത് മാറ്റിയാൽ, കാരണം ഇങ്ങോട്ട് വന്നിട്ട് പ്രത്യേക കാര്യമൊന്നുമില്ല, നമ്മളെ പിന്നെ ഫുഡ് തീരാന്നല്ലാതെ വേറൊരു അയാളെ കൊണ്ടൊരു പിന്നെ ഒരു കാര്യമില്ല, ആ റൂമാണ് ഒഴിവായി കിട്ടും. ഇങ്ങനെയൊക്കെ ഡോക്ടർ പറഞ്ഞ സംഭവം അവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അത് മാത്രമല്ല, ഈ അജബല്ലി അംറിൽ മുഅ്മിൻ അതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ന അംറഹു കുല്ലഹു ഖൈർ, മുഅ്മിനിൻ്റെ കാര്യം മുഴുവനും ഖൈറാണ്. അവന് ആയുസ് പിന്നെ എത്ര നീട്ടിക്കിട്ടുന്നോ അതൊരു സെക്കൻഡാണെങ്കിൽ പോലും മുഅ്മിനിൻ്റെ ജീവിതം എന്ന് പറയുന്നത് വളരെ അത്ഭുതമാണ്. കാരണം രോഗിയാണെങ്കിൽ ആ രോഗം കാരണം അവൻ്റെ പിന്നെ ദോഷങ്ങൾ അല്ലാഹു തആല പുറത്തു കൊടുക്കും. ഇനി ദോഷം പുറത്തു കഴിഞ്ഞതിന് ശേഷവും അവന് രോഗം ബാക്കിയാണെങ്കിൽ അവൻ്റെ ദറജ, അവൻ്റെ പദവി അല്ലാഹു തആല ഉയർത്തി കൊടുക്കും. അതുകൊണ്ട് വലൈസ ദാലിക ലി അഹദിൻ ഇല്ലാ ലിൽ മുഅ്മിൻ, ഇത് മുഅ്മിന് മാത്രമേ അവകാശപ്പെടാൻ സാധ്യമുള്ളൂ. ഇൻ അസാബത്തുഹു സറാഹി ശക്കറ ഫകാന ഖൈറല്ല ഇൻ അസാബത്തുഹു ദറാഹി സബറ ഫകാന ഖൈറല്ല. ഇത് നമ്മൾ മനസ്സിലാക്കിയാൽ ഇനി നമ്മുടെ വിഷയത്തിലേക്ക് വരികയാണ്. അഥവാ പിന്നെ ഖത്ലുർ റഹ്മ,
നമ്മൾ അറബിയിൽ പറയുന്ന ഖത്ലുർ റഹ്മ എന്ന വിഷയം, അഥവാ പിന്നെ ദയാവധം എന്ന് പറയുന്ന സംഗതി. ഇത് നമ്മൾ പരിശോധിക്കുമ്പോൾ നമ്മൾ രോഗമില്ലാത്ത ആളുകൾ ഒരു വിഭാഗം, രോഗമുള്ളവർ തന്നെ പിന്നെ അസുഖം ഭേദമാകുമെന്ന് പ്രതീക്ഷയുള്ളവർ, ഇനി മാറാരോഗത്ത് കിടക്കുന്ന ആളുകൾ, ഇങ്ങനെ 3 പാർട്ടാക്കി തിരിക്കുമ്പോൾ നമുക്ക് പിന്നെ ഒരു 5 രൂപത്തിൽ നമുക്ക് ഇതിനെ മനസ്സിലാക്കാം. അഥവാ രോഗമില്ലാത്ത ആളുകൾ, രോഗമോ മറ്റോ ഒന്നും ഇല്ലാത്ത അവസ്ഥയിൽ തന്നെ സുഗമമായി ജീവിക്കാൻ പറ്റുന്ന ഒരു വേളയിൽ തന്നെ മരുന്നോ മറ്റോ ഉപയോഗിച്ച് വേദനയില്ലാതെ ജീവിതം അങ്ങ് അവസാനിപ്പിക്കുക. ഈ ഒരവസ്ഥ, അഥവാ നമ്മളെ ആക്റ്റീവ് യൂത്വേസ്യ എന്ന് പറയുന്ന, പിന്നെ നമ്മൾ ഇടപെട്ടുകൊണ്ട് മരുന്നുപയോഗിച്ചുകൊണ്ട്, മരുന്നോ മറ്റോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് നമ്മൾ പ്രത്യക്ഷത്തിൽ ദയാവധം നടത്തുക, ഈ ഒരവസ്ഥ ഉണ്ട്. ഇത് നടത്താം. കാരണം നടത്താന്ന് പറഞ്ഞാൽ ഒരു നടത്തുന്നർത്ഥം, അല്ലാതെ മസലല്ല പറയുന്നത്. പിന്നെ അപ്പോൾ ഇങ്ങനെ നടത്തുന്നവരുണ്ടാവാം. എന്നപ്പോൾ അതിപ്പോൾ ഒരു അസുഖം ഇല്ലാത്തവരാണ്. ഇനി അസുഖമുള്ള ആളുകൾ തന്നെ അസുഖം ഭേദപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ആളുകൾ, ആ പ്രതീക്ഷയുള്ള ആളുകൾ മരുന്നോ, ഈ പറഞ്ഞ പോലെ മരുന്നോ മറ്റോ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവരെ മരണത്തിലേക്ക് വിടുക. അതിപ്പോൾ രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ആളുകളാണ്. ആ കൂട്ടത്തിൽ തന്നെ രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ആളുകൾക്ക് പിന്നെ പ്രതീക്ഷയൊക്കെ ഉണ്ടെങ്കിലും രോഗിക്ക് ചികിത്സ നിഷേധിക്കുക, ചികിത്സ കൊടുക്കാത്ത രൂപത്തിൽ ആ ഒരു സംവിധാനം ഉപയോഗപ്പെടുത്താതെ പരോക്ഷ ദയാവധം എന്ന് പറയുന്ന, പിന്നെ പാസീവ് യൂത്വേസ്യ എന്ന് പറയുന്ന ആ ഒരു പാസീവ്, ആദ്യം പറഞ്ഞത് നമ്മൾ ആക്റ്റീവായിട്ടുള്ള തന്നെ നമ്മൾ പിന്നെ ചെയ്യുന്ന പ്രവർത്തനം, അതിപ്പോൾ 3 വിധമായി. ഇനി 4ാമത്തെ വിധം എന്ന് പറയുന്നത് മാറാരോഗികൾ. പിന്നെ അവരവസ്ഥ പറയുന്നത് രോഗിയായി കഴിയുന്നു, മരുന്നോ മറ്റോ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് തന്നെ, നമ്മൾ ആദ്യം പറഞ്ഞ ആക്റ്റീവ് ആ നിലക്ക് മരണത്തിലേക്ക് വിടുക. മറ്റൊന്ന് മാറാരോഗിയാണ്, അയാൾക്ക് സാധ്യമായ പരിഗണനയൊക്കെ വെച്ചുകൊണ്ട് തന്നെ ലഭിക്കാവുന്ന ചികിത്സ അതങ്ങ് എടുത്തു മാറ്റുക. അവിടെയാണ് വെന്റിലേറ്ററുമൊക്കെ കടന്നു വരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത് വിശുദ്ധ ഖുർആനും ഹദീസും അയിമ്മത്തും എന്ത് പറയുന്നു എന്ന് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് ഏകദേശം നമുക്ക് തീരുമാനാക്കാം. നമ്മൾ ചർച്ചയിൽ നമുക്ക് തീരുമാനാക്കാൻ പറ്റും തോന്നുന്നു. മറ്റത് നമ്മളെ മുഷാവറ തീരുമാനാക്കും. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് അല്ലാഹു തആല പറയുന്നു സൂറത്തുൽ അൻആം 151, വലാ തഖ്തുലുൻ നഫ്സല്ലത്തി ഹറമല്ലാഹു ഇല്ലാ ബിൽ ഹഖ്. അല്ലാഹു തആല ഹറാമാക്കിയ, നിഷേധിച്ച ഒരു ശരീരത്തിനെയും നിങ്ങൾ വധിക്കരുത്, ഇല്ലാ ബിൽ ഹഖ്, ആ അവകാശത്തോടു കൂടെയല്ലാതെ. അഥവാ അയാൾ സാനി മുഹ്സിനാണ്, അഥവാ ആ രൂപത്തിൽ സിന ചെയ്തവനാണ് എങ്കിൽ ശറഅ് തന്നെ കൽപ്പിച്ചതാണ് അയാൾ എന്ത് ചെയ്യുക, ശരീഅത്തിന്റെ കോടതി ആ നിലക്ക് എന്ത് ചെയ്യണം, കൊല്ലണമെന്നുള്ളത്. എന്ന പോലെ തന്നെ പിന്നെ അദ്ദേഹം മറ്റൊരാളെ കൊല ചെയ്തു, ആ ഒരു സന്ദർഭത്തിലും ഒക്കെ നിബന്ധനകൾക്കൊത്ത്. എന്ന പോലെ പിന്നെ ബുഖാരിയിൽ ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഹദീസ് കാണാം, ഫഇന്ന ദിമാഅക്കും വഅംബാലക്കും വഅറാദക്കും അലൈക്കും ഹറാം കഹുർമത്തി യൗമിക്കും ഹാദാ ഫീ ബലദിക്കും ഹാദാ ഫീ ശഹരിക്കും ഹാദാ. നിങ്ങളെ രക്തത്തിന് വിലയുണ്ട് എന്നും അതുകൊണ്ട് തന്നെ ഹരൈക്കും ഹറാം, അത് അന്യായമായി നിങ്ങളത് ചിന്താൻ പാടില്ല എന്ന് ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നു. ഇവിടെ ഇനി നമ്മൾ ഈ പറഞ്ഞ 5 ഇനങ്ങൾ നമ്മൾ പരിശോധിക്കും. ആദ്യത്തെ നമ്മൾ പറഞ്ഞു രോഗമില്ലാത്ത ആള് പിന്നെ മരുന്നൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് പിന്നെ വേദനയില്ലാതെ അങ്ങ് ജീവിതം അങ്ങ് അവസാനിപ്പിക്കുക. ഇത് അദ്ദേഹത്തിൻ്റെ സ്വന്തം ശരീരത്തിനെ നശിപ്പിക്കലാണ്. ഒരു വ്യക്തി മരണത്തെ തഅജീൽ ചെയ്യൽ, എന്താണ് അതിൻ്റെ വിധി? അതിൻ്റെ വിധി നമ്മൾ പറഞ്ഞു, പിന്നെ വലാ തുൽഖൂ ബി ഐദീക്കും ഇല തഹ്ലുക, നിങ്ങൾ സ്വന്തം കരങ്ങളെ, നിങ്ങൾ സ്വന്തം ശരീരങ്ങളെ നിങ്ങൾ നാശത്തിലേക്ക് വലിച്ചേക്കരുത് എന്ന് അല്ലാഹു തആല വിശുദ്ധ ഖുർആനിലൂടെ നമ്മെ പഠിപ്പിച്ചു. അത് തന്നെ അയിമ്മത്തും നമ്മെ പഠിപ്പിച്ചു. മഹാന്മാർ പറഞ്ഞത് കാണാം, വയഹ്റുമു അലൽ മുതഅല്ലിമല്ല ഹംസ, മുതഅല്ലിമി. ഇതിപ്പോൾ വേദന ഉള്ളവരെ സംബന്ധിച്ചിടത്തോളം തന്നെ ഹറാമാണ് തഅജീലുൽ മൗത്ത്, മരണത്തെ ഉളരിപ്പിക്കൽ. അഥവാ പിന്നെ പെട്ടെന്ന് എന്ത് ചെയ്യുക, നാം അതിനൊരു കാരണക്കാരാകുക എന്നത്. വൈൻ അദുമ അലമുഹു വൈലം യുത്തിക്കുഹു, വേദന സഹിക്കാൻ പോലും കഴിയുന്നില്ല, ആ രൂപത്തിൽ വളരെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുന്ന പിന്നെ വേദന അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന വ്യക്തിയാണെങ്കിൽ പോലും തഅജീലുൽ മൗത്ത് ഹറാമാണെന്ന് അയിമ്മത്ത് പഠിപ്പിക്കുമ്പോൾ
ഒരു രോഗവുമില്ലാത്ത ആളെ എന്തായാലും ചെയ്യാൻ പാടില്ല എന്ന് അത് ഹറാമാണെന്ന് നമുക്ക് വളരെ വ്യക്തമാണ്. ഇനി അടുത്തത്, മറ്റൊരു വ്യക്തിയെ നമ്മൾ മരണത്തിലേക്ക് വിടുന്ന സന്ദർഭം. അവിടെ നമ്മൾ പരിശോധിക്കുമ്പോൾ വിശുദ്ധ ഖുർആൻ പറഞ്ഞു, വമൻ യഖ്തുൽ മുഅ്മിനൻ മുതഅമ്മിദൻ ഫജസാഹു ജഹന്നം. മനഃപൂർവ്വം നമ്മൾ ഒരാളെ ഒരു മുഅ്മിനെ വധിച്ചാൽ അവൻ്റെ സങ്കേതം നരകമാണെന്ന് വിശുദ്ധ ഖുർആൻ പറഞ്ഞു. എന്ന പോലെ ഹബീബാഹി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞ ഒരൊറ്റ ഹദീസ്, മൻ തറദ്ദ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം. ഇത് പറഞ്ഞ അഞ്ചും കൂടി ഉൾപ്പെടുത്തി ഒറ്റടിക്ക് പറയണം. മൻ തറദ്ദ മിൻ ജബലിൻ ഫഖതല നഫ്സഹു ഫഹുവ ഫീ നാരി ജഹന്നം യതറദ്ദ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. അഥവാ ഒരാൾ സ്വന്തം ശരീരത്തിന് പർവ്വതത്തിൻ്റെ മുകളിൽ നിന്ന് താഴോട്ടിട്ടു, അത് കാരണം അദ്ദേഹം മരണപ്പെട്ടു എങ്കിൽ ഫഹുവ ഫീ നാരി ജഹന്നമ യതറദ്ദ ഫീഹി ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. നരകത്തിൽ ആ ഒരു പ്രവർത്തനമായിരിക്കും അവനിക്ക് ഉണ്ടാകുക എന്ന് ഹബീബാഹി നബി തങ്ങൾ പഠിപ്പിക്കുന്നു. ഒമൻ തഹസ്സ സുമ്മൻ ഫഖതല നഫ്സഹു ഫസുമ്മുഹു ഫീ യദിഹി യതഹസ്സാഹു ഫീ നാരി ജഹന്നമ ഖാലിദൻ മുഖല്ലദൻ ഫീഹാ അബദ. അതും അങ്ങനെ തന്നെ വിഷം അവൻ കുടിച്ചു എങ്കിൽ ആ കാരണമായി മരണപ്പെട്ട് കഴിഞ്ഞാൽ നരകത്തിൽ ആ ഒരു അവസ്ഥയായിരിക്കും അവനുണ്ടാകുക. എന്ന പോലെ സ്വന്തം ശരീരത്തിന് ഇരുമ്പ് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ഹദീദത്ത് കൊണ്ട് അവൻ വധിച്ചിട്ടുണ്ടെങ്കിൽ അതും അതുപോലെ ആയിരിക്കും. ഈ ഹദീസ് വിശദീകരിച്ചുകൊണ്ട് ഹാഫിദ് ഇബ്നു ഹജർ അസ്ഖലാനി റഹിമഹുല്ലാഹ് പറഞ്ഞത് കാണാം, വഫിൽ ഹദീസി തഹരീമു ഖത്ലിൻ നഫ്സ്. നഫ്സിനെ വധിക്കൽ ഹറാമാണെന്ന് ഈ ഹദീസ് വിശദീകരിക്കുന്നുണ്ട്. സവാഉൻ കാനത്ത് നഫ്സൽ ഖാതിൽ അം വൈരിഹി, സ്വന്തം ശരീരമാവട്ടെ അല്ലാത്തവരുടെ ശരീരമാവട്ടെ. വഖത്ലുൽ വൈരി യൂഖദു തഹരീമുഹു മിൻ ഹാദൽ ഹദീസി ബിത്വരീഖിൽ ഔല. സ്വന്തം ശരീരം തന്നെ നശിപ്പിക്കൽ ഹറാമാണെങ്കിൽ മറ്റുള്ളവരുടെ ശരീരം നശിപ്പിക്കാൻ എന്തായാലും ഹറാമാണ്. കാരണം സ്വന്തം ശരീരം നശിപ്പിക്കാൻ അവന് അവകാശമില്ല. കാരണം ഇതിൻ്റെ ഉടമസ്ഥത അല്ലാഹു തആലാക്ക് മാത്രമാണ്. അതുകൊണ്ട് തന്നെ അവന് യാതൊരു അവകാശവുമില്ല എന്ന് പറയുമ്പോൾ മറ്റുള്ളവരുടേത് നശിപ്പിക്കൽ എന്തായാലും ഹറാമ് തന്നെയാണ്. എന്നിട്ട് തുടർന്ന് മഹാനരായ ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ പറഞ്ഞു, വഫീഹി തഹരീമു തആത്തിൽ അസ്ബാബിൽ മുഫ്ലിയത്തി ഇലാ ഖത്ലിൻ നഫ്സ്. നഫ്സിനെ വധിക്കലിലേക്ക് കൂട്ടുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെ സബബുകളുണ്ടോ, കാരണങ്ങളുണ്ടോ, അതൊക്കെ ഉപയോഗപ്പെടുത്തൽ ഹറാമാണ്. അവിടെയാണ് നമ്മളെ വെന്റിലേറ്റർ ഊരാൻ പറ്റുമോ ഇല്ല എന്നുള്ള ചർച്ചയിലേക്ക് വരുന്നത്. അപ്പം നഫ്സിനെ വധിക്കാൻ കാരണമാകുന്ന അതിലേക്ക് കൂട്ടുന്ന പ്രവണതകൾ ഏതൊക്കെയുണ്ടോ അതൊക്കെ ഉപയോഗപ്പെടുത്തൽ ഹറാമാണെന്ന് ഇബ്നു ഹജർ അസ്ഖലാനി തങ്ങൾ രേഖപ്പെടുത്തും. മറ്റൊരു ഹദീസിൽ ഹബീബായ നബി തങ്ങൾ പറഞ്ഞു, ഖാന ഫീമൻ ഖാന ഖബലക്കും റജുലും ബിഹി ജുറൂഹ്. ഒരു മനുഷ്യൻ അദ്ദേഹത്തിൻ്റെ ഒരു മുറിവുണ്ടായിരുന്നു. ഫജസിയ, അത് കാരണം അദ്ദേഹത്തിന് വല്ലാതെ പൊറുതിമുട്ടി. ഫഅഖദ സിക്കീനൻ, അയാളൊരു കത്തിയെടുത്ത് ഫഹസ്സ ബിഹാ യദഹു, അദ്ദേഹം ഞരമ്പ് മുറിച്ചു. അങ്ങനെ ഫമാ റകഅദ്ദമു അത്താമാത്, അദ്ദേഹം അങ്ങനെയാണെങ്കിൽ മരണപ്പെട്ടു. ഹബീബായ നബി തങ്ങൾ പറയുന്നു, ഖാലല്ലാഹു തആല, അല്ലാഹു തആല പറഞ്ഞു, ബാദറനി അബ്ദി ബിനഫ്സിഹി ഹറംതു അലൈഹിൽ ജന്ന. കാരണം അത് ഒരു ആത്മഹത്യയാണ്. ഇത് വിശദീകരിച്ച് ഇമാമിങ്ങൾ പറഞ്ഞു, എന്തുകൊണ്ട്? യന്ന നഫ്സഹു ലൈസത്ത് മിൽക്കഹു ലഹു, അത് മിൽക്കഹു അയ്ള, അവനിക്കൊരിക്കലും എന്തല്ല, അവൻ്റെ ഉടമസ്ഥയിൽപ്പെട്ടതല്ല. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ബോധ്യപ്പെടുന്ന പല സംഗതികളുണ്ട്. മാത്രമല്ല മറ്റൊന്നുകൂടി പറയട്ടെ, നമ്മൾ ബുദ്ധിപരമായി ചിന്തിച്ചാൽ തന്നെ നമുക്ക് ബോധ്യപ്പെടുന്നൊരു സംഗതി, ഇവിടെ ഈ ഒരു അവസ്ഥ വരുന്നത് ഇവിടെ ആരോഗ്യമുള്ളവർ മാത്രം ജീവിച്ചാൽ മതി എന്ന ഒരു മൈൻഡിൽ നിന്നാണ് ഈ ഒരു സംഗതി വരുന്നത്. യഥാർത്ഥത്തിൽ രോഗികൾക്കാണ് നമ്മൾ ശഫഖത്ത് കൊടുക്കേണ്ടത്. എത്രത്തോളം ജീവികളോട് പോലും ശഫഖത്ത് കാണിക്കണമെന്ന് പഠിപ്പിക്കുന്ന മതമാണ് ഇസ്ലാം. അതുകൊണ്ട് തന്നെ ഇമാമിങ്ങൾ നമ്മെ പഠിപ്പിച്ചു, ഭക്ഷിക്കപ്പെടാത്ത ജീവിയാണെങ്കിൽ പോലും ആ ജീവിയെ അറവ് നടത്തൽ ഹറാമാണ്. യഹ്റുമു ദബ്ഹുൽ ഹയവാനി വൈരിൽ മഅ്കൂൽ വലൗലി ഹിറാഹത്തിഹി, കാരണം അത് വല്ലാതെ പ്രയാസപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. അതിൽ നിന്ന് ആ ഒരു പ്രയാസത്തിൽ നിന്ന് രക്ഷപ്പെടുത്തുക എന്ന രൂപത്തിലാണെങ്കിൽ പോലും അത് ഹറാമാണെന്ന് ഇസ്ലാം പഠിപ്പിക്കുമ്പോൾ, ഇനി നമ്മൾ ഡോക്ടർ പറഞ്ഞ വിഷയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് എല്ലാം ബോധ്യപ്പെടും. അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ നാല് രൂപങ്ങൾ പറഞ്ഞാൽ രോഗം ഇല്ലാത്ത ഒരാൾ അവർ പണി ചെയ്യുന്നത് പാടില്ല എന്ന് മനസ്സിലാവും. രോഗമുണ്ട്, രോഗം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള ആളാണ് അദ്ദേഹവും മരുന്നുപയോഗിച്ചോ ഒക്കെ കത്തിൽ നടത്തുന്നത്. കാരണം പ്രതീക്ഷയുള്ള ആൾ ചികിത്സ നടത്തൽ, ആ ചികിത്സ കൊണ്ട് ഉപകാരം ലഭിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ ചികിത്സ ചെയ്തില്ല എങ്കിൽ നഷ്ടം വരുമെങ്കിൽ ഉജൂബാണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അവിടെയും അതും പാടില്ല എന്ന് നമുക്ക് ബോധ്യപ്പെടും. മൂന്നാമത്തത് അങ്ങനെ തന്നെ, കാരണം സുഖപ്പെടുമെന്ന് പ്രതീക്ഷയുള്ള രോഗിയാണ്, അദ്ദേഹത്തിന് ചികിത്സ നിഷേധിക്കപ്പെടുകയാണ്, അതും അങ്ങനെ തന്നെ. മാറാ രോഗിയായ
രോഗിയെ സംബന്ധിച്ചിടത്തോളം, അങ്ങനത്തെ രോഗികളെ സംബന്ധിച്ചിടത്തോളം മരുന്നുപയോഗിച്ചുകൊണ്ട് അതും നമ്മളെന്ത് ചെയ്യാണ്, നമ്മളതിൽ കാരണക്കാരാകുകയാണ്. കാരണം മരുന്ന് ഉപയോഗിക്കണം. ഇനി മരുന്ന് ഉപയോഗിക്കാതെ അങ്ങനൊന്നുമില്ല, പിന്നെ വെന്റിലേറ്ററിലാണ്, അല്ലെങ്കിൽ ICUയിലാണ് ഇപ്പോൾ, അല്ലെങ്കിൽ പിന്നെ ഡയാലിസിസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതങ്ങ് പിന്നെ ഡോക്ടർ പറഞ്ഞ മാതിരി അത് നിർത്തിക്കഴിഞ്ഞാൽ 2 ആഴ്ച കഴിയുമ്പോഴത്തിന് പിന്നെ ശ്വാസം മുട്ട് വരും. അങ്ങനെയൊക്കെ ആയി. അങ്ങനെ വിടാൻ പറ്റുമോ ഇല്ലേ? അതും നമ്മൾ ഈ പറഞ്ഞതിൽ നിന്ന് ബോധ്യപ്പെടും. പിന്നെ ഇനിയിപ്പോൾ വെന്റിലേറ്റർ, പിന്നെ ചികിത്സ നിർബന്ധമുള്ളത് നമ്മൾ പറഞ്ഞു. എപ്പോഴേ നിർബന്ധമുള്ള സംഗതി എപ്പോഴേ ഉള്ളൂ, ഈ പറഞ്ഞ 2 നിബന്ധനകൾ വെക്കുമ്പോഴാണ്. അഥവാ ചികിത്സ നടത്തിയില്ലെങ്കിൽ, ചികിത്സ ഫലപ്പെടുമെന്ന് ഉറപ്പും വേണം. എന്ന പോലെ തന്നെ ചികിത്സ ചെയ്തില്ല എങ്കിൽ ശരീരത്തിന് നാശനഷ്ടങ്ങൾ സംഭവിക്കുമെന്നും, മരണമോ അല്ലെങ്കിൽ തുല്യമായ പിന്നെ ശരീരത്തിൻ്റെ പിന്നെ ഏതെങ്കിലും അവയവത്തിന് നഷ്ടമോ സംഭവിക്കുമെന്ന് ഈ 2 നിബന്ധനകൾ മേളിച്ചു കഴിഞ്ഞാൽ അവിടെ ചികിത്സ നടത്തൽ ഉജൂബാണ്. ആ ഉജൂബ് നമ്മൾ ഒഴിവാക്കിയാൽ അത് ഹറാമാകും. ആ കാരണമാണ് മരണം വരുന്നെങ്കിൽ നമ്മളതിൽ കാരണക്കാരാവും. നേരെ മറിച്ച് അങ്ങനെയൊന്നും ഇല്ലാത്തൊരു അവസ്ഥയാണ് വെന്റിലേറ്ററിലാക്കിയിട്ടുണ്ട്. പിന്നെ ഇപ്പോൾ മരണമെന്ന് പറയുന്നത് എന്താണെന്നുള്ളതാണ് ഇനിയിപ്പോൾ നമ്മൾ അടുത്ത് പഠിക്കേണ്ടത്. മരണം എന്നത് എന്താണ്? ഇപ്പോൾ പിന്നെ ഏതാനും പിന്നെ ദിവസങ്ങൾക്ക് മുമ്പ് ഡോക്ടർമാർ കൂടിയിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്, പിന്നെ ആലിമീങ്ങളും കൂടി ഒരു ചർച്ച നടന്നിരുന്നു കോഴിക്കോട്. എന്താണ് മരണം എന്ന് പറയുന്നത്? ഇപ്പോൾ ഏത് രൂപത്തിലാണ്? എന്ത് പിന്നെ ശ്വാസം പിന്നെ നിൽക്കലാണോ, ഹാർട്ടിൻ്റെ പിന്നെ നിശ്ചലതയാണോ, എങ്ങനെയാണ്? അത് മാത്രമാണോ? അതൊന്നുമല്ല എന്നുള്ളതാണ് ഇപ്പോൾ പഠനം എത്തിയത് എന്നാണ് ഡോക്ടർ മുമ്പിൽ വെച്ചാൽ ഞാൻ പറയേണ്ടത്. തെറ്റേണ്ടി ഡോക്ടർ പറയും. പിന്നെ മസ്തിഷ്ക മരണമാണ് നമ്മളെ പിന്നെ മൗത്തു ദിമാഗ്, മസ്തിഷ്ക മരണമാണ് ഇപ്പോൾ ഭൗതിക ആ ഒരു മരണം എന്ന് പറയുന്നത്, ശരീരം നിശ്ചലമാകുന്നത് എന്ന് പറയുന്നത്. ഇതാണ് പിന്നെ ഇപ്പോൾ എത്തിയിട്ടുള്ളത് എന്നാണ് എനിക്കറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഹൃദയമെടുപ്പില്ല എന്ന പോലെ തന്നെ മറ്റുള്ള ഒന്നുമില്ല, മസ്തിഷ്ക മരണവും സംഭവിച്ചിട്ടുണ്ട് എന്ന് ഡോക്ടർമാർ പറഞ്ഞു. എങ്കിൽ പിന്നെ ആ സന്ദർഭത്തിൽ വെന്റിലേറ്റർ പിന്നെയും 2 ദിവസം 3 ദിവസം ഇടണമെന്ന് തോന്നുന്നില്ല. കാരണം ആവശ്യമില്ല. മസ്തിഷ്ക മരണം കൂടിയും സംഭവിച്ചു എന്ന് പിന്നെ സ്ഥിരപ്പെടുത്തി കഴിഞ്ഞാൽ പിന്നീട് വെന്റിലേറ്റർ ഊരുന്നത് അത് ഒരു ദയാവധമാകുമെന്ന് തോന്നുന്നില്ല, സാധ്യതയില്ല. ഇതാണ് ഞാൻ പിന്നെ ഡോക്ടർ പറഞ്ഞ 3 ചോദ്യത്തിൻ്റെയും ഉത്തരം ഇതിൽ പെട്ടിട്ടുണ്ടാകുമെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. ഇൻഷാ അല്ലാഹ്. ഇനി അൽഹംദുലില്ലാഹ് ഉസ്താദ് എനിക്ക് തോന്നുന്നു കുറേ ഏരിയ ഇതിൽ കവർ ചെയ്തു. അപ്പോൾ ഉസ്താദ് പറഞ്ഞ കുറച്ച് കാര്യങ്ങളിലുള്ള കുറച്ച് വ്യക്തതയ്ക്ക് വേണ്ടി ഞാൻ ചെറിയ ചോദ്യങ്ങൾ കൂടെ ചോദിക്കണം. ഒന്ന് ഉറപ്പാണ്, ഈ ചികിത്സ ഫലിക്കുമെന്ന് ഉറപ്പുണ്ടെങ്കിൽ എന്നുള്ളത്. ഈ ഉറപ്പ് എന്നുള്ളത് എപ്പോഴാണ് ഉറപ്പ് എന്ന് പറയാന്നുള്ളതാണ് ചോദ്യം. എന്തായാലും ഇതിലൊരു പറഞ്ഞൊരു വന്നെ ഉണ്ടാവുള്ളൂ, ഒരു ഇൽമ ഉണ്ടാവില്ല ആർക്കും ഇതിൽ. കാരണം വരാനിരിക്കുന്ന കാര്യങ്ങളെ കുറിച്ചുള്ള ഇൽമ അള്ളാഹ്ക്ക് മാത്രമാണ് പറഞ്ഞിട്ടാണ് നമ്മൾ തുടങ്ങണേ. അപ്പൊ ഇതിൽ ഉറപ്പ് എങ്ങനെ നമ്മൾ നിശ്ചയിക്കും എന്നുള്ളതാണ്. ഉറപ്പ് എന്ന് പറഞ്ഞാൽ ഇതുവരെ നിങ്ങൾ പറഞ്ഞ മാതിരി ഖത്ഈയായ വിഷയമല്ലാത്തത് കൊണ്ട് അതൊക്കെ ഒരു ഒലബത്തുൽ തന്നെ അവിടെയാണ് സംഗതി. അതൊക്കെ ഒരു തജ്രിബത്ത് കൊണ്ട്, അത് ഞാനല്ല പറയേണ്ടത്, ഡോക്ടറാണ് ശരിക്കും അത് പറയേണ്ടത്. അതിൽ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു സംഗതി എന്താ വെച്ചാൽ, പഠനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇതിൽ ഉദ്ദേശിക്കുന്നത് ഇപ്പോൾ ഒരു 100 രോഗികളിൽ ഇതേ സംഗതി ചെയ്തിട്ട് ഒരു 75% ആൾക്കാരും രക്ഷപ്പെട്ട സംഗതി 25% ഫെയിൽ ചെയ്യാനും സാധ്യതയുണ്ട്. ഇത് ഉറപ്പായിട്ട് എടുക്കാൻ പറ്റുമെന്നുള്ള ചോദ്യം. അതെ, അത്രേ ഉള്ളൂ. അത് 50% താഴെയാണെങ്കിൽ ഒഴിവാക്കാൻ പറ്റുമെന്നുള്ളതാണ് അടുത്ത ചോദ്യം. അതെ, അത് പിന്നെ ഇല്ലല്ലോ. ആയിക്കോട്ടെ, ശരി. ഏകദേശം നമ്മൾ തൽക്കാലം തീർപ്പാക്കിയിട്ടുണ്ട്. ഇനി ബാക്കി ഇൻഷാ അല്ലാഹ് കൂടുതൽ ചർച്ച വേണ്ടി വരും. തുടങ്ങാണോ? ഡിസ്കഷൻ തുടങ്ങാം. ഇൻഷാ അല്ലാഹ് ചോദ്യങ്ങൾ വരട്ടെന്നാലേ. അസ്സലാമു അലൈക്കും. അപ്പോൾ നല്ലൊരു സെഷനാണ്. പിന്നെ അതിലൊരു ഡൗട്ടായി തോന്നി, എനിക്ക് ഇടയ്ക്കിടയ്ക്ക് തന്നെ ചോദിച്ചിട്ടുണ്ട്. ട്രോളി പ്രോബ്ലം ഉണ്ടല്ലോ, ട്രോളി പ്രോബ്ലം എന്ന് പറയുന്ന ഒരു കൺസെപ്റ്റ്. അപ്പോൾ ഞാൻ സിംഗിളാക്കി പറയുകയാണെങ്കിൽ, ഇപ്പോൾ ഗസയിലുള്ള വിഷയം, ഇപ്പോൾ ഗസയിൽ എന്ത് ചെയ്യുന്നുണ്ട്, ഓക്സിജനും എല്ലാം
ലിമിറ്റഡ് ആണ്, വളരെ കുറച്ചേ ഉള്ളൂ. അപ്പോൾ ഞാൻ അങ്ങനെ പറയാണ്, ഒരു 5 പേര് ഇവിടെ അങ്ങനെ ഇരിക്കാൻ, ഒരു ഉദാഹരണം വേറെ രൂപത്തിലാക്കട്ടെ. 5 പേര് ഇവിടെ ഓക്സിജനിൽ കണക്റ്റഡ് ആണ് ഒരു മെഷീനിലേക്ക്. ഡോക്ടറാണ് അവിടെ ഉള്ളത്. ഓക്കെ, അപ്പോൾ ഡോക്ടർ അടുത്തൊരു മെഷീൻ ഉണ്ട്, ഒരാൾ ഇവിടെ കിടക്കുന്നുണ്ട്. അപ്പോൾ ഓക്സിജന് ഒറ്റ ട്യൂബേ ഉള്ളൂ. അപ്പോൾ ഈ ട്യൂബ് ഒന്നെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ കണക്ട് ചെയ്തിട്ട്, സമയമില്ല ഇപ്പം കണക്ട് ചെയ്തില്ലെങ്കിൽ കാര്യം നടക്കില്ല. അപ്പോൾ ഇവിടെ കണക്ട് ചെയ്ത് 5 പേരെ രക്ഷപ്പെടുത്താം, അല്ലെങ്കിൽ ഇപ്പം ഓക്സിജൻ പോയോണ്ടിരിക്കുന്ന ഒരാളെ മാത്രം രക്ഷപ്പെടുത്താം. ഇതാണ് ആ ട്രോളി ഡിലമ. അപ്പോൾ ഈ ഒരു സന്ദർഭത്തിൽ ഒരാൾക്ക് ഇപ്പോൾ ഓക്സിജൻ പോയോണ്ടിരിക്കുകയാണ്, ഇവിടെ 5 പേർക്ക് ഓക്സിജൻ അവരെല്ലാവരും മരിക്കും. പക്ഷേ ഈ 5 പേർക്ക് ഓക്സിജൻ എടുത്താൽ ഇപ്പോൾ പോയോണ്ടിരിക്കുന്ന ഇയാൾ മരിച്ചു പോകും. അപ്പം ആ നിമിഷത്തിൽ എന്താ ചെയ്യേണ്ടത്? ഇസ്ലാമിക വശം എന്താണ്? അവിടെ ഇട്ട് പോകലാണോ, ഒന്നും അറിയാത്ത മാതിരി നിൽക്കലാണോ, എന്താ ചെയ്യേണ്ടത്? ഞാൻ മെഡിക്കൽ പാർട്ടി ബാക്കി പറയും. അതിൽ ട്രയാജ് എന്നതിന് പറയാം, ട്രയാജ് ചെയ്യാന്ന് പറയാം. അങ്ങനത്തെ ഘട്ടത്തിൽ നമ്മൾ മുൻഗണന ആർക്ക് കൊടുക്കണം എന്നുള്ള ഡിസ്കഷനാണ് അവിടെ ഉണ്ടാവുക. അതായത് 10 രോഗികളുണ്ട്, 10 രോഗികളിൽ എല്ലാവരും ആവശ്യക്കാരാണ്. കൂടുതൽ ആവശ്യക്കാരാരാണെന്നുള്ളതല്ല, ആവശ്യം ഓക്സിജൻ കൊടുത്തുകൊണ്ട് രക്ഷപ്പെടുന്ന രോഗി അവർക്ക് പ്രയോറിറ്റി ഉണ്ടാവും. ഓക്സിജൻ കൊടുത്ത മരണപ്പെടുന്ന രോഗി അയാൾ ലീസ്റ്റ് പ്രിഫേർഡാ. അപ്പോൾ അതിലൊരു പ്രശ്നം വരുന്നുണ്ട്. ഇപ്പൊ നിങ്ങൾ യൂസ് ചെയ്തിട്ടുള്ളത് ഒരു മത ബാക്ക്ഗ്രൗണ്ട് അല്ല, ഒരു എത്തിക്കൽ കൈൻഡ് ഓഫ് എത്തിക്കൽ. അപ്പോൾ ഇതൊരു മറ്റേ AI-ന്റെ പ്രോബ്ലം വരും. അതായത് 5 പേർക്ക് സീരിയസ് ആയിട്ട് ഡിസീസ്, ഉദാഹരണത്തിന് ഒരാൾക്ക് ഹാർട്ട് പ്രശ്നമുണ്ട്, ഒരാൾക്ക് ലങ്സ് ഉണ്ട്, അങ്ങനെ വൈറ്റൽ ഓർഗൻസ് ചെയ്യുന്ന പ്രശ്നമുണ്ട്. ആ സമയത്ത് ഒരു ജലദോഷം പിടിച്ച ആൾ വന്നു, അയാളെ അടുത്തുനിന്ന് ഓർഗൻസ് എടുത്ത് കൊണ്ടുകൊടുത്താൽ 5 പേർ രക്ഷപ്പെടും. അതേസമയം ഇയാൾ തട്ടിപ്പോവും. അപ്പോൾ അവിടെ വെച്ച് ആ ഡിലമ നിങ്ങൾക്ക് പ്രശ്നമില്ല. ഇല്ല, നമുക്ക് ബയോഎത്തിക്സിന് 4 പ്രിൻസിപ്പിൾസ് ഉണ്ട്. 4 പ്രിൻസിപ്പിൾസ് ഉണ്ട് ബയോഎത്തിക്സിന്. നമ്മൾ ടോപ്പിക് ബയോഎത്തിക്സ് ആണ്. ഒന്ന് ഓട്ടോണോമി, രോഗിയുടെ ആണ് തീരുമാനം അവസാനം ഫൈനൽ. എന്തെങ്കിലും അയാൾക്ക് എന്തെങ്കിലും ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾ വേണ്ടതായിട്ട് ചെയ്യാൻ പാടില്ല. ഒന്ന്, അത് അയാൾ ബോധമുള്ള അവസ്ഥയിലാണെങ്കിൽ. ബോധമില്ലാത്ത അവസ്ഥയിലാണെങ്കിൽ അയാളുടെ കൂടെ നിൽക്കുന്ന ആൾക്കാരെ തീരുമാനം എടുക്കണം. കൂടെ എന്ന് പറഞ്ഞാൽ അടുത്ത ബന്ധുക്കൾ, മനസ്സിലായി, പിന്നെ പബ്ലിക് ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ കൊടുത്ത ആളല്ല കേട്ടോ. ഒന്ന്. രണ്ടാമത്തത് മാൽ ബെനിഫിഷ്യൻസ് എന്നാണ്. അയാൾക്ക് നോൺ ബെനിഫിഷ്യൻസ്, ബെനിഫിറ്റ് ഉണ്ടാവണം. അത് രോഗിക്ക് ഏറ്റവും നല്ല ബെനിഫിറ്റ് കിട്ടുന്നത് ഏതാണോ അത് സെലക്ട് ചെയ്യാൻ ഡോക്ടർ ഉത്തരവാദിത്തമാണ്. ബെനിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ. പിന്നെ നോൺ മാലിഫിഷ്യൻസ് എന്ന് പറയും. നോൺ മാലിഫിഷ്യൻസ് എന്ന് പറഞ്ഞാൽ ചെയ്തത് കൊണ്ട് ഒരു ട്രീറ്റ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്റർവെൻഷൻ ചെയ്തത് കാരണം ഇയാൾക്ക് ദോഷം വരരുത്. അത് നമ്മൾ ഹിപ്പോക്രാറ്റിക് ഓത്തിൽ തന്നെ ഉണ്ട്. പ്രൈമം നോൺ നോൺസിയർ എന്നാ പറയാം. പ്രാഥമികമായിട്ട് ഹാം ഉണ്ടാക്കരുതെന്നാണ്, ഇടങ്ങേറ് ഉണ്ടാക്കരുതെന്നാണ്. നാലാമത് ജസ്റ്റിസ് ആണ്, നീതിയാണ്. നീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ 10 ആളുണ്ട്, എല്ലാവർക്കും ചോറ് കൊടുക്കാനുള്ള പൈസയുണ്ട്, അതിൽ മരിക്കാൻ പോകുന്ന ആൾ ബിരിയാണി വേണമെന്ന് പറഞ്ഞു, ബിരിയാണി വാങ്ങിയ ബാക്കിയുള്ള ചോറ് മുടങ്ങും. അങ്ങനെയാണെങ്കിൽ ബിരിയാണി കൊടുക്കരുത്, ചോറ് കൊടുക്കണം എന്നാണ്. മനസ്സിലായി? എല്ലാവർക്കും ചോറ് എടുക്കുക, മരിക്കണമെന്നും ചോറ് മതി എന്നുള്ളതാണ്. അതാണ് ജസ്റ്റിസ്. ഈ 4 പ്രിൻസിപ്പിൾസിന്റെ മേലാണ് ബയോഎത്തിക്സ് എസ്റ്റാബ്ലിഷ്ഡ് ആയിട്ടുള്ളത്. അപ്പൊ ഇങ്ങനൊരു വിഷയം വരുമ്പോൾ ട്രയാജ് എന്നാണ് കൺസെപ്റ്റ്. ഇപ്പൊ കാഷ്വാലിറ്റിയിൽ വരുന്ന രോഗികൾ എമർജൻസി ഡിപ്പാർട്ട്മെന്റിൽ ട്രയാജ് ചെയ്യും പെട്ടെന്ന്. ഇപ്പോൾ ഒരു വൻ ജനാവലി, ഇപ്പോൾ നിങ്ങൾ ഇവിടെ ഞങ്ങൾ ട്രയാജ് ചെയ്തിരുന്നു. നമ്മളെ ഈ കരിപ്പൂർ എയർപോർട്ടിൽ ഒരു ഏവിയേഷൻ ആക്സിഡന്റ് ഉണ്ടായല്ലോ റീസെന്റ്, കുറച്ച് മുമ്പ്, 2-3 കൊല്ലം മുമ്പ്, കോവിഡ് സമയത്താണ്. അപ്പൊ എന്താ ചെയ്യാന്ന് വെച്ചാൽ ട്രയാജ് ചെയ്യുന്ന കയറി വരുന്ന സമയത്ത് തന്നെ രോഗിക്ക് ഒരു ടാഗ് വെക്കും. അതായത് മരിക്കാൻ പോകുന്നു, രക്ഷപ്പെടുത്താൻ കഴിയില്ല, പക്ഷെ ജീവനുണ്ട്, എന്നാലും ബ്ലാക്ക് ടാഗ് ആയിരിക്കും. ഇവർക്ക് വലിയ പരിഗണന കിട്ടൂല. രക്ഷപ്പെടാൻ സാധ്യതയുണ്ട്, സിക്കാണ്, റെഡ് ടാഗ് ആയിരിക്കും. അയാളാണ് ആദ്യ പ്രയോറിറ്റി. അയാൾ പെട്ടെന്ന് അയാൾക്കുള്ള കാര്യങ്ങൾ ചെയ്തു തുടങ്ങണം. വലിയ കുഴപ്പമില്ല, കുറച്ചേരം വെയിറ്റ് ചെയ്താലും പ്രശ്നമില്ലെങ്കിൽ അയാൾക്ക് ഗ്രീൻ ടാഗ് വെക്കുക അപ്പുറത്ത്. അതെ 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 നടന്നു വരാൻ പറ്റുന്ന ആളാണെങ്കിൽ അയാൾക്ക്. ഇതിന്റെ പേടിയിൽ ഇപ്പൊ പണ്ട് പിന്നെ യുദ്ധത്തിനിടയിൽ വെള്ളം ചോദിച്ച സംഭവം ഉണ്ടാവും കേട്ടോ. നിങ്ങൾ അയാളെ കൊടുത്തോളി, ഗസയിലൊക്കെ ഉണ്ടായിട്ട സംഭവം. എന്നെ നോക്കണ്ട, എന്റെ അമ്മ നോയിക്കോളും പറഞ്ഞു. അത് വേറെയാണ്, അത് ഹുക്കുമിൽ വരുമല്ലോ. ഇത് വെച്ചിട്ട് ഇത് സോൾവ് ചെയ്യാന്ന് എനിക്ക് തോന്നുന്നത് ഈ ഓക്സിജൻ വിഷയം. ഇവിടെ എന്താ പറഞ്ഞു, ഒരാള് രക്ഷപ്പെടും, അല്ലെങ്കിൽ ഒരാളിലേക്ക് ഇത് പാസ് ചെയ്യുകയാണെങ്കിൽ ഓക്സിജൻ ഓൾറെഡി ഒരാളിലേക്ക് പാസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വാൾവ് ഒന്നേ ഉള്ളൂ. ഇപ്പൊ മാറ്റിയില്ലെങ്കിൽ ഇപ്പുറത്ത് 5 ആള് മരിക്കും. അല്ലെങ്കിൽ വലിയ ഫലസ്തീനിലുള്ള വിഷയമാണ്, ഏറ്റുമുട്ടലാണ് നടക്കുന്നത്. പണ്ട് ദുൽഹുവൈസറത്ത് പള്ളിയിൽ മൂത്രമൊഴിച്ചൊരു സംഭവമുണ്ട്. പള്ളിയിൽ മൂത്രമൊഴിച്ച സന്ദർഭത്തിൽ സ്വഹാബത്ത് ഒരാട്ടാൻ വേണ്ടി വല്ലാതെ ശകാരിച്ചു. അദ്ദേഹത്തെ ശകാരിച്ചപ്പോൾ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, സ്റ്റോപ്പ് ചെയ്യാൻ വേണ്ടി പറഞ്ഞു. അതായത് നിങ്ങൾ ശകാരിക്കല്ലേ, മൂപ്പര് മൂത്രമൊഴിച്ചോട്ടെ, പള്ളിയിലാണ്, മൂപ്പര് മൂത്രമൊഴിക്കട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ മൂത്രം ഒഴിപ്പിച്ചു. പള്ളിയിൽ മൂത്രമൊഴിക്കൽ ഹറാമാണ്, അല്ല നിസാരപ്പെടുത്തിക്കൊണ്ടാണെങ്കിൽ റിദ്ദത്ത് വരെ വരും.
ആ സന്ദർഭത്തിൽ മൂത്രമൊഴിക്കാൻ നബിത്തങ്ങൾ അനുവാദം കൊടുത്തു. അവിടെ മൂത്രമൊഴിച്ചു. ഇത് വിശദീകരിച്ച് അയിമ്മത്ത് രേഖപ്പെടുത്തുന്നത് കാണാം. ഇവിടെ ഇപ്പോൾ വല്ലാത്തൊരു വിഷയമാണ് നടന്നത്, ഏറ്റുമുട്ടി. അതുകൊണ്ട് തന്നെ ഇമാം നബവി റളിയല്ലാഹു അൻഹു പോലുള്ളവരൊക്കെ പറഞ്ഞു, അഖഫുൽ മഫ്സദത്ത്, ഏറ്റവും രണ്ടും മഫ്സദത്ത് തന്നെയാണ്, രണ്ടും പ്രശ്നം തന്നെയാണ്. ഏറ്റവും ചെറിയ പ്രശ്നം കൊണ്ട് വലുതിനെ പിന്നെ പരിഹരിക്കാം. ഇതുപോലെ അയിമ്മത്ത് പറഞ്ഞത് കാണാം. ഒരു ഗർഭിണിയാണ്, ഒന്നിക്കൽ ഉമ്മ മരിക്കും അല്ലെങ്കിൽ കുട്ടി മരിക്കും. രണ്ടാലും ഒരാളെന്ത് ചെയ്യണം? കഥ കഴിക്കണം എന്ന് പറഞ്ഞാൽ ആ ഒരവസ്ഥയാണ്. എങ്കിൽ ആരെ കഥ കഴിക്കും എന്നുള്ളതാണ്. അവിടെ അയിമ്മത്ത് രേഖപ്പെടുത്തി, യുർത്തഖബു അഹ്വനു ശർറൈനി വ അഖഫുൽ ദററൈനി. ഏറ്റവും അപ്പോൾ അവിടെ പറയുന്നത് ആ ഉമ്മയെ രക്ഷപ്പെടുത്തണം എന്നാണ്. എന്നാൽ പിന്നെയും കുട്ടികളുണ്ടാവുമല്ലോ ഇൻഷാ അല്ലാഹ്. അപ്പോൾ കാരണം രണ്ടും പ്രശ്നമാകുന്ന സന്ദർഭത്തിൽ യുർത്തഖബു അഹ്വനു ശർറൈനി വ അഖഫുൽ ദററൈനി, ഇതിൽ നിന്ന് ഉത്തരം ലഭിച്ചിട്ടുണ്ടാവുമെന്ന് മനസ്സിലാക്കുന്നു. മാറ്റിയിട്ട് വേണം അങ്ങോട്ട് പോകാൻ. അതെ, ഈ ഒരു പ്രശ്നം അവിടെ ഉണ്ട്. അല്ല, മറ്റത് ഓൾറെഡി പോയിട്ടില്ല, രണ്ടുപേർക്കും ജീവൻ ഉണ്ടാവും. മാറ്റുമ്പോൾ മറ്റാൾ മരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും ഒരു ടീംസേ ജീവിക്കുള്ളൂ. അതന്നെ നമുക്ക് ഒരു സോഴ്സ് പോയോണ്ടിരിക്കുന്നുണ്ട്, അയാൾ ജീവനോടെ നിൽക്കുകയാണ് ഇപ്പം. അപ്പോൾ നമ്മൾ അത് മാറ്റിയിട്ട് വേണം അപ്പുറത്ത് കൊണ്ടുപോയി കൊടുക്കാൻ. മറ്റേത് ഇപ്പൊ പറഞ്ഞ പ്രകാരം നമുക്ക് ഒന്നുമില്ല. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. പക്ഷെ ഒരു സോഴ്സ് ഓപ്പൺ ആയി കിടക്കുന്നുണ്ട്, നമ്മളത് ഒഴിവാക്കാറിഞ്ഞാൽ ഇപ്പം അയാൾക്ക് ജീവൻ കിട്ടുന്നുണ്ട്. അത് നമ്മൾ അവകാശം മാറ്റിയിട്ട് 5 പേർക്ക് എടുത്ത് കൊടുക്കുകയാണ്. അപ്പം ഇയാൾ അവകാശം എടുത്ത് ഹനിച്ചിട്ട് വേണം മറ്റേ ജയിപ്പിക്കാൻ. അയാൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന വിഷയം ഒഴിവാക്കിയിട്ട് വേണം വരാൻ. അപ്പോഴല്ലേ അപ്പം 5 പേരെ രക്ഷപ്പെടുത്തുന്നതാണ് ബെസ്റ്റ്. ഇത് ഗസയിൽ നടക്കുന്നില്ല, ഇവിടെയൊക്കെ നടന്നിട്ടുണ്ട്. കോവിഡിന്റെ സമയത്തൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഈ ഫേസിലൂടെയൊക്കെ നമ്മളൊക്കെ കടന്നു പോയിട്ടുണ്ട്. ഈ ചർച്ചയൊക്കെ നമ്മൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ ചെയ്യേണ്ടി വന്നിട്ടുണ്ട്. ഇതിന്റെ ഇടയിൽ പറഞ്ഞ പോലെ സ്വഹാബത്തും ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഇടയിൽ എനിക്ക് വേണ്ട അവിടെ കൊടുത്തോളൂ എന്ന് പറഞ്ഞ ആൾക്കാരൊക്കെ നമ്മുടെ ഇടയിൽ തന്നെ ഉണ്ട്. അസ്സലാമു അലൈക്കും. ഇപ്പോൾ മെഡിക്കൽ രംഗം എന്ന് പറയുമ്പോൾ വിദ്യാഭ്യാസ രംഗമൊക്കെ പൊതുവെ ഒരു കച്ചവടവൽക്കപ്പെട്ട സമയമാണല്ലോ. ഇപ്പോൾ ഒരു ഹോസ്പിറ്റലിൽ ഗൈനക്കോളജിസ്റ്റ് ഒരു 60% അല്ലെങ്കിൽ 80% നമുക്ക് ഓപ്പറേഷൻ ആക്കണം. അങ്ങനെയുള്ളൊരു കാലഘട്ടമാണ് ഇപ്പോൾ. പൊതുവെ വെറുതെ മരുന്ന് കുടിപ്പിക്കും. 1-ാം മാസത്തിൽ സ്കാനിങ്. ആദ്യമൊക്കെ 9 മാസം 1-2 സ്കാനിങ് ഉണ്ടായിരുന്നു, കുറച്ചൊക്കെ ഒരു 10 വർഷം മുമ്പൊക്കെ. ഇപ്പം അതിങ്ങനെ കാലങ്ങൾക്കനുസരിച്ച് ഇപ്പോൾ നോക്കുന്നത് 6 സ്കാനിങ് ഉണ്ട് ഒരു സ്ത്രീക്ക് തന്നെ, പ്രസവവുമായി ബന്ധപ്പെട്ട് പറയുകയാണെങ്കിൽ. സത്യത്തിൽ ആ കുട്ടീനെ അത്രത്തോളം എന്താ പറയുക, അത് ഉള്ളിലേക്ക് കയറ്റി ലോലമായ വളർച്ച വരുന്ന ആ സാധനത്തിനെയാണ് ഈ മെഡിക്കൽ അതായത് ഈ എന്താ പറയുക ഈ ലെൻസ്, ഈ തരംഗം ഉള്ളിലേക്ക് കയറിക്കൊണ്ട് ആ കുട്ടിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന ഒരവസ്ഥ. അതേ രീതി തന്നെ വെറുതെ 1-ാം മാസം മുതലേ മരുന്നിങ്ങനെ കുടിക്കും. അത് പ്രസവം വരേക്കും മരുന്ന് കൊടുക്കും ഈ അമ്മക്ക്. അപ്പോൾ ഈ മദർ നിരന്തരം മരുന്ന് കുടിച്ച് ചിലപ്പോൾ പോഷകഘടകങ്ങൾ കൂടി കുട്ടിയുടെ വെയിറ്റൊക്കെ ആ മരുന്നുകൊണ്ട് തന്നെ കൂടിയുണ്ടാവും. അപ്പോൾ സ്വാഭാവിക പ്രസവം ചിലപ്പോൾ ബുദ്ധിമുട്ടാവും. ഡോക്ടർ പറയും കുട്ടി ഇത്ര കിലോ വെയിറ്റ് കൂടിയിട്ടുണ്ട്, സ്വാഭാവികമായിട്ട് പ്രസവിച്ച് പോരുകയില്ല, അപ്പോൾ നമുക്ക് സർജറി ചെയ്യണം. അങ്ങനെയൊക്കെ പൊതുവേ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചിട്ട് ഉള്ളൊരു തോട്ട് എന്താണെന്നാണ് ചോദിക്കാനുള്ളത്. അതിൽ ഈ പറഞ്ഞത് പിന്നെ ശരി തെറ്റുകളൊക്കെ ഉണ്ടാവാം. ഞാൻ പറഞ്ഞതുള്ള സബ്ജക്റ്റ് ഇത് ആൾക്കാർ ചോദിക്കുന്നൊരു ചോദ്യമാണ്, നിങ്ങൾ മാത്രമല്ല. ചിലപ്പോൾ നമ്മൾ ഹോസ്പിറ്റലിൽ നിന്ന് ആൾക്കാർ ചോദിക്കും, ഇപ്പോഴത്തെ കാലല്ലേ ഇങ്ങനെ കാശിന് വേണ്ടിയൊക്കെ പലതും ചെയ്യുമല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ ഞാനൊരു പണ്ടൊരു ഉസ്താദിനോട് പറഞ്ഞേ, ഇപ്പോഴത്തെ കാലം വളരെ മോശമാണ്. ഈ വാപ്പാരൊക്കെ ചികിത്സിക്കാതിരിക്കാൻ, വൃദ്ധസദനത്ത് കൊണ്ടാക്കാൻ, ചികിത്സക്ക് വേണ്ടി പൈസ ചെലവാക്കാതിരിക്കാൻ വേണ്ടി കഷ്ടപ്പെടുന്ന മക്കളുള്ള കാലമാണെന്ന് പറഞ്ഞു. അത് ടോപ്പിക്ക് അങ്ങ് മാറ്റി. ഇതെല്ലാവരും പ്രശ്നമാണ്. ഇത് നമ്മളെ മാത്രം പ്രശ്നമല്ല, ഇത് ഡോക്ടർമാരുടെ ഉസ്താദ്മാരെയും മാത്രം പ്രശ്നമല്ല, എല്ലായിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഈ വിഷയങ്ങൾ അതായത് ഈ പിന്നെ എത്തിക്സ് എന്ന് പറഞ്ഞത് ഡോക്ടർമാർക്ക് വേണ്ടി മാത്രമുള്ള സാധനമൊന്നുമല്ല, അള്ളാന്റെ ശരീഅത്തും മൗലവിമാർക്ക് വേണ്ടി മാത്രമല്ല എന്ന് ഉറപ്പാണല്ലോ.
എന്ന പോലെ എല്ലാവർക്കും ഈ നൈതികത എന്ന് പറഞ്ഞ സാധനം എല്ലായിടത്തും ഉണ്ടാവും. നമ്മളത് എങ്ങനെ ഡീൽ ചെയ്യാം? നമ്മളിപ്പോ അരി വാങ്ങാൻ പോകുന്ന സ്ഥലത്ത് നിന്ന് അയാൾ പറ്റിക്കുന്ന ഉറപ്പുണ്ടെങ്കിൽ നമ്മൾ എന്താ ചെയ്യാം? വേറെ പീടി പോവും. അത്രയല്ലേ ഉള്ളൂ. നമ്മൾ പിന്നെ 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 മെക്കാനിക്കിനെ വിളിക്കുമ്പോൾ അയാൾ വെറുതെ ഐ സി കേടായി മറ്റേത് കേടായി എന്ന് പറഞ്ഞിട്ട് അയാൾ കുറേ ദിവസം വണ്ടി അവിടെ തന്നെ ഇട്ട് വെറുതെ കുറേ കറക്കി അത് ഇത് ചെയ്തെന്ന് വെച്ചാൽ നമ്മൾ ആ വർക്ക്ഷോപ്പ് പോലാന്നല്ലേ ഉള്ളൂ. നമ്മൾ ഇതിനകത്ത് നിർബന്ധിതൊന്നുമല്ലല്ലോ. ഇപ്പൊ വുജൂബല്ലാത്ത സംഗതി അതൊക്കെ, ഇത് സുന്നത്തായ സംഗതിയല്ലേ. അപ്പൊ അതിൽ ശരീരത്തിനും വിഷമമൊന്നുമില്ല. ഒഴിവാക്കാന്നുള്ള വേറെ ചെറു. നമ്മൾ നൈതികമല്ലാന്ന് തോന്നുന്ന സ്ഥലത്തേക്ക് പോവാതിരിക്കുക. നമ്മൾ ഇതിനെ ടെൻഷൻ എടുക്കുന്നത്. പണ്ടൊരു വലിയ പ്രശ്നം ഉണ്ടായിരുന്നു. ഒരു ഉസ്താദ് ചോദിച്ചു, 8ാമത്തെ പ്രസവമാണ് ഭാര്യക്ക്. അപ്പോൾ ഗവൺമെന്റ് ഹോസ്പിറ്റലിൽ പോയി കഴിയുമ്പോൾ ഇവരിങ്ങനെ ചൊറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്, എന്തിനാ 8ാമത്തെ പ്രസവിക്കുന്നത്, 2 പ്രസവം നിർത്തിക്കൂടെ, ഇപ്പം നിർത്തിക്കൂടെ, ഇത് കഴിഞ്ഞിട്ട് നിർത്തിക്കൂടെ ചോദിച്ചുകൊണ്ടിരിക്കുക. ഞാൻ പറഞ്ഞു, നിങ്ങൾക്ക് 8, 9, 10 ഒക്കെ പ്രസവിക്കാൻ ഇന്ത്യൻ ഭരണഘടന അനുവാദം തന്നിട്ടുണ്ട്. അത് പറ്റാത്ത എന്തിനാ പോകുന്നത്? കുറച്ച് 5, 10 ഉൾപ്പെടുത്ത അപ്പുറത്ത് വേറെ ആശുപത്രി പോയി ഇതേ പറയാത്ത സ്ഥലത്ത് പോയി പ്രസവിച്ചാൽ പോരെ. ഇതാണ് ഇതിനുള്ള ഉത്തരം. രണ്ടാമത്തത് സ്കാനിങ്ങിന്റെ പ്രത്യേകം പറഞ്ഞോട്ടെ, നമ്മുടെ ടോപ്പിക്കിലെ സബ്ജക്റ്റ് അല്ലാത്തതുകൊണ്ട് ഞാൻ പറയാണ്. ആ സ്കാനിങ് വേണോ വേണ്ടോ എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ്. അത് ഉപദ്രവം ചെയ്യുന്നുണ്ടോ എന്നുള്ളതൊക്കെ നമ്മൾ ശാസ്ത്രീയമായിട്ട് അതിന് തെളിവും അതിന് സംഗതികൾ ഉണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ പറഞ്ഞ അർത്ഥമുള്ളൂ. നമ്മളെ ലോലമായ മറ്റേതൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ പറഞ്ഞ് ഈ മുമ്പ് പറയാറുണ്ടല്ലോ, ഈ പിന്നെ കെമിക്കലുകൾ കഴിച്ചിട്ടാണ് ക്യാൻസർ വരുന്നത്. നാച്ചുറൽ ആയിട്ട് ടുബാക്കോ, അതായത് നമ്മളെ പുകയിലില്ലേ, ഇത് കഴിച്ചിട്ടുണ്ട് ഏറ്റവും ആൾക്കാർക്ക്. ഓർഗാനിക്കാണത്, ടുബാക്കോ ഓർഗാനിക്കാ, ചെടിയിൽ നിന്ന് എടുത്ത് അതേപോലെയാണ് തിന്നുന്നത്. അത് തിന്നിട്ടാണ് ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ ക്യാൻസർ വരുന്നത്, അല്ലാതെ കെമിക്കൽ കഴിച്ചിട്ടൊന്നുമല്ല. അതല്ലേ. പിന്നെ ഇതൊക്കെ കുറെ നമ്മൾ വാട്സപ്പിൽ നിന്നൊക്കെ കേട്ടിട്ട് ഇങ്ങനെ ശീലിച്ച് വന്ന കുറെ ഉത്തരങ്ങളുണ്ട്. അതെല്ലാവർക്കും മനസ്സിലാവും ചെയ്യും, എല്ലാവർക്കും പെട്ടെന്ന് യക്കീനാവും ചെയ്യും. അത് ശരിയൊന്നുമാവില്ല. മനസ്സിലായി. തെറ്റുകളായിരിക്കും നമ്മൾ ഇങ്ങനെ ആലോചിച്ച് കൊണ്ടെടുക്കുന്നത്. കുറേ പിന്നെ തെറ്റിദ്ധാരണകൾ നല്ല ധാരണകളാക്കി കൊണ്ടെടുക്കാൻ പറ്റുന്ന ഒരു മീഡിയ നമ്മളെ കയ്യിലുള്ളതുകൊണ്ട് നമ്മളതൊക്കെ വിശ്വസിച്ച് പോവുക. ഈ പറഞ്ഞ സംഗതി ജസ്റ്റ് കഴിഞ്ഞ ഒരു 100 വർഷത്തെ ഈ ഗൈനക്കോളജിന്റെ ചരിത്രം എടുത്ത് നോക്കിയാൽ മതി. നമ്മൾ പ്രസവിച്ച ഉടനെയുള്ള മരണം, പ്രസവത്തിന് മുമ്പുള്ള കുട്ടികളുടെ മരണം, പ്രസവിച്ച് കഴിഞ്ഞ് 1 വർഷത്തിനിടയിലുള്ള മരണം, ഇത് ലോകത്ത് എല്ലായിടത്തും ഉള്ള കണക്ക് ഒരു 100 വർഷം മുമ്പ് ഓരോ 10 വർഷത്തെ കണക്കുകൾ ലഭ്യമാണ്. ഇന്ത്യയിൽ ലഭ്യമാണ്, കേരളത്തിൽ ലഭ്യമാണ്. ഇത് ഓരോ വർഷവും കുറഞ്ഞുകൊണ്ടിരിക്കുക. അതിന്റെ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ പറഞ്ഞ സേഫായിട്ട് പ്രസവിക്കാൻ പറ്റുന്ന സാഹചര്യങ്ങൾ, വേദനരഹിതമായിട്ട് സിസേറിയൻ ചെയ്യാൻ പറ്റുന്ന സൗകര്യങ്ങൾ, ഇതൊക്കെ കൂടിയോണ്ടാണ്. ഇതിനു മുമ്പൊന്നും ഇല്ലാത്ത കാലത്തൊക്കെ എല്ലാവരും വലിയപ്പാരോട് ചോദിച്ചു നോക്കി, എത്ര മക്കളുണ്ട്? 10 മക്കൾ പ്രസവിച്ചു, അതിൽ 2 ആൾ മരിച്ചു, അതിലൊരാൾ പ്രസവത്തിൽ മരിച്ചു, പ്രസവത്തിൽ ഉമ്മ മരിച്ചു. ഈ കഥകൾ ഇഷ്ടം പോലെ ഉണ്ടാവും. നിങ്ങളെ തലമുറയിൽ അത് ഉണ്ടെങ്കിൽ വലിയ സംഭവമായിരിക്കും. ഹോസ്പിറ്റലിൽ തല്ലി പൊട്ടിച്ചിട്ടുണ്ടാവും, ഡോക്ടറെ തല്ലിയിട്ടുണ്ടാവും, എന്തെല്ലാം ഇഷ്യൂ ഉണ്ടാവും. ഒരു കുട്ടി മരിച്ചു കഴിഞ്ഞാൽ പണ്ട് ഇതൊന്നും ഇല്ലായിരുന്നു, അന്നാരും ഡോക്ടറെ തല്ലൊന്നും ഇല്ലായിരുന്നു. ഇപ്പൊ പക്ഷെ എന്താണെന്ന് വെച്ചാൽ ഒരു കുട്ടി പിന്നെ ഹോസ്പിറ്റലിൽ എത്തി 2 ദിവസം അവിടെ കിടന്നതിനിടയിൽ ചാപ്പിള്ളയായിട്ട് പ്രസവിച്ചു കഴിഞ്ഞാൽ വലിയ ഇഷ്യൂ ആണ്. ഹോസ്പിറ്റലിൽ അത്ര കേസ് കൊടുക്കും. അതും പണ്ടൊന്നും ഇല്ലായിരുന്നു. എല്ലാ ഇത് പറഞ്ഞൊരു രോഗിയും ഡോക്ടറും മോശം, അങ്ങനത്തെ കാലാണ്. അതിൽ ഡോക്ടർ മാത്രം, ഹോസ്പിറ്റൽ മാത്രം മോശം, രോഗിയും മോശമാണ്, തല്ലും. ഇതൊന്നും പണ്ടില്ലായിരുന്നു. ഇപ്പം ഇതില്ലാതിരിക്കാൻ കാരണം ഈ പറഞ്ഞ സ്കാനൊക്കെ ഇടയ്ക്ക് ചെയ്ത് ഇതിൽ കുഴപ്പമൊന്നുമില്ല എന്ന് ഉറപ്പ് വരുത്തി ഇങ്ങനെ പോകുന്നതുകൊണ്ടാണ്. എല്ലാവർക്കും ഒന്നും 6, 7 ചെയ്യലൊന്നുമില്ല. നിങ്ങൾ വെറുതെ പറയാം, 2, 3 അവസാനിക്കലുണ്ട്, പ്രശ്നമൊന്നും ഇല്ലാത്ത ആൾക്കാർക്ക്. പക്ഷെ എന്തെങ്കിലും ഇഷ്യൂ ഉള്ള ആൾക്കാർക്ക് ചിലപ്പോൾ അടുപ്പിച്ച് ചെയ്യേണ്ടി വരും. കുട്ടീനെ ഇങ്ങനെ മോണിറ്റർ ചെയ്തുകൊണ്ടിരിക്കുക. പണ്ടൊക്കെ പിന്നെ പനി വന്ന് ഒരു കാര്യമായി ന്യൂമോണിയ വന്ന എന്താണ്, അടുത്തതിൽ ആശുപത്രിയിൽ പോയി കിടക്കും, അവിടുന്ന് 2, 3 ഇഞ്ചക്ഷൻ കൊടുക്കും, 4 ദിവസം കഴിഞ്ഞു മരിച്ചു, അള്ളാന്റെ വിധി പോന്നു. അതിലെല്ലാം ഉണ്ടാവില്ലേ. ഇത് ICUവിൽ കിടന്ന് 8, 10 ദിവസം 1 മാസം കിടന്ന് രക്ഷപ്പെട്ട് തിരിച്ചു വരുന്നുണ്ടല്ലോ. ഞാൻ ഉസ്താദിനോട് നേരത്തെ ചർച്ചയിൽ പറഞ്ഞിട്ടുണ്ടായി, നമ്മൾ സമസ്തന്റെ ഉലമാക്കൾ മരണം നോക്കിക്കൊണ്ടു. റബീഉൽ അവ്വലിൽ പിന്നെ അസുഖമായിട്ട് കിടക്കും. റബീഉൽ ആഖിർ 12, 13, 14 ഒക്കെ ആകുമ്പോഴത്തിന് വഫാത്താവും. അവർ കിടക്കുന്ന ആശുപത്രിയിൽ കുറച്ച് ദിവസം കഴിയുമ്പോൾ പിന്നെ വളരെ സീരിയസ് ആണ്. പിന്നെ മുഷാവറ മെമ്പർമാരൊക്കെ ചേർന്നൊന്നും ചെയ്യേണ്ട തീരുമാനിക്കും. നിങ്ങൾ AP ഉസ്താദിനെ കണ്ടെങ്കിൽ 1.5 മാസത്തോളം കോമയിൽ കടന്ന് വെന്റിലേറ്റർ കടന്ന് എണീറ്റ് പോകുന്നില്ലേ. ഇപ്പോൾ പിന്നെ ദുബൈയിലും മലേഷ്യയിലൊക്കെ പോയില്ലേ. അപ്പം കാലം മാറിയിട്ടുണ്ട്, ചികിത്സ മാറിയിട്ടുണ്ട്. പുതിയ ചികിത്സ നമ്മൾ വേണോ വേണ്ടേ എന്നുള്ളത് അത് നമ്മുടെ ചോയ്സാണ്. വേണ്ടെന്ന് വെക്കാൻ പറ്റുമെന്ന് പറഞ്ഞു. പക്ഷെ മരണമായിട്ട് അഭിമുഖീകരിക്കുന്ന ഘട്ടങ്ങളിൽ ചില നിർബന്ധിത ചോയ്സുകൾ നമ്മൾ നിർബന്ധമായിട്ടും ചെയ്യേണ്ടി വരും. ആ ചോദ്യങ്ങൾക്കാണ് ഉത്തരമുള്ളത്, അതിനാണ് ഉത്തരമുള്ളത്. മറ്റേത് ഓപ്ഷനാണ്. വേണ്ടെങ്കിൽ വേണ്ട, നമുക്ക് വീട്ടിൽ പ്രസവിച്ചാൽ പോരെ, ആരും ചോദിക്കുക. നമുക്ക് ഇവിടെ അടുത്ത സ്ഥലങ്ങളിലൊക്കെ ഉള്ള ഒരു പ്രായം ചെന്ന MBBSകാർ ചില സ്ഥലങ്ങളൊക്കെ നമുക്ക് കാണാം. ഇപ്പോൾ രാമനാട്ടിലൊക്കെ പോയാൽ മൊഹീദ്ദീൻ കുട്ടി ഡോക്ടർ, അയാൾ അവിടെ ചികിത്സിക്കാൻ തുടങ്ങിയിട്ട് ഏകദേശം 50 വർഷമായി. എന്നാൽ അന്നത്തെ MBBS ആണ്. പുളിക്കലാണെന്നുണ്ടെങ്കിൽ നമ്മുടെ
എന്താ പറയുക, അബൂബക്കർ ഡോക്ടർ, അതും അത്രയും പഴക്കമുള്ള MBBS ആണ്. ഇങ്ങനെ പഴയ ആളുകൾ അവരുടെ അടുത്തൊക്കെ നമ്മൾ ഇപ്പോൾ ഞാൻ തന്നെ എനിക്ക് BP ആയിട്ട് സാധാ ഡോക്ടർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ മരണം വരെ നിങ്ങൾ മരുന്ന് കുടിക്കണം, ഒഴിവാക്കരുത് എന്നാണ്. ഇവരുടെ അടുത്ത് ചെന്നാൽ പറയും, ഏയ് അതൊന്നൊന്നല്ല, നിങ്ങൾക്ക് 300 ആയാലും നിങ്ങളങ്ങനെ നോക്കണ്ട. എന്നോട് ഇങ്ങനെ ഒരു ഇത് ഓല് നോക്കിയിട്ട് തന്നെ, പ്രത്യേകിച്ച് ഈ ഡോക്ടറൊക്കെ നോക്കുമ്പോൾ വലിയതുണ്ടാവും, എന്നാലും നമുക്ക് കാണിക്കൂല. എന്നിട്ട് ഈ ചെക്ക് ചെയ്തിട്ട് നമ്മളൊന്ന് സൈക്കോളജിക്കലായൊരു ചികിത്സ ആയിരിക്കും, പക്ഷെ ഒരു MBBS അപ്പോൾ നിങ്ങൾക്ക് പ്രശ്നമില്ല. എന്നിട്ട് ഞാൻ ഒന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി ഇപ്പുറത്ത് എന്നിട്ട് ചെക്ക് ചെയ്യും, അപ്പോൾ നല്ല ഹൈ ലെവലായിരിക്കും. പക്ഷെ ഇയാൾ പറഞ്ഞ നോർമലാന്നാ പറയാ. ചില ഡോക്ടർമാർ നിങ്ങൾക്ക് നോർമലാണ്, പിന്നെയും വേണ്ടിയിട്ട് ഒന്ന് സംശയം തീർക്കാൻ വേണ്ടിയിട്ട് ഇവരോട് ചിലപ്പോൾ ഞാൻ പിന്നെ ഇറക്കിക്കും, ഞാൻ അങ്ങനെ നോക്കരുത്, അവിടം പോയി നോക്കണ്ട, നിങ്ങളൊന്ന് ഓടിയിട്ട് വന്നിട്ടുണ്ട് ഇരുന്നുണ്ടെങ്കിൽ 300 ഉണ്ടാവും. നിങ്ങൾ പിന്നെ അല്ല, ഞാൻ ഇന്ന സ്ഥലത്തു നിന്നാണ് പിന്നെ മെഡിക്കൽ കോളേജിൽ നിന്ന് മഞ്ചേരി പറഞ്ഞാൽ അപ്പം തരുമെന്ന് പറയും. അത് ഇപ്പോൾ അടുത്ത കാലത്ത് MBBS പാസ്സായ കുട്ടികളാണ്, അല്ലെങ്കിൽ ഇവിടെ എന്ന് പറഞ്ഞാൽ അതൊക്കെ അവർക്ക് എക്സ്പീരിയൻസിൻ്റെ കുറവുകൊണ്ടാണ് എന്നിട്ട്. ഇപ്പം ചുരുക്കി പറഞ്ഞാൽ ഇവർ പറഞ്ഞതുപോലെ ഞാനും ഇപ്പം കഴിക്കുന്നില്ല. എൻ്റെ മദറും 10-20 വർഷം ഈ മെഡിസിൻ, അതായത് BP-ക്കുള്ള മരുന്ന് കഴിച്ചിരുന്നു. പിന്നെ ഈ മെയ്തീൻകുട്ടി ഡോക്ടറെ അടുത്ത് വന്നപ്പോൾ അവർ പറഞ്ഞ് നിങ്ങളിഞ്ഞ് കഴിക്കണ്ട, അപ്പോൾ ഇന്ന് ഉള്ളതോ കുറച്ച് 5-6 മരുന്നുണ്ടല്ലോ, അതാണ് കഴിച്ചിട്ട് ഇനി കുടിക്കണ്ട എന്ന് പറഞ്ഞതുപോലെ ഇന്നും ഉമ്മ 75 വയസ്സുണ്ട്, ഒരു പ്രശ്നമില്ലാതെ ആക്റ്റീവായി ജീവിക്കുന്നു. പക്ഷെ അവർ 20 വർഷത്തോളം എൻ്റെ ഉമ്മ BP-ക്ക് മരുന്ന് കഴിച്ചിട്ടുണ്ട്. കാരണം എന്താ, അവർ സാധാ മോഡേൺ മെഡിസിൻ്റെ ഏത് ഹോസ്പിറ്റലിൽ എന്നാലും പറയും ഈ 40 വയസ്സ് കഴിഞ്ഞാൽ BP പിന്നെ മരണം വരെ കുടിക്കുന്നത് നിർത്താൻ പാടില്ല, അങ്ങനെ ആവും ഇങ്ങനെ ആവും എന്ന് പറയും. നിങ്ങൾ സ്ട്രോക്ക് വരും, പിന്നീട് പേടിപ്പിക്കുന്നത് അറിയാലോ, അങ്ങനെ വരും ഇങ്ങനെ വരും, എന്താവും അങ്ങനെ ആവും ഇങ്ങനെ ആവും. ആകെ നമ്മൾ ഭയപ്പെട്ട പിന്നെ വരിക, നിങ്ങൾ ഇവിടുന്ന് അങ്ങോട്ട് നടക്കുമ്പോഴത്തേക്ക് നിങ്ങൾ അറ്റാക്കായി വീഴും, അല്ലെങ്കിൽ നിങ്ങൾ സ്ട്രോക്ക് അടിക്കും, എങ്കിൽ നടക്കാൻ സാധിക്കില്ല. പക്ഷേ ഈ ചില പഴയ MBBS-കാർ അതിനെതിരുമാണ്. അപ്പോൾ എന്താണ് ഈ വിഷയത്തിൽ എന്നുള്ള, എങ്ങനെയായാലും ഇവർ BP ആയതുകൊണ്ട് ഇനി നിർത്താൻ പറ്റൂല. അതേമാതിരി BP മാത്രമല്ല, ചില അങ്ങനത്തെ രോഗങ്ങളൊക്കെ മരണം വരെ ആ മരുന്ന് കുടിക്കുക. ചില പഴയ ഡോക്ടർമാർ നേരെ തിരിച്ചുമാണ്. അപ്പോൾ ഇതിനെക്കുറിച്ചുള്ളൊരു മനസ്സിലുള്ളൊരു എൻ്റെ ഒരു അനുഭവം പങ്കുവെച്ചതാണ്. ഇതിനെക്കുറിച്ച് എന്താണ് ഡോക്ടർക്ക് പറയാനുള്ളത്, ഇതിലേതാണ് സത്യം? ഓക്കെ. ഈ ഡോക്ടർമാർ ഹെൽത്ത് ടോക്ക് കൊടുക്കലുണ്ട്, ആരോഗ്യ ബോധവൽക്കരണ ക്ലാസ്. അത് കഴിഞ്ഞാൽ ഒരു ചോദ്യം വരും എപ്പോഴും, ഈ ചോറ് കഴിക്കുന്നതിന് മുമ്പാണ് വെള്ളം കുടിക്കേണ്ടത് കഴിഞ്ഞിട്ടാണ് കുടിക്കേണ്ടതെന്നുള്ളത്. ആ ചോദ്യം എപ്പോഴും ഉത്തരം അതിനായിട്ടില്ല. ആ ചോദ്യം എല്ലാ പരിപാടിക്കും കേൾക്കലുമുണ്ട്. അതുപോലെ ഒരു ചോദ്യമാണിത്. ഇത് നമ്മൾ ഉദ്ദേശിച്ച സബ്ജക്റ്റ് അല്ല ഇത്, അതുകൊണ്ട് അതിന് ഞാൻ ഡീറ്റെയിൽഡ് ഉത്തരം പറയേണ്ടതുണ്ട്. ഈ സദസ്സിനെ മാനിച്ചിട്ട് അത് ചെയ്യുന്നില്ല കേട്ടോ. നിങ്ങൾ പറഞ്ഞ കറക്റ്റാണ്, കാര്യങ്ങളൊക്കെ ശരി തന്നെയായിരിക്കും, പക്ഷെ ആ വിഷയം നിങ്ങൾക്ക് തന്നെ മനസ്സിലായിട്ടുണ്ട്, നിങ്ങൾ എന്താണെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിൽ ഞാൻ ചർച്ചയ്ക്ക് സ്കോപ്പില്ല എന്ന് തോന്നുന്നു. നമ്മൾ ഉദ്ദേശിച്ചത് ബയോ എത്തിക്സ് ആണ്, അത് ഇതൊരു ബന്ധമില്ല. എന്തായാലും ചോദിച്ച സ്ഥിതിക്കൊന്ന് ഇബ്നു ഹജർ തങ്ങളെ തുഹ്ഫയിൽ പറയുന്നത് കാണാം, അതിബാവ് പരസ്പരം ഇഖ്തിലാഫായി, ഈ പിണ്ടില്ല മറ്റത് മറിച്ചത്. എന്നാ റുജിയൽ അയലമു, ഏറ്റവും കൂടുതൽ വിവരമുള്ള ആൾ ആരാണോ അയാളെന്ത് ചെയ്യുക, അയാൾക്ക് മുൻഗണന കൊടുക്കുക. എല്ലാവരും തുല്യാണ് എങ്കിൽ ഫൽ അക്സറു അദദൻ. പിന്നെ ഒരു വിഷയം പറഞ്ഞ് കൂടുതൽ ഒരു വിഷയം പറഞ്ഞ ആളുകൾ ആരാണോ എന്നാൽ അവർക്ക് മുൻഗണന കൊടുക്കുക. ഇതുമായി ബന്ധപ്പെട്ട് വീണ്ടും ചർച്ചകൾ പറയുന്നുണ്ട്. ചുരുക്കത്തിൽ അതെങ്കിലും വയസ്സിനില്ല, അതൊരു തെറ്റിദ്ധാരണയാണ്. അത് വയസ്സുകൊണ്ടോ പഴയതായതുകൊണ്ടോ ഉള്ളതല്ല, അത് എക്സ്പീരിയൻസ് ആണ്. രോഗങ്ങളെ വേർതിരിച്ചറിയാൻ അതിൽ ഈ മെഡിക്കൽ സയൻസ് മാത്രമല്ല, ബയോ ആയിട്ടുള്ള നിങ്ങൾ സൈക്കോളജി ആയാലും ഇങ്ങനെ മനുഷ്യനായിട്ട് ബന്ധപ്പെട്ട ശാസ്ത്രങ്ങൾക്കൊന്നും ഒന്നും കൂട്ടിയാൽ 2 ആവില്ല. എപ്പോഴും കെമിസ്ട്രി, ഫിസിക്സ്, മാത്സ് എന്ന് പറഞ്ഞ ശാസ്ത്രങ്ങളിലൊക്കെ ഈ ഒന്നും കൂട്ടിയാൽ 2, 2 കൂട്ടിയാൽ 4 ആവുള്ളൂ. മെഡിക്കൽ സയൻസിൽ ഒന്നും കൂട്ടിയാൽ എപ്പോഴും 2 ആയിക്കൊള്ളുന്നില്ല. 1, 2, 3, 4, 5 ഒക്കെ ഉണ്ടാവും. ഒരു അൺസർട്ടനിറ്റി പല സ്ഥലത്തും ഉണ്ട്. അതുകൊണ്ടാണ് ഈ ശാസ്ത്രം നിൽക്കാത്തത്. തീർന്ന് പുസ്തകം എഴുതി തീരുന്ന സാധനമല്ല, ഓരോ ദിവസവും മാറുന്നുണ്ട്.
ഇന്ന് ഞാൻ കാണുന്ന അസുഖങ്ങളല്ല നാളെ ഞാൻ കാണുന്നത്. എല്ലാം പഠിച്ച് തീർന്നായിരിക്കുമ്പോൾ ഒരു പുതിയ അസുഖമായിട്ട് പഠിച്ചവനും കൂടെ എത്തും, നമുക്ക് പുതിയൊരു ചലഞ്ച് തരും. അത് മനസ്സിലായി വരുമ്പോഴേക്കും അടുത്ത് വരുന്നുണ്ട്. ഇങ്ങനെ ഇതിന്റെ അവസ്ഥ. അപ്പൊ അതുകൊണ്ട് ആർക്കും സെർട്ടിനിറ്റി വളരെ സെർട്ടിനല്ല, ശതമാനക്കണക്കുകൾ വെച്ചിട്ടേ പലപ്പോഴും പറയാൻ പറ്റുള്ളൂ. BP കൂടുതലുള്ള BP എത്ര എന്നുള്ള കാര്യത്തിൽ പോലും ഇഖ്തിലാഫാത്ത് ഉണ്ടാവും. പക്ഷെ അതിലെന്താന്ന് വെച്ച് കഴിഞ്ഞാല് ഒരു കട്ട് ഓഫ് വെക്കുന്ന വെച്ചാൽ ഭൂരിപക്ഷം ആളുകൾക്ക് അസുഖങ്ങൾ വരാൻ കാരണമായിട്ട്, സ്ട്രോക്കോ അറ്റാക്കോ വരാൻ കാരണമായിട്ടുള്ള, അല്ലെങ്കിൽ കിഡ്നിക്ക് അസുഖം വരാൻ കാരണമായിട്ടുള്ള BP അധികത്തിലും എത്രയാന്ന് നോക്കിയിട്ടാണ്. അത് മോഡേൺ ഫിലോസഫി അറിയുന്ന ആൾക്കാർക്ക് അറിയാം. അതിനൊരു മെത്തഡോളജി ഉണ്ട്, അത് വെച്ചിട്ടാണ് തീരുമാനിക്കാം. എന്ന് വെച്ചിട്ട് ഞാൻ 90 വയസ്സ് വരെ പുക വലിച്ചാണ് എനിക്കതേ ക്യാൻസർ ഒന്നും വന്നിട്ടില്ല എന്ന് പറയുന്ന മാതിരിയാണ് നിങ്ങൾ പറഞ്ഞത്. മനസ്സിലല്ലേ? അതൊരു സഫാഹത്താണ്, ശുദ്ധ ബോഷ്കാണ്, മണ്ടത്തരാണ്. അതായത് സ്മോക്കിംഗ് നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭൂമിയിൽ തന്നെ ഇല്ലാതാവുന്ന ചില അസുഖങ്ങളുണ്ട്. അതൊന്ന് നമ്മളെ തൊണ്ടയുടെ ക്യാൻസറാണ്. സ്മോക്കിംഗ് കംപ്ലീറ്റ്ലി നിർത്തി, എല്ലാവരും നിർത്തി കഴിഞ്ഞാൽ ഈ ക്യാൻസറിന് പിന്നെ ഉണ്ടാവില്ല. അങ്ങനെ ചില അസുഖങ്ങൾ എന്തായാലും ഉണ്ടാവില്ല എന്ന് ഉറപ്പുള്ള ചില അസുഖങ്ങളുണ്ട്. എന്നാൽ ലങ്സിന്റെ ക്യാൻസർ പോലത്തെ അസുഖങ്ങൾ സ്മോക്കിംഗ് ഉള്ള ആൾക്കാർ ഇല്ലാത്തവരെക്കാളും കൂടുതലാണ്. ഒരു ഇരട്ടിയോളം കൂടുതലാന്നുള്ളതുകൊണ്ടാണ്. എന്ന് വെച്ച് സ്മോക്കിംഗ് വലിച്ച എല്ലാവർക്കും വരുന്നല്ല അതിന്റെ അർത്ഥം. ഈ പറഞ്ഞ അനുമാനങ്ങളാണ്, വന്നുകളാണ്. ഈ ശക്തമായ പറഞ്ഞ യക്കീനായിട്ടുള്ള സംഗതികളല്ല ഇതൊന്നും. ഇതൊക്കെ വന്നാണ്. വന്ന് പറഞ്ഞാൽ നമ്മൾ ഒന്നും അതിന്റെ ബെനിഫിറ്റ് അതിന്റെ റിസ്കിനേക്കാളും കൂടുക. റിസ്ക് ബെനിഫിറ്റ് റേഷ്യോ എന്നറിയും. ഒരു കാര്യത്തിന്റെ ഉപകാരം ഉപദ്രവത്തെക്കാൾ കൂടുക. ഇപ്പൊ നിങ്ങളോട് മദ്യപിക്കണ്ട എന്ന് പറഞ്ഞപ്പോൾ പടച്ചോൻ പറഞ്ഞിട്ടില്ലേ? അതിൽ ചില ഗുണങ്ങളുണ്ടെന്ന് പറഞ്ഞില്ലേ? ആ ഗുണങ്ങൾ ഉണ്ടായിരിക്കെ തന്നെ നിങ്ങളോട് കഴിക്കരുതെന്ന് പറയുന്നതിന് ഉപദ്രവം കൂടുതലായതുകൊണ്ടാണ്. ഈ BP ഇങ്ങനത്തെ കാര്യങ്ങളിലൊക്കെയുള്ള വിഷയങ്ങൾ എന്താ വെച്ചാൽ, അസുഖത്തിൽ ചികിത്സിച്ചു കഴിഞ്ഞാലുള്ള ഗുണങ്ങൾ അത് ചികിത്സിച്ചതിന് ഉണ്ടാകുന്നതിനേക്കാളും ബെനിഫിറ്റ് കൂടുതൽ ചികിത്സിക്കുമ്പോഴാവുമ്പോൾ നിങ്ങളത് പറയും. അത് ചിലപ്പോൾ എന്താ ഉള്ളൂ, ഒരു 60-40% കണക്കേ ഉണ്ടാവുള്ളൂ അതിൽ. അതുപോലും നമ്മൾ കാര്യമായിട്ട് എടുക്കുന്നുണ്ട് പറയാം. കാരണം അത് ഒരു സമൂഹത്തിനെ വെച്ച് നോക്കുമ്പോൾ ഒരു വലിയ വ്യത്യാസം ഉണ്ടാക്കുമല്ലോ. ഇപ്പൊ നിങ്ങൾ 1000 ആളുകളിൽ 500 ആൾക്കാർ പുക വലിക്കുന്നു, 500 ആൾക്കാർ പുക വലിക്കുന്നില്ല. 500 പുക വലിക്കുന്ന ആൾക്കാരിൽ 10 പേർക്ക് ക്യാൻസർ ഉണ്ടായി. പുക വലിക്കാത്ത 500 പേര് 2 ക്യാൻസർ ഉണ്ടായിരുന്നായിരിക്കാം. പുക വലിക്കാതിരിക്കുന്നല്ലേ നല്ലത് എന്ന് വെച്ചിട്ട് 500 നിങ്ങൾ പറഞ്ഞ 450 ആൾക്കാർ ഒരു കുഴപ്പമില്ല കണക്കുണ്ട്. പുക വലിച്ചിട്ടും കുഴപ്പമില്ല എന്ന് പറഞ്ഞുകൊണ്ട് എന്തില്ല. അതാണ് ഈ പറഞ്ഞ വിഷയത്തിലെ അറിവുകൾ. ഇതൊക്കെ വന്നാണ്, ഇതൊന്നും വഹയൊന്നുമല്ല. ഇങ്ങനെ ഉണ്ടാക്കുന്ന അലിമുകളാണ്. 10,000-കണക്കിന് രോഗികളുടെ അനുഭവങ്ങളും അവരുടെ ട്രീറ്റ്മെന്റ് റെക്കോർഡ്സും വെച്ചിട്ടാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. ഇപ്പൊ നിങ്ങൾ പറഞ്ഞ നിങ്ങളുടെ ഒരു ഭാഷ, നമ്മളെ സാധാരണ നമ്മുടെ ഈ എന്താ പറയാ മറ്റേ മരുന്നു കമ്പനി വിരുദ്ധ മാഫിയകളുടെ ചർച്ച ഉണ്ടല്ലോ, അതിലൊക്കെ പറയുന്ന ഒരു സംഗതി എന്താ, പണ്ട് ഈ വിഷയങ്ങളിലൊക്കെ ആ ഒരു ഭാഷയാണ് നമ്മൾ ചോദ്യങ്ങളിൽ കാണുന്ന ഭാഷ. അത് എന്തല്ല, അത് വലിയ പരിഗണനീയമായ സംഗതിയല്ല. പലപ്പോഴും ഗവൺമെന്റുകൾ പോളിസി നിശ്ചയിക്കുക എങ്ങനെയാണ്, അവർക്ക് നഷ്ടം വരരുത്. ഇപ്പൊ നിങ്ങളൊരു 10 ക്യാൻസർ രോഗികളെ ചികിത്സിക്കാനുള്ള ചെലവ് ഗവൺമെന്റ് എടുക്കുന്നതായിരിക്കാം. അത് ഒരാളായി കുറക്കാൻ പറ്റുമെങ്കിൽ അവർക്ക് ഹ്യൂജ് ലാഭം. മനസ്സിലായി? അത് 500 ആളെ പുകവലി നിർത്തിച്ചിട്ടാണ്. പുകവലിയോണ്ട് പ്രത്യേകിച്ച് ഗുണമൊന്നും ഇല്ലെങ്കിൽ പുകവലി നിർത്താൻ പറയും. ചൂടുവെള്ളം കുടിക്കാൻ പറയുന്ന ഘട്ടല്ലേ. പച്ചവെള്ളം കുടിച്ചിട്ട് എന്തെങ്കിലും ഉണ്ടായെന്ന് വെച്ചപ്പോ എന്താ, ചൂടുവെള്ളം കുടിക്കുമ്പോ ഈ വയറുമായി ബന്ധപ്പെട്ട അസുഖങ്ങൾ കുറഞ്ഞു കഴിഞ്ഞാൽ ഒരു 20 രോഗികളുടെ എണ്ണം കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും ഗവൺമെന്റ് ലാഭമാണ്. വെള്ളം ചൂടാക്കാൻ വലിയ ചെലവൊന്നും ഇല്ലേനും. ഇങ്ങനെയുള്ള ചെറിയ ചെറിയ കാര്യങ്ങൾ വെച്ചിട്ടാണ് ഇതൊക്കെ തീരുമാനിക്കുന്നത്. അതല്ലാതെ എന്തല്ല, ഇതിന്റെ റവന്യൂ വെച്ചിട്ടുള്ളത് തീരുമാനിക്കുക. അതൊരു തെറ്റിദ്ധാരണ മാത്രമാണ്, ധാരണയല്ല, തെറ്റിദ്ധാരണ. കൂടുതൽ ചോദ്യങ്ങളൊന്നും ഇല്ലെങ്കിൽ ഞാൻ ചെറിയൊരു പറഞ്ഞൊരു വിഷയത്തിലൊരു വിശദീകരണം പറയാൻ ഉദ്ദേശിക്കുന്നു. ഈ മരണത്തെ സംബന്ധിച്ച സംഗതി നേരത്തെ പറഞ്ഞ മീറ്റിംഗിൽ ഞാൻ ഉണ്ടായിരുന്നു. അതിൽ മരണം എന്താന്നുള്ള ചോദ്യത്തിന് പണ്ടൊക്കെ നമ്മളൊക്കെ വാദറിയുമ്പോൾ പറയലുണ്ടായിരുന്നു, മരണം എന്താണെന്ന്, ശാസ്ത്രലോകം എന്താണെന്ന് സംശയിച്ചു കൊണ്ടിരിക്കുന്ന ഘട്ടത്തിൽ മരണം എന്താണെന്ന് വ്യക്തമായി പറഞ്ഞ ഇസ്ലാം എന്നൊക്കെ പറയലുണ്ടായിരുന്നു. ഇത് ചോദിച്ചു കഴിഞ്ഞാൽ ഈ പറഞ്ഞ ആൾക്കാർക്കൊന്നും ഇതിന് ഉത്തരവൊന്നും ഉണ്ടാവില്ല. ഒരു വർത്തനം മാത്രമാണ് അതൊക്കെ. ഈ മരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഴയ കാലത്ത് നമ്മളിപ്പോൾ ഒരാൾ മരിക്കുന്നു, അതിൽ എന്താണ് മരണം എന്ന് പറയാൻ വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. നിങ്ങൾ പറഞ്ഞില്ലേ, പഴയ 50 വർഷം മുമ്പുള്ള ഡോക്ടർമാരൊക്കെ വീട്ടിൽ വന്നിട്ട് കൈ പിടിച്ച് നോക്കിയിട്ട് മരിച്ചോണെന്ന് പറയാലോ. അത് പറ്റാത്ത അവസരം എപ്പോഴാണ് ഉണ്ടാവുന്നത്, രോഗിന്റെ ഹാർട്ട് ബീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു, BP നോർമലായി നിൽക്കുന്നു, മൂത്രം വന്നുകൊണ്ടിരിക്കുന്നു, ഭക്ഷണം ദഹിച്ചുകൊണ്ടിരിക്കുന്നു, പക്ഷെ അയാളെ മസ്തിഷ്കം പ്രവർത്തനരഹിതമായി നിൽക്കുന്നൊരവസ്ഥ. അത് സ്വബോധത്തിലേക്കാൾ തിരിച്ചു വരാനുള്ള സാധ്യത ഇല്ലാതിരിക്കുന്ന ഘട്ടം. ഇതാണ് മസ്തിഷ്ക മരണം എന്നുള്ളത്. അത് മരണമായിട്ടാണ് കൺസിഡർ ചെയ്യുന്നപ്പോൾ.
ആ രോഗിക്ക് മസ്തിഷ്ക മരണം എന്ന് പറഞ്ഞത് ഒരു മരണമാണ്. ഇത് മസ്തിഷ്ക മരണം വന്ന ആളെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റണോ മാറ്റണ്ടെന്നുള്ള ചോദ്യമൊന്നുമില്ല. അത് മാറ്റണം, അതിൽ സംശയമൊന്നുമില്ല. പക്ഷെ മസ്തിഷ്ക മരണം വന്നോന്ന് തീരുമാനിക്കലാണ് ബുദ്ധിമുട്ട്. മനസ്സിലായി? അത് തീരുമാനം എടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് മരണമാണ്. മരണ സർട്ടിഫിക്കറ്റ് ആ ടൈമിൽ എഴുതുക. ആ തീരുമാനിച്ച സമയമാണ് നമ്മൾ മരണ സർട്ടിഫിക്കറ്റ് ടൈമായിട്ട് എഴുതുക. നിങ്ങൾക്ക് ഒരു ഉദാഹരണം പറഞ്ഞുതരാം. ഞാൻ അമേരിക്കയിൽ ജാഹി മക്കാത്ത് കേസ് എന്നൊരു അവിടുത്തെ സുപ്രീം കോടതിയിലെ വലിയൊരു കേസുണ്ട്. ഫെഡറൽ കോർട്ടിൽ വന്നൊരു കേസുണ്ട്. ജാഹി എന്ന് പറഞ്ഞൊരു കുട്ടി, ഒരു നമ്മുടെ ഈ സെവൻത് ഡേ അഡ്വെന്റിസ്റ്റ് നമുക്കറിയാം ഒരു ഗ്രൂപ്പ് ഉണ്ട്, ക്രിസ്ത്യൻ വിഭാഗമാണത്. ജഹോവ വിറ്റ്നസ് കേട്ടില്ലേ? യഹോവ സാക്ഷികൾ പലർക്കും ഉണ്ട്. ഏകദേശം അതുപോലത്തെ സംഭവമാണ്. അവരുടെ ഒരു കുട്ടി ഓപ്പറേഷൻ ഇടയിൽ കാർഡിയാക് അറസ്റ്റ് വന്ന് CPR ചെയ്ത് BP എല്ലാം വന്ന് വെന്റിലേറ്റ് ചെയ്തു. ഒരു 3-4 ദിവസം കഴിഞ്ഞപ്പോൾ കുട്ടി മസ്തിഷ്ക മരണത്തിലേക്ക് പോയി. അത് ബ്രെയിൻ ഡെത്തായി. അതായത് നമ്മൾ കുറെ അതിന്റെ ലക്ഷണങ്ങളുണ്ട് ബ്രെയിൻ ഡെത്തിന്റെ. അതൊക്കെ പൂർണ്ണമായിട്ട് അവർ ഡെത്ത് സർട്ടിഫിക്കറ്റ് ഇഷ്യൂ ചെയ്തു. നമുക്ക് 6 മണിക്കൂർ ഗ്യാപ്പിൽ ടെസ്റ്റ് ചെയ്തിട്ട് പിന്നെ ബ്രെയിൻ സ്റ്റെം വർക്ക് ചെയ്യുന്നില്ലെങ്കിൽ ബ്രെയിൻ ഡെത്ത് കൊടുത്ത് ഡെത്ത് സർട്ടിഫിക്കറ്റ് വെന്റിലേറ്റർ റിമൂവ് ചെയ്യാന്നുള്ളതാണ്. ഈ കുട്ടിന്റെ പിന്നെ പാരന്റ്സ് പറഞ്ഞു കുട്ടി മരിച്ചിട്ടില്ല. നമ്മളിവിടുത്തെ മാരില്ല, അവിടെ മരിച്ചിട്ടില്ല എന്ന് പറയാം, ഇവിടെ മരിച്ചു എന്നാ പറയാം. മനസ്സിലായില്ലേ? അവിടെ ഒരു മരിച്ചിട്ടില്ല എന്ന് പറയാം. കാരണം കുട്ടിന്റെ ഹാർട്ട് ഇടിക്കുന്നുണ്ട്. ഇവര് ചെന്ന് എന്തോ ചോദിച്ചപ്പോൾ കുട്ടി കൈ ഇങ്ങനെ അനക്കി എന്നുള്ള കുറച്ച്, അതൊക്കെ ശാസ്ത്രീയമായിട്ട് വിശദീകരിക്കാവുന്ന സംഗതിയാണ്. കുട്ടി ജീവനില്ലെങ്കിലും കൈ അനങ്ങാം. LSRS ഫിനോമിനൻ എന്ന് പറയും. അപ്പോൾ അത് ഒരു ചെറിയ റിഫ്ലക്സ് ആയിട്ട് ചില അനക്കങ്ങളൊക്കെ വരാം. അപ്പോൾ ഇവർ മരിച്ചിട്ടില്ല എന്ന് ഇവർ വാദിക്കുന്നു, ഡോക്ടർമാർ മരിച്ചു എന്നും വാദിക്കുന്നു. വെന്റിലേറ്റർ റിമൂവ് ചെയ്യണമെന്ന് ഡോക്ടർമാർ പറയുന്നു, റിമൂവ് ചെയ്യാൻ പറ്റൂല എന്ന് പാരന്റ്സും പറയുന്നു. അങ്ങനെ അത് കോടതിയിലെത്തി. കോടതി എന്തായി, ഒരു വിദഗ്ധ സമിതിയെ നിശ്ചയിച്ചു. ഒരു 6ഓളം ഡോക്ടർമാരുടെ ഒരു സമിതിയെ നിശ്ചയിച്ച് കുട്ടി മരിച്ചുകൂടാൻ നോക്കാൻ വേണ്ടി. അവർ വിശദമായിട്ട് വന്നിട്ട് ഈ കൈ അനങ്ങിയും കാലനങ്ങിയും വിശദ ചരിത്രങ്ങളൊക്കെ കേട്ട് ഇവർ വിശദമായി പരിശോധിച്ചിട്ട് മരിച്ചു എന്ന് വീണ്ടും സർട്ടിഫൈ ചെയ്തു. അപ്പോൾ അവരറിഞ്ഞു ഞങ്ങളെ മതത്തിൽ ഇത് മരിച്ചിട്ടില്ല, നമ്മളെ ഇവിടുത്തെ സിറ്റുവേഷനിൽ ഞങ്ങളെ ദീനിൽ അങ്ങനെ മരണം അങ്ങനെയല്ല മരിക്കുക, ഹാർട്ട് നിന്നാലേ മരിക്കുള്ളൂ എന്ന് വാശി പിടിച്ചു. അപ്പോൾ അവിടുത്തെ കോടതി, അത് US ആയതുകൊണ്ട് ഒരു സ്റ്റേറ്റിൽ ഉള്ള നിയമമായിരിക്കില്ല വേറെ സ്റ്റേറ്റിൽ. അപ്പോൾ ബ്രെയിൻ ഡെത്ത് ആയ കുട്ടിനെ വെന്റിലേറ്റ് ചെയ്യാനുള്ള അർഹത അവർക്കില്ല. അവിടുത്തെ ഹോസ്പിറ്റലിൽ അവർ ഡിസ്ചാർജ് ചെയ്യേണ്ടിരുന്നു. ഞങ്ങൾ കൊണ്ടുപോയിക്കോളാറുണ്ട്. വിത്ത് വെന്റിലേറ്റർ ഓല് വീട്ടിൽ കൊണ്ടുപോയി. എന്നിട്ട് ഓല് വേറൊരു സ്റ്റേറ്റിൽ ഇത് അനുവദിക്കുന്ന ഒരു സ്റ്റേറ്റിൽ പോയിട്ട് അഡ്മിറ്റ് ആക്കി. മനസ്സിലായി? അങ്ങനെ ഇത് വലിയ ചർച്ചയായിരുന്നു. കുറെ ദിവസങ്ങൾ പത്രങ്ങളിലും മറ്റൊക്കെ വന്ന് അവസാനം 1.5 വർഷത്തോളം കുട്ടി ബ്രെയിൻ ഡെഡായി വെന്റിലേറ്റർ കടന്ന് അവസാനം ഒരു ഇൻഫെക്ഷൻ വന്നിട്ട് മര്യാദക്ക് ഹാർട്ട് ബീറ്റ് നിന്നിട്ടുള്ള സർക്കുലേറ്ററി ഡെത്ത് എന്ന് പറയും. ശരിക്കായി 2 ഡെത്ത് സർട്ടിഫിക്കറ്റ് ഉണ്ട് ആ കുട്ടിക്ക്. ജാഹി മക്കാത്ത്, നെറ്റിൽ സെർച്ച് ചെയ്താൽ കിട്ടും ജാഹി മക്കാത്ത് കേസ്. ഇതാണ് വെറുതെ വെന്റിലേറ്ററിൽ ഇടാന്ന് പറഞ്ഞാൽ. മനസ്സിലെ? മറ്റേതല്ല, നമ്മളിവിടെ പറഞ്ഞതല്ല. നമ്മളിവിടെ എന്താ വെച്ചാൽ ബോധമില്ല ഉപ്പാക്ക് വെറുതെ എന്തിനാ കിടത്തുന്ന ചോദിക്കുക. അത് മരണമല്ലല്ലോ. ബോധമില്ല എന്നുള്ളത് മരണമല്ല. ബോധമില്ലാത്ത ആൾക്കാർ വെന്റിലേറ്ററിന്റെ പുറത്തുണ്ടല്ലോ. ഓലെ നമ്മള് ഖബറിലേക്കല്ലല്ലോ കൊണ്ടുപോലെ. മനസ്സിലായി? ഇത് ശുദ്ധമായ തെറ്റിദ്ധാരണകളും പിന്നെ നമ്മുടെ ഏറ്റവും ഉന്നതമായ യൂണിവേഴ്സിറ്റി ആയിട്ടുള്ള വാട്സപ്പ് യൂണിവേഴ്സിറ്റി എന്നുള്ള അറിവും ഒക്കെ വെച്ചിട്ടാണ് ആൾക്കാർ ഇതൊക്കെ തീരുമാനിക്കുക. അതൊന്നല്ല അതിന്റെ ശരി. ഇങ്ങനെ സംഗതി ഉണ്ട്. അത് ഈ മസ്തിഷ്ക മരണം വന്നു കഴിഞ്ഞാൽ എല്ലാ ഹോസ്പിറ്റലിലും സാധാരണഗതിയിൽ അവർ പറയും ഞങ്ങൾ റിമൂവ് ചെയ്യാന്ന് പറയും. പക്ഷെ അപ്പോൾ ആൾക്കാർ പറയും അല്ല, നമ്മളെ ഏട്ടന്റെ മകന് ഗൾഫിൽ നിന്ന് വരാണ്ട് ഓൻ വന്നിട്ട് ഊരിയാ പോരെന്ന് ചോദിക്കും. അപ്പോൾ ദീനും ഉണ്ടാവില്ല, ശരിയത്തും ഉണ്ടാവില്ല. ഇപ്പൊ പോസ്റ്റ്മോർട്ടം ചെയ്യാനുള്ള പരിപാടി ഉണ്ടല്ലോ, എല്ലാവരും ഇജ്മാണ് അതിൽ പാടില്ല എന്നുള്ള കാര്യത്തിൽ. അപ്പൊ ചില രോഗങ്ങളുണ്ട് നമുക്ക് എന്താണെന്ന് മനസ്സിലാവാത്ത രോഗങ്ങൾ പോസ്റ്റ്മോർട്ടം ചെയ്താൽ ബാക്കിയുള്ള ആൾക്കാരെ ജീവൻ രക്ഷിക്കാന്ന് പറഞ്ഞിട്ട് പിന്നെ ഇപ്പൊ വന്ന ആദ്യത്തെ കേസിൽ ഇപ്പൊ ഫാമിലി സമ്മതിച്ചിരുന്നു. അങ്ങനെ ചില സംഗതികൾ ചെയ്തു കഴിഞ്ഞാൽ ബാക്കിയുള്ള ഒരുപാട് ആൾക്കാരെ ജീവന് കാരണമാകുന്ന സംഗതി ആ സമയത്ത് പോലും ഞങ്ങൾ തീരുന്നത് പറ്റൂല എന്ന് പറയും. എന്നാൽ ഇൻഷുറൻസ് കിട്ടാണ്ട് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലല്ല ചെയ്യാതിരിക്കാൻ പറ്റൂല എന്നും പറയും. മനസ്സിലായി? ഈ ആക്സിഡന്റ് കേസിൽ ചെയ്യണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ല, ഇൻഷുറൻസ് കിട്ടാണ്ട് ചെയ്യാതിരിക്കാൻ പറ്റൂല എന്ന് പറയും. ഇത്രയുള്ളൂ നമ്മളെ ദീന്. ഇത് ഡോക്ടർമാരെ ദീൻ തന്നെ ഉള്ളൂ നാട്ടാർക്കും. അദ്ദേഹം ഉദ്ദേശിച്ചത് എത്രയും പറഞ്ഞു. പിന്നെ ഈ മരണം എന്നുള്ള കാര്യത്തിൽ ബ്രെയിൻ ഡെത്താണ് ഇപ്പൊ മരണമായിട്ട് അംഗീകരിക്കപ്പെട്ടുള്ളത്. അത് ഈ കാരണം കൊണ്ടാണ്. പണ്ടത്തെ ഡോക്ടർമാർക്ക് വീട്ടിൽ വന്ന് ജസ്റ്റ് ടോർച്ച് അടിച്ച് നോക്കിയിട്ട് മരിച്ചു എന്ന് പറയാൻ പറ്റുമായിരുന്നു. ഇപ്പൊ പറ്റാത്ത അവസരം ഉണ്ടായത് ഇങ്ങനെ പല അവയവങ്ങൾക്കും സപ്പോർട്ട് സിസ്റ്റങ്ങളുണ്ട്, അത് വെച്ചിട്ട് താങ്ങി നിർത്തപ്പെടുന്ന ജീവനുണ്ട്. അതുകൊണ്ടാണ് ഈ ബ്രെയിൻ ഡെത്ത് എന്നുള്ള ഒരു സമസ്യ വന്നത്. അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള സംഗതി ഇനിയും വരും. ഇത് കുറച്ച് കഴിഞ്ഞാൽ പിന്നെയും വരാണ്ട് ഇങ്ങനത്തെ കുറെ പ്രശ്നങ്ങൾ ഇത് വന്നുകൊണ്ടേയിരിക്കും. ഇങ്ങനത്തെ വിഷയങ്ങൾ ഫൈനാൻസ് അറിവുകൾ വികസിക്കുന്നുണ്ട്, ഈ ഭൗതികമായ അറിവുകൾ വികസിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അതിനനുസരിച്ച് നമ്മളെ ജീവിതത്തിലും മറ്റൊക്കെ മാറ്റം വരുന്നുണ്ട്, നമ്മൾ അറിയുന്നില്ല എന്നേ ഉള്ളൂ. നമ്മളിപ്പോൾ പിന്നെ എൻ്റെ മൊബൈൽ ഫോൺ 2001 കാലഘട്ടത്തിൽ വാങ്ങിയ സമയത്ത് എൻ്റെ പാരൻസ് ഒക്കെ പറഞ്ഞത് കീശിട്ട് കഴിഞ്ഞാൽ ഇൻഫെർട്ടിലിറ്റി ഉണ്ടാവും, കുട്ടികളുണ്ടാവില്ല. ഈ കീശയിലിട്ട് കഴിഞ്ഞാൽ ഹാർട്ടിന് പ്രശ്നം വരും. മറ്റേ ചെവിയിൽ ഇങ്ങനെ ഇടക്കിടക്ക് വെച്ച് വന്നാൽ ബ്രെയിൻ ട്യൂമർ വരും.
ഇതൊക്കെ പറഞ്ഞ് നമ്മളൊക്കെ പേടിപ്പിച്ചിരുന്നു. ഇപ്പൊ അതിന്റെ ശേഷം എനിക്ക് 2 കുട്ടികളുണ്ട്. മനസ്സിലായില്ലേ? ഈ പറഞ്ഞില്ലേ, അത് ഞാൻ ഈ തന്നെ ഇടല്. മനസ്സിലായില്ലേ? അതൊക്കെ പറച്ചില് മാത്രമാണ്. അറിവുകളും ഈ സാധനങ്ങളൊക്കെ വരുമ്പോ, പുതിയ പുതിയ ഉപകരണങ്ങൾ വരുമ്പോ ചോദ്യങ്ങൾ കുറെ വരും. ഈ പറഞ്ഞ പോലത്തെ ചോദ്യങ്ങൾ വരും. ഈ അറിവുകളും അതിനനുസരിച്ച് വികസിക്കും. ടെക്നോളജിന്റെ ഒരു റിസൾട്ടാണ്. അപ്പൊ അതിലൊക്കെ ഹുക്കുമുകളും അറിവുകളൊക്കെ ഇങ്ങനെ എക്സ്പാൻഡ് ചെയ്തുകൊണ്ടിരിക്കണം. അത് എക്സ്പാൻഡ് ചെയ്തില്ലെങ്കിൽ നിങ്ങൾ ഇങ്ങനെ ഒരു പഴയ ആളായിട്ട് തന്നെ അവിടെ ഇങ്ങനെ ഉണ്ടാവും. ആ പഴയ കഥകളൊക്കെ പറഞ്ഞിട്ട് അതിന് കുഴപ്പമൊന്നുമില്ല. പറഞ്ഞാൽ അതിന് നിർബന്ധമൊന്നുമല്ല തോന്നുന്നു. പക്ഷെ നമ്മൾ ജീവിച്ചിരിക്കുന്ന സാഹചര്യത്തിൽ നമ്മളാരും ആക്സിഡന്റ് വരുന്നു പേടിച്ചിട്ട് കാളവണ്ടി എടുത്തിട്ട് കോഴിക്കോട്ടുകാരും പോകാറില്ല. അല്ലേ? എത്രയോ ആൾക്കാർ, ഞാൻ ഈ മലപ്പുറം കോഴിക്കോട് റൂട്ടിൽ സഞ്ചരിക്കുമ്പോൾ ആ ബൈപ്പാസിൽ എത്രയോ ആക്സിഡന്റുകളും മരണങ്ങളും നേരിട്ട് വിഷ്വലൈസ് ചെയ്തിട്ടുണ്ട്. ഇത്രയും കാലം എനിക്ക് കാറ് മാറ്റി വെക്കണം തോന്നിയിട്ടില്ല. ഇതിലെന്താ പറയുക, ഇതിൽ നമ്മുടെ നാട്ടിൽ നടക്കുന്ന ഈ പോസ്റ്റ്മോർട്ടങ്ങളൊക്കെ മെഡിക്കോ ലീഗലാണ്, നിയമപ്രകാരമുള്ള പോസ്റ്റ്മോർട്ടങ്ങളാണ്. അപ്പം നമ്മൾ ദറൂറത്ത് പറഞ്ഞിട്ട് തൽക്കാലം പിടിച്ച് നിൽക്കണം. അതിലൊരു പ്രശ്നം എന്ന് വെച്ചാൽ അത് നമുക്ക് വലിയ നമുക്കത് അത്യാവശ്യമൊന്നുമില്ല. ഇപ്പോൾ ഉദാഹരണമായിട്ട് ഇപ്പോൾ പോയിസൺ കഴിച്ചാണോ മരിച്ചത്, അതോ ഞെക്കിക്കൊന്നാണോ സംശയം ഉണ്ടെങ്കിൽ നമ്മളും പറയും ചെയ്യുന്ന നല്ലതെന്ന് പറയും. പ്രതിയെ പിടിക്കാൻ വേണ്ടിയിട്ട് നിർബന്ധമായി മാറും. പക്ഷെ അതല്ലാത്തൊരു ഓട്ടോപ്സി ഉണ്ട്, പോസ്റ്റ്മോർട്ടം, ക്ലിനിക്കൽ ഓട്ടോപ്സി എന്ന് പറയാം. ഒരു രോഗി എൻ്റെ അടുത്ത് വന്നു. ആ രോഗി ഇങ്ങനെ ഡിറ്റോറിയേറ്റ് ചെയ്ത് മരണത്തിലേക്ക് പോയി. മരണകാരണം നമ്മുടെ സാങ്കേതിക വിദ്യ ഉപയോഗിച്ചൊന്നും കണ്ടുപിടിക്കാൻ പറ്റാത്ത ഘട്ടങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ട്. ഇപ്പം ഞാൻ കഴിഞ്ഞ വർഷത്തിൽ ഒരു 10-15 കേസ് ഇങ്ങനെ തന്നെ ഉണ്ട്. അയാൾ പോയത് വലിയ കുഴപ്പമുണ്ടാവില്ല. പക്ഷെ അതേ സംഗതി 2 ദിവസം കഴിഞ്ഞ് പിന്നെ വരുമ്പോഴാണ് നമ്മൾ കുട്ടുങ്ങുക. ഇപ്പം നമ്മുടെ 2018 നിപ്പ അങ്ങനെയായിരുന്നു. അല്ലേ? ആദ്യം വന്ന കുട്ടി സ്വാലിഹ് മരിച്ചുപോയി, വലിയ കാര്യമാക്കിയില്ല. സാബിത്തും ഇതേ അസുഖമായിട്ട് വന്നപ്പോഴാണ് അതായത് അങ്ങനെയാണ് സാബിത്തിന്റെ പോസ്റ്റ്മോർട്ടം ചെയ്യേണ്ടി വന്നത്. ശരി, ഇങ്ങനെ ചില ഘട്ടങ്ങളുണ്ട്. ഇതെന്താ വെച്ചാൽ ഇത് നമ്മൾ ഈ പറഞ്ഞ പോലെ നേരത്തെ പറയും, ഇമ്മീഡിയറ്റ് കുടുംബാംഗങ്ങൾ വീണ്ടും വരുമ്പോൾ നമുക്കിത് അറിയാം. പക്ഷെ ശാസ്ത്രത്തിന് അത് പോരല്ലോ. ഇനി അടുത്ത വർഷത്തിൽ വരാൻ പോകുന്ന ഒരാളെ കൂടെ ഗുണം ആവുന്ന രീതിയിൽ ഈ കുട്ടിയെ പോസ്റ്റ്മോർട്ടം ചെയ്ത് കഴിഞ്ഞാൽ ഗുണം ഉണ്ടാവും തോന്നുമ്പോൾ ചെയ്യണോ ചെയ്യണ്ടേ എന്നുള്ളതാണ് ഇവിടുത്തെ ചോദ്യം. അത് എന്താ വെച്ചാൽ അത് ഇൽമ് വളരാൻ വലിയ കാരണമാവും. ഇപ്പൊ നമ്മൾ ഈ പഠിക്കുന്ന ഇൽമൊക്കെ ഇപ്പൊ അനാട്ടമി എന്ന് പറഞ്ഞ സംഗതി ഉണ്ടല്ലോ. അനാട്ടമി എന്ന് പറഞ്ഞാൽ ശരീരശാസ്ത്രം, ശരീരഘടനാശാസ്ത്രം ഡെവലപ്പ് ചെയ്തത് എങ്ങനെയാ? കുറെ പോസ്റ്റ്മോർട്ടങ്ങളിലൂടെയാണ്. അത് ശരീരത്തിന്റെ ഘടന എങ്ങനെ പുറത്തു നോക്കി കണ്ടാൽ തിരിയൊന്നുമില്ലല്ലോ, അത് ആരും എഴുതിച്ചിട്ടില്ലല്ലോ ഇതൊന്നും. ഇത് കുറെ ആൾക്കാർ ഇതിന്റെ കഥ കേട്ട് കഴിഞ്ഞാൽ നമുക്ക് തന്നെ ചിരിയും കരച്ചിലൊക്കെ വരും. കാരണം ബോഡി, മരിച്ച ആൾക്കാരുടെ ബോഡി വിട്ട് കിട്ടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരുന്നു യൂറോപ്പിൽ. നമ്മളെ അതേപോലെ തന്നെ പണ്ട് ക്രിസ്തീയ സമൂഹം ഇതിനൊന്നും സമ്മതിക്കൂലായിരുന്നു. അപ്പൊ ആ സമയത്ത് എന്താ വെച്ചാൽ ഇവര് ഒരു നന്നായിട്ട് കുഴിക്കാൻ അറിയുന്ന ആൾക്കാരെ വെച്ചിട്ട് രാത്രി സെമിത്തേരികളിൽ നിന്ന് അടിച്ചു മാറ്റിയിട്ടാണ് പലതൊക്കെ പഠിച്ചിട്ടുള്ളത്. അവസാനം പിന്നെ സെമിത്തേരികൾക്കൊക്കെ കാവൽക്കാർ വരാൻ തുടങ്ങിയപ്പോൾ പിന്നെ ഇങ്ങനെ ബഗ്ഗസേർ നടക്കുന്ന ആൾക്കാർക്ക് കൊന്നുകൊണ്ടുവരുന്ന കഥകളൊക്കെ പഠിക്കുന്നുണ്ട് നമ്മള്. അത് വെച്ചാൽ ലീഗലായിട്ടല്ല, ഈ ബോഡി കിട്ടുന്ന ഇവിടുത്തെ ശാസ്ത്രജ്ഞൻ പറയുന്നു, കൊണ്ടുവരുന്ന ആൾക്കാർക്ക് സെമിത്തേരിയിൽ നിന്ന് കിട്ടുന്നില്ല, അപ്പോൾ ഉണ്ടാക്കി കൊടുത്തു കൊടുക്കാൻ അറിയില്ലേ. ഇതിപ്പോ എത്തിക്സ് 2 സൈഡിലും ഉണ്ടാവുമല്ലോ. അങ്ങനെയൊക്കെ ഉണ്ടായിട്ടുണ്ട്. ഇതിലൂടെയൊക്കെയാണ് പല ഇൽമുകളും പുറത്തു വന്നിട്ടുള്ളത്. അപ്പൊ അത് നമുക്ക് തന്നെ അതിന്റെ ഹുക്കുമുകൾ ഹലാലായ രീതിയിൽ ഇതൊക്കെ ചെയ്യാൻ പറ്റുകയാണെങ്കിൽ നോളജ് വികസിക്കുള്ളൂ, അറിവ് വികസിക്കുള്ളൂ. അത് വലിയ വിഷയമാണത്. അത് ആലോചിക്കേണ്ട വിഷയമാണ്. അത് നമ്മളൊരു സമൂഹം എന്നുള്ള രീതിയിൽ നമുക്കിതിനൊക്കെ ഉടഞ്ഞു നിന്ന് ശീലിച്ചുകൊണ്ട് നമുക്കിതിന്റെ പ്രാധാന്യം അറിയാത്തതാണ്. നമ്മളൊരു രാഷ്ട്രമായി മാറി നേരിക്കാം. അപ്പൊ അതിന്റെ വിഷമം നമുക്ക് മനസ്സിലാവും. ഈ ട്രാൻസ്പ്ലാന്റിലൊക്കെ നമുക്ക് ഫത്വ കൊടുക്കാൻ എളുപ്പമാണ്. സൗദി ഗവൺമെന്റ് അത്ര എളുപ്പമല്ല, അത് ഇറാനിയൻ ഗവൺമെന്റ് അത്ര എളുപ്പമല്ല. കാരണം അവർക്ക് നിയമനിർമ്മാണം, അവരുടെ ശരീരത്ത് വെച്ചിട്ട് നിയമനിർമ്മാണം നടത്തുമ്പോൾ അവർ ഒരുപാട് ഡെലിബറേഷൻസ് അവർക്ക് വേണ്ടി വരും. നമുക്കതൊക്കെ സുഖം, നമ്മൾ തീണ്ടതൊന്നും പറ്റൂല, നിങ്ങൾ നോക്കിക്കോളൂ. അത് എന്തുപോലെ അറിയോ? പെരുന്നാൾക്ക് ലീവ് എടുക്കുന്ന പോലെ. ഇപ്പോൾ ഹോസ്പിറ്റലിലും അല്ലെങ്കിൽ നിങ്ങൾ സ്കൂളിലും കുറേ മാഷന്മാരുണ്ട്, അല്ലെങ്കിൽ ഡോക്ടർമാരുണ്ട് എന്ന് വിചാരിക്കാം. പെരുന്നാൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും ലീവ് എടുക്കാമല്ലോ. കാരണം കുഫർ ഉള്ളതുകൊണ്ട് നിങ്ങൾ പെരുന്നാൾ നടക്കുമല്ലോ. അത് ഹോസ്പിറ്റൽ മെയിൻറ്റെയിൻ ചെയ്യാൻ. പക്ഷെ എല്ലാവരും നമ്മളെ ഹോമാണെങ്കിൽ എന്ത് ചെയ്യും? ഒരാൾ പെരുന്നാൾ നിസ്കാരം ഒഴിവാക്കേണ്ടി വരില്ല. എന്തായാലും ഒരാൾ പിന്നെ നോമ്പറക്കണ സമയത്തോടെ ഡ്യൂട്ടിയിൽ വേണ്ടി വരില്ലേ. മനസ്സിലായില്ലേ? CPR, അത് നമ്മൾ എമർജൻസി ടീം അല്ലാത്ത എല്ലാവരും ജുമക്ക് പോവാന്നുള്ളതാണ് ഏത് സൗദി ഹോസ്പിറ്റലുകളൊക്കെ ചെയ്യുന്നത്. അവർക്ക് അന്ന് ജുമ ഇല്ല, അവർ ദുഹ്റിസ്കരിക്കുക. അത് റൊട്ടേഷനിൽ ചെയ്യും. ഇപ്പോൾ ഇസ്രയേലില് ഷബ്ബത്തിന്റെ അന്ന് അവർക്ക് എമർജൻസി അല്ലാത്തൊന്നും ചെയ്യൂല അവര് യമുസബത്തില്. അപ്പൊ വെള്ളിയാഴ്ച ഉച്ചന്റെ ശേഷം അവര് ചോറും കൂട്ടാനും ഉണ്ടാക്കാൻ നോക്കി വീട്ടിൽ പോയിരുന്നു. പിറ്റേ ദിവസം കുക്കിംഗ് പോലും ഇല്ല അവർക്ക്. അവര് പിന്നെ തൗറാത്തിന്റെ നിയമമാണത്. അപ്പൊ അവര് ചെയ്യുമ്പോൾ വെച്ചാൽ അവർക്ക് അതിന്റെ സിസ്റ്റം ഉണ്ട്. അപ്പൊ ഈ ശനിയാഴ്ചകൾ ഡ്യൂട്ടി എടുക്കാൻ ഒരു റൊട്ടേഷനിൽ ചെയ്തുകൊണ്ടിരിക്കും. പിന്നെ ഇവിടെ മൗണ്ട് സിയോൺ അങ്ങനത്തെ ഹോസ്പിറ്റലിലൊക്കെ അങ്ങനെ ചെയ്യുന്നത് അവര്. നമുക്ക് ജുമാക്ക് അങ്ങനെ ചെയ്യണം. പക്ഷെ നമുക്ക് ഇവിടെ പ്രശ്നമില്ലാത്ത എന്താ?
ഓണത്തിന് ഈ ലീവ് എടുത്തോ, ഞാൻ വരുന്നൊക്കെ എടുത്തോളാം എന്ന് പറയാൻ പറ്റുന്നുണ്ടല്ലേ. അതുപോലെയാണ് ഈ വിഷയങ്ങളൊക്കെ. ഇതൊക്കെ നമുക്കെന്താ വെച്ചാൽ ഇപ്പോൾ ട്രാൻസ്പ്ലാന്റ് വിഷയത്തിൽ റിസീവ് ചെയ്യൽ ഹലാലാണ്, കൊടുക്കാൻ പറ്റില്ല എന്ന് പറയാൻ പറ്റുന്നുണ്ടോ? കൊടുക്കാൻ കുറെ ആൾക്കാർ വേറെ ഉള്ളതുകൊണ്ടല്ലേ. അത് കുഫർ, എല്ലാവരും കുറച്ച് ആൾക്കാർ കുഫറിൽ തന്നെ ബാക്കിയാണെന്ന് നമുക്ക് ആഗ്രഹിക്കാൻ പാടില്ലല്ലോ. എല്ലാവരും ഹിദായത്തിലേക്ക് വരുന്നതല്ലേ നമുക്ക് ആഗ്രഹിക്കാൻ പറ്റുള്ളൂ. അപ്പൊ അതിന് സൊല്യൂഷൻ കണ്ടുപിടിക്കേണ്ട ഒരു അങ്ങനത്തെ ഘട്ടത്തിൽ നമുക്ക് അങ്ങനത്തെ ഘട്ടം ഇല്ലാത്തതുകൊണ്ട് നമുക്ക് ഇങ്ങനെ ഉടഞ്ഞിരിക്കാൻ പറ്റുന്നത്. ഈ ചർച്ച കൊണ്ട് ഉദ്ദേശിച്ചത് ഈ പറഞ്ഞ പോലെ തീർപ്പുകൾ കൽപ്പിക്കാനല്ല, നമുക്ക് ഡിസ്കഷന് ചർച്ചകൾ ഈ വിഷയത്തിൽ വേണമെന്ന് പറയാൻ വേണ്ടി മാത്രമാണ്. ഉസ്താദ് അതിന്റെ പ്രാഥമികമായിട്ടുള്ള എല്ലാ കാര്യങ്ങളും ഉസ്താദ് കവർ ചെയ്തിട്ടുണ്ട്. ഇതിലിപ്പോൾ എനിക്ക് തോന്നുന്നു കൂടുതൽ ആലിമ്യങ്ങളും മുത്താലിമ്യങ്ങളായതുകൊണ്ട് ഈ വിഷയത്തിൽ സ്പെഷ്യലൈസ് ചെയ്യാൻ കുറച്ച് ആൾക്കാർ തയ്യാറാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇങ്ങനത്തെ ചോദ്യങ്ങൾക്ക് ഉത്തരം വരണം. പിന്നെ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞ പോലെ ചർച്ച ചെയ്യപ്പെടുന്നത് ഹോസ്പിറ്റൽ വരാന്തകൾക്കപ്പുറം പള്ളി ദർസുകളിലും നമ്മുടെ കോളേജുകളിലൊക്കെ ഈ വിഷയങ്ങൾ ചർച്ച ചെയ്ത് ഇതിൽ പിന്നെ ആൾക്കാർക്ക് സംശയം ചോദിച്ച് ഉത്തരം കൊടുക്കാൻ പറ്റുന്ന അവസ്ഥ നമ്മുടെ ഇടയിൽ ഉണ്ടാവണം, ആലിമികളുടെ ഇടയിൽ വേണം. ഇത്തരം ചർച്ചകളും ചോദ്യങ്ങളും സമൂഹത്തിന് ഉയർന്നു വരുന്നു തുടങ്ങുമ്പോൾ അതിന്റെ ഉത്തരം യുക്തിവാദമായി മാറരുത്. അതാണ് ഉദ്ദേശിച്ചത്. ഇതിന്റെയൊക്കെ ഉത്തരം അവസാനം എന്താവാം, ഡോക്ടർ ആരിഫ് ഹുസൈൻ ആവരുത് എന്നാണ് ഉദ്ദേശിച്ചത്. ഇതിനൊക്കെ ഉത്തരം നമ്മൾ പറഞ്ഞു തുടങ്ങണം, ചോദ്യങ്ങൾ നമ്മൾ നേരിടാനും തുടങ്ങണം. ഈ വിഷയങ്ങളൊക്കെ ഉള്ള ചോദ്യങ്ങൾ ഭയന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഉത്തരങ്ങൾ ഇല്ലാതായി കഴിഞ്ഞാൽ മനുഷ്യ സംഭവം പോവാ കുഫറിലേക്കും വലാലത്തിലേക്കുമാണ്. അപ്പൊ അതുകൊണ്ട് എല്ലാ ചോദ്യങ്ങളും അഡ്രസ്സ് ചെയ്യാൻ പറ്റണം. ഞാൻ മുമ്പൊക്കെ നമ്മൾ പറയാറുണ്ട് LGBT ക്വസ്റ്റ്യൻ സുഖമായിട്ട് പാടില്ല എന്ന് പറയാൻ എളുപ്പമായിരിക്കും. പക്ഷെ അത് അനുഭവിക്കുന്ന ഒരു കുടുംബത്തിന്റെ വേദനയിൽ പങ്കുചേർന്ന് അവരുടെ കൂടെ നിന്ന് അത് ചർച്ച ചെയ്യുമ്പോഴേ അത് പൂർണ്ണമാവുള്ളൂ. ആത്മഹത്യ ഹറാമെന്ന് പറയാൻ എളുപ്പമാണ്. ആത്മഹത്യ ചെയ്ത് വീട്ടില് തഹസിയത്തിന് പോവാനുള്ള ധൈര്യം ഉണ്ടല്ലോ, അവിടെയാണ് എന്താവുന്നത് ദീൻ തുടങ്ങുന്നത്. വ്യഭിചാരി എറിഞ്ഞു കൊല്ലാൻ എളുപ്പമാണ് അല്ലേ. അവന്റെ വ്യഭിചാരിയെ എറിഞ്ഞു കൊല്ലുന്ന സമയത്ത് അവന്റെ രക്തം പുരണ്ട സ്ഥലം, പിന്നെ അവന്റെ ഓരോ രക്തത്തുള്ളിയും അവനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പറയുന്ന ദീനാണല്ലോ. അപ്പൊ രണ്ട് വശവും പരിഗണിച്ച് മുന്നോട്ട് പോകാനാണ് ഇതിലെ പ്രാധാന്യം ഞാൻ പറഞ്ഞത്. പിന്നെ ഈ എൻഡ് ഓഫ് ലൈഫ് കെയർ എന്നല്ലോ, ജീവിതാന്ത്യത്തിൽ ജനങ്ങൾക്ക് ഉണ്ടാവുന്ന ഈ കൺഫ്യൂഷൻസ് ഉണ്ടല്ലോ, അത് ഒറ്റ വാക്കുകളിലോ രണ്ട് വാക്കുകളിലോ ഒരാളോ രണ്ടാളോ എടുക്കുന്ന ഡെസിഷൻ അല്ല എന്നും അത് നാട്ടിലെ പണ്ഡിതന്മാരും അറിവുള്ള ഡോക്ടർമാരൊക്കെ ചേർന്നെടുക്കേണ്ട വ്യാപകമായ ചർച്ച നടത്തിയിട്ടെടുക്കേണ്ട തീരുമാനമാണ് ജനങ്ങൾക്ക് ബോധ്യമാണ്. ആ ബോധ്യം ഇപ്പോൾ ആൾക്കാർക്കില്ല. അത് ഈ പറഞ്ഞ പോലെ എന്താ വെച്ചാൽ പിന്നെ നമ്മൾ പറയുന്നത് എന്താ, എന്തിനാണ് ആളുകളെ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്, ഇങ്ങനെ മാത്രം പ്രസംഗിച്ച് ശീലിച്ചുകൊണ്ടാണ്. ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു ദുആ ചെയ്യുമ്പോൾ എന്താ പറയുക, കീറി മുറിക്കുന്ന അസുഖങ്ങളിൽ നിന്ന് രക്ഷിക്കണേ എന്നുണ്ട് ഉസ്താദ് ആയിരിക്കും, ബാക്കിൽ അമീൻ പറഞ്ഞത് ഓർത്തോപീഡിഷനായിരിക്കും. അയാളെ ജീവിതം മുഴുവൻ കീറി മുറിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. മനസ്സിലായി, കീറി മുറിക്കുന്ന അസുഖങ്ങൾ രക്ഷപ്പെടുന്നത് ആർക്കാം. പക്ഷെ എന്താ ഈ പണി നിർത്തണം എന്നല്ലല്ലോ എൻ്റെ അർത്ഥം. പണി നടക്കണം, ആൾക്കാർക്ക് അസുഖം വരാതിരിക്കാൻ വേണ്ടി ദുആ ചെയ്യാം. നമ്മളെന്താ വെച്ചാൽ ഒരു വശം മാത്രം കാണുന്നതുകൊണ്ടുള്ള കുറെ പ്രശ്നങ്ങൾ ഇതിലുണ്ട്. മറ്റേ വശം കൂടെ പരിഗണിക്കപ്പെടണം. ശരീഅത്ത് എല്ലാറ്റിനെയും എൻകംപാസ് ചെയ്യുന്നതാണ്, എല്ലാത്തിനും ഉൾക്കൊള്ളുന്നതാണ്. ശരീഅത്തിന്റെ അതിലെ വീക്ഷണങ്ങൾ നമ്മൾ ചകയാൻ തുടങ്ങണം. അതിലെ തഹ്കീകൾ പുറത്തു വരണം, ചർച്ചകളായിട്ട് വരണം, ഡിസ്കഷൻസ് വരണം. അടച്ചു വെക്കരുത്. അടച്ചു വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എപ്പോഴെങ്കിലും തുറക്കുമ്പോൾ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ, അത് നമ്മൾ ഇപ്പൊ ഈ ഒരു കഴിഞ്ഞ 10 വർഷം നമ്മൾ നേരിട്ടുകൊണ്ടിരിക്കുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. ചോദ്യങ്ങൾ മറച്ചു വെച്ചത് കൊണ്ടും തടഞ്ഞു വെച്ചത് കൊണ്ടും എന്താകുന്നുണ്ട്, ആളുകൾ കുഫറിലേക്ക് പോകാൻ തുടങ്ങിയ കാലഘട്ടം കൂടിയാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്രയും പറയേണ്ടി വന്നത്. ഈ ചോദ്യങ്ങളൊക്കെ നിങ്ങൾ ശ്രദ്ധിച്ചു നോക്കിയാൽ മതി. ഈ പറഞ്ഞ ചോദ്യങ്ങളൊക്കെ, ഈ എൻഡ് ഓഫ് ലൈഫ്, ഓർഗൻ ട്രാൻസ്പ്ലാന്റേഷന്, അനാട്ടമി നോളേജ്, പോസ്റ്റ്മോർട്ടം, ഡിസക്ഷൻ, ഇതൊക്കെ നിങ്ങൾ യുക്തിവാദ ചർച്ചകളിൽ പോയാൽ കേൾക്കും. കാരണം അവരൊക്കെ ഈ ചോദ്യങ്ങൾ ചോദിച്ചിട്ടാണ് പലരും യുക്തിവാദത്തിൽ എത്തിയിട്ടുണ്ടാവുക. ഉത്തരം കൊടുക്കാൻ മടിച്ചത് കൊണ്ട്, അല്ലെങ്കിൽ വളരെ ഒരു പിന്തിരിപ്പൻ ഉത്തരങ്ങൾ കൊടുത്തതിന്റെ പേരിലുണ്ടായ വിഷയങ്ങളാണ് നമ്മളും അള്ളാഹിന്റെ അടുത്ത് ആൻസറബിൾ ആയിരിക്കും എന്നാണ് എനിക്ക് പറയാനുള്ളത്. വാഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.